ഹല്ലേലൂയ. വളരെ പ്രാധാന്യമർഹിക്കുന്നതായ ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞത് എന്ന് നിങ്ങൾക്കറിയാം. പ്രത്യേകിച്ച് ദൈവസഭയുടെ ഇന്നത്തെ അവസ്ഥയിൽ പറ്റിയിരിക്കുന്ന പാളിച്ചകളൊക്കെ നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ദൈവസഭയുടെ ആദ്യ ദിനങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ ബൈബിൾ സ്റ്റഡി കൊണ്ട് ഉദ്ദേശിച്ചത്. അത് അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ അപ്പോസ്തല പ്രവൃത്തികൾ ആണ് ശരിക്കും പറഞ്ഞാൽ സഭയുടെ പാരമ്പര്യത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്, അല്ലാതെ പിന്നീടുള്ള നൂറ്റാണ്ടുകളിലെ കാര്യങ്ങളല്ല. അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും നിലയിൽ പാരമ്പര്യം പിന്തുടരണമെങ്കിൽ സഭയിലെ ദുരാചാരങ്ങൾ കടന്നുകൂടിയതിനു ശേഷമുള്ള പാരമ്പര്യമല്ല, സഭയിൽ ദുരാചാരങ്ങൾ കടന്നുകൂടിയതിനു ശേഷമുള്ള പാരമ്പര്യമല്ല നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, അതിനു മുമ്പുള്ള പാരമ്പര്യമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ ആ നിലയിൽ കാണുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്, അല്ലെ അതിനെക്കുറിച്ച് പഠിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നു. അപ്പോസ്തല പ്രവൃത്തികളിലെ കർത്താവ് തന്റെ സഭയെ ആദ്യ സമയത്ത് തന്നെ, അതായത് പെന്തക്കോസ്ത് നാൾ വരുന്നതിന് മുമ്പ് തന്നെ കർത്താവ് ശിഷ്യന്മാരുമായിട്ട് ഒരുമിച്ച് കൂടിയിരുന്നു. അവരോട് പറഞ്ഞു, നിങ്ങളുടെ ശക്തീകരണം മാറണം, നിങ്ങൾ ഇപ്പോഴും ഈ ഇസ്രായേലിന്റെ രാജ്യമൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതാകരുത്, നിങ്ങൾ ദൈവരാജ്യമാണ് ചിന്തിക്കേണ്ടത്. ദൈവരാജ്യം എന്ന് പറയുമ്പോഴത്തേക്ക് ദൈവരാജ്യം എന്ന് പറഞ്ഞ് തന്നെ വേറെ ടീച്ചിങ്സ് ഉണ്ടാക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ രാജാക്കന്മാരാണെന്നല്ല. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ നമ്മളല്ല രാജാക്കന്മാർ. ആരാ രാജാവ്? ദൈവമാണ് രാജാവ്. നമ്മൾ രാജാക്കന്മാരാണ്, നമ്മൾ വാഴുകയാണ് എന്നൊക്കെ പറയുന്നത് ദുരുപദേശമാണ്. അത് ശരിയല്ല. കാര്യം നമ്മൾ രാജാക്കന്മാരല്ല, നമ്മൾ ഈ രാജാവായ ദൈവത്തിന്റെ പ്രജകളാണ്. നമ്മൾ യേശു കർത്താവാണ്, നമ്മളല്ല കർത്തൃത്വം നടത്തുന്നത്. നമ്മളുടെ വാക്കുകൾ പറയുമ്പോൾ അതെല്ലാം നടക്കും എന്നൊക്കെ പറയുന്നതിന് അർത്ഥമൊന്നുമില്ല. അതൊക്കെ ദുരുപദേശമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെയുള്ള ടീച്ചിങ്സ് അല്ല നമുക്ക് ആവശ്യം. ദൈവം രാജാവായിരിക്കുന്ന ആ അവസ്ഥയിലേക്ക് വരണം. ആ ദൈവരാജ്യവും ഇസ്രായേലിന്റെ രാജ്യവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്ന് കർത്താവ് പഠിപ്പിച്ചു. കാര്യം ദൈവത്തിന്റെ രാജ്യം, ഇസ്രായേലിന്റെ രാജ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭരണവും അധികാരവും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതൊന്നും അല്ല ദൈവരാജ്യം. ദൈവരാജ്യത്തിൽ വലിയവൻ ആരാണെന്ന് ചോദിച്ചു, ഒരു രാജ്യത്തിലെ ഏറ്റവും വലിയ ആള് രാജാവാ, ഇല്ലേ? അത് ലോകത്തിലെ രാജ്യങ്ങളൊക്കെ നോക്കുമ്പോഴെല്ലാം ഭരിക്കുന്നവനാണ് വലിയ ആള്. പക്ഷേ ദൈവത്തിന്റെ രാജ്യത്തിൽ സേവിക്കുന്നവനാണ്, ദാസനാണ് വലിയ ആളെന്ന് പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും വലിയവനാകുവാൻ ഇച്ഛിക്കുന്നെങ്കിൽ അവൻ എല്ലാവരുടെയും ദാസനായി തീരണം. അപ്പോൾ ആ ദൈവരാജ്യത്തിന്റെ ദൈവികമായ സ്വഭാവത്തിന്റെ, ആ കർത്താവിന്റെ സ്വഭാവത്തോട് അനുരൂപരാകുവാൻ. ഇന്നിപ്പോൾ സ്നാനമേറ്റപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്നാനമേറ്റു. ഞാൻ സ്നാനത്തെക്കുറിച്ച് പല ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മൾ സ്നാനമേൽക്കുമ്പോൾ കർത്താവിനോടുകൂടെ മരിച്ചു, കർത്താവിനോട് അടക്കപ്പെട്ടു, കർത്താവിനോട് ഉയർത്തെഴുന്നേറ്റു. എന്തിനാണ്? ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് താങ്ക് യു ജീസസ് എന്ന് പറഞ്ഞ് സ്തോത്രം ചെയ്തേച്ച് പോകാനല്ല. പ്രത്യുത ആ കെട്ടുണ്ടല്ലോ, മരണത്തിൽ നമ്മൾ കെട്ടിയ കെട്ട്, കർത്താവും ഒരുമിച്ച് കെട്ടിയ ഒരു കെട്ട്, അത് കാണാൻ പറ്റുന്ന കെട്ടല്ല. യു ആർ യുണൈറ്റഡ് വിത്ത് ജീസസ് ഇൻ ഹിസ് ഡെത്ത്. യുണൈറ്റഡ്, അവനുമായിട്ട് നമ്മൾ ഏകീഭവിച്ചിരിക്കുകയാണ്. അവന്റെ കൈയും എന്റെ കൈയും കൂടെ ചേർത്ത് കെട്ടിയിരിക്കുകയാണ്. അവന്റെ കാലും എന്റെ കാലും കൂടെ ഒക്കെ ചേർത്ത് കെട്ടിയിരിക്കുകയാണ്. അവനോടുകൂടെ മരിച്ചു, അവനോടുകൂടെ അടക്കപ്പെട്ടു, അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? അവനോടുകൂടെ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന്. അല്ലാതെ സ്നാനം കഴിയുമ്പോഴത്തേക്ക് ബൈ ജീസസ്, താങ്ക് യു വെരി മച്ച്, നീ എന്നെ എത്ര സ്നേഹിച്ചു, നീ എനിക്ക് വേണ്ടി മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നിന്റെ വഴിക്ക് നീയും കർത്താവിന്റെ വഴിക്ക് കർത്താവും പോകുന്നതിനല്ല സ്നാനം. ഒരിക്കൽ സ്നാനമേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും കർത്താവിൽ നിന്ന് വേർപെടുവാനായിട്ട് കഴിയത്തില്ല. അവൻ പോകുന്നിടത്തെ പോകാൻ പറ്റൂ, അവൻ നിൽക്കുന്നിടത്തെ നിൽക്കാൻ പറ്റൂ, അവൻ കാണുന്നതേ കാണാൻ പറ്റൂ, അവൻ ചെയ്യുന്നതേ ചെയ്യാൻ പറ്റൂ, അവൻ പറയുന്നതേ പറയാൻ പറ്റൂ, അവൻ പാടുന്നതേ പാടാൻ പറ്റൂ. എല്ലാം ഉണ്ട്, എല്ലാ കാര്യങ്ങളും. അപ്പോൾ ആ ഒരു ബന്ധത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം വളർന്നു വരണം. ഞാൻ പറഞ്ഞത്, ആ യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപരാകുന്നതിന് വേണ്ടി കൂടെയാണ് ദൈവം നമ്മളെ സഭയിലാക്കിയിരിക്കുന്നത്. നമ്മുടെ സകല പാപങ്ങളെയും കർത്താവ് മോചിച്ചു. പാപങ്ങളുടെ മോചനം കഴിഞ്ഞ് നമ്മൾ സ്നാനമേറ്റു വന്നു കഴിഞ്ഞാൽ പിന്നീട് എന്താണ്? നമ്മൾ കർത്താവിനോട് കൂടെ ജീവിക്കുകയാണ്. കർത്താവിനോട് കൂടെ ജീവിച്ച് കർത്താവിന്റെ അതേ സ്വഭാവത്തിൽ വളർന്നു വരുമ്പോൾ പിന്നെ നമുക്ക് നിത്യകാലം അവന്റെ കൂടെ വാഴുന്നതിന് പ്രയാസമൊന്നുമില്ല. അല്ലെങ്കിൽ പ്രയാസമാണെന്നേ. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഈ കഥകളി ചുമ്മാ പോയിരുന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു രസവും തോന്നത്തില്ല. കാര്യം നമുക്ക് ഈ മുദ്രയൊന്നും അറിയത്തില്ല. ഇതുപോലെ ഒന്നും യേശുക്രിസ്തുവിന്റെ സ്വഭാവം എന്താണെന്നൊന്നും മനസ്സിലാക്കാതെ അതിനോട് ഏകീഭവിക്കാതെ സ്വർഗത്തിൽ ചെന്നിരുന്നാൽ തന്നെ ബോറടിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങളൊന്നും നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് കർത്താവ് നമുക്കൊരു അവസരം തന്നിരിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? സ്വർഗം ഒന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഭൂമിയിൽ കുറച്ചുനാൾ നമുക്ക് തന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ ശൂന്യാകാശത്തിലേക്ക് കൽപ്പന ചൗളയെ നമ്മൾ പറഞ്ഞു വിട്ടു.
നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, ഒരു ദിവസം കൽപ്പന ചൗളയ്ക്ക് ഒരു ടെലിഫോൺ സന്ദേശം കിട്ടുന്നു. ഹായ്, കൽപ്പനയല്ലേ? അതെ അതെ, നിന്നെ ഞങ്ങൾ ശൂന്യാകാശത്തിൽ കൊണ്ടുപോകാനായിട്ട് തീരുമാനമെടുത്തിരിക്കുകയാണ്. ഓക്കെ സർ, അപ്പോൾ നാളെ 8 മണിയാകുമ്പം പോകാൻ ഒരുങ്ങി വന്നേക്കണം കേട്ടോ എന്നാണ് പറഞ്ഞത്. അല്ല, ശൂന്യാകാശത്തിൽ പോകണമെങ്കിൽ ശൂന്യാകാശം ഇവിടെ പ്രാക്ടീസ് ചെയ്യണം. ഞാൻ പറഞ്ഞതിന്റെ വ്യത്യാസം മനസ്സിലാക്കണം. ഇല്ലാതെ മുകളിലോട്ട് ചെന്ന് ആകെപ്പാടെ വിഷമിച്ചു പോകും. കാര്യം അവിടെ അറ്റ്മോസ്ഫിയർ ഇല്ല, അവിടെ ഭാരം തോന്നത്തില്ല, അവിടെ ഫുഡ് നമ്മൾ കഴിക്കുന്ന പോലെ ചപ്പാത്തിയും മീൻകറിയും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഒത്തിരി ട്രെയിനിങ് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ശൂന്യാകാശത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. എന്നതുപോലെ സ്വർഗത്തിലേക്ക് നമ്മളെ കർത്താവ് കൊണ്ടുപോകുന്നതിന് മുമ്പ് കുറച്ച് സമയം ഇവിടെ തന്നിരിക്കുക. അതൊരു നല്ല കാര്യമാണ്. ഈ ഭൂമിയിൽ നമ്മളെ എന്തിനാക്കിയിരിക്കുകയാണ്? സ്വർഗം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ആക്കിയിരിക്കുകയാണ്. അപ്പൊ സ്വർഗം എങ്ങനെയാണോ അങ്ങനെ വേണം ഇവിടെ ജീവിക്കാൻ. സ്വർഗത്തിലെ ജീവിതം ഇവിടെ ജീവിച്ച് പ്രാക്ടീസ് ചെയ്താൽ വളരെ കൂളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വർഗത്തിൽ ജീവിക്കാൻ പറ്റും. അല്ലെ അവിടെ ചെന്ന് ആകപ്പാടെ വിഷമിക്കും. എന്തിനാ ഇവിടുന്ന് അവിടെ ചെന്ന് കഴിഞ്ഞ് പിന്നെ നിത്യകാലം മുഴുവൻ നമ്മൾ വിഷമിച്ച് ജീവിക്കുന്നത്? അപ്പൊ അതുകൊണ്ട് ഞാനത് തമാശ കലർത്തി പറഞ്ഞതാണ്. നാളെ ഉപദേശമൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. അപ്പോൾ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ദൈവം നമുക്ക് വലിയൊരു അവസരം തന്നിരിക്കുകയാണ്. എന്തിനു വേണ്ടി? സ്വർഗം പ്രാക്ടീസ് ചെയ്യാൻ, സ്വർഗീയമായ ജീവിതം ജീവിക്കുവാൻ. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഓരോ വാക്യങ്ങൾ വായിച്ചപ്പോൾ കൊലോസ്യ ലേഖനത്തിലൊരു വാക്യം മോൻ പറഞ്ഞു, എന്ത് ചെയ്യണം? നിങ്ങൾ ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ. ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ, സെറ്റ് യുവർ മൈൻഡ്സ് ഓൺ തിങ്സ് ദാറ്റ് ആർ അബവ്. സെറ്റ് യുവർ മൈൻഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഞാൻ അതിനെക്കുറിച്ച് പലയിടത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. ഈ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു രസകരമായ ഒരു കാര്യമാണ്. രണ്ട് രീതിയിലാണ് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ക്ലോക്ക്, നമ്മൾ കാണുന്ന ക്ലോക്കെല്ലാം വെച്ച് നമ്മളെ വാച്ച് നമ്മൾ സെറ്റ് ചെയ്യത്തില്ല. കാര്യം ഓരോ വാച്ച്, ചില വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ ഫാസ്റ്റ് ആയിരിക്കും. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നാലേ പിള്ളേർ നേരത്തെ എണീക്കത്തുള്ളൂ, അല്ലെങ്കിൽ പിള്ളേരെ ഒരുക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ ചിന്തിച്ച്, ഇപ്പോഴേ പിള്ളേരെ കള്ളത്തരം പഠിപ്പിക്കുക. കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയത്തില്ല കുറച്ച് കഴിയുമ്പോൾ ഇത് ഫാസ്റ്റ് ആണെന്നുള്ള അറിയത്തില്ല. അപ്പൊ അതിനകത്തൊന്നും കാര്യമില്ല. അത് കണ്ടുകൊണ്ട് എന്റെ വാച്ചുകളെ ഞാൻ സെറ്റ് ചെയ്യാൻ നോക്കിയാലോ? ലോകത്ത് നമ്മൾ കാണുന്നതെല്ലാം വെച്ച് എന്റെ ഹൃദയം എനിക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതിന് ഉയരത്തിലെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. എനിക്ക് എന്റെ വാച്ച് സെറ്റ് ചെയ്യണമെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എനിക്ക് പറഞ്ഞു തരുന്ന, എനിക്ക് ഒന്നുകിൽ റേഡിയോയിലോ ടെലിവിഷനിലോ അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്താണോ അത് വെച്ച് എനിക്ക് എന്റെ വാച്ച് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നതുപോലെ ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഭൂമിയിൽ അവർ പറയുന്നതും ഇവർ പറയുന്നതും എല്ലാം കേട്ട് നാട്ടുകാരുടെ മുഴുവൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഞാൻ എന്റെ മൈൻഡ് സെറ്റ് ചെയ്യത്തില്ല. എനിക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് എന്റേതല്ല, ക്രിസ്തു ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളതാണ്. ആ ഉയരത്തിന്റെ സ്റ്റാൻഡേർഡ് വേണം ഞാൻ സെറ്റ് ചെയ്യാനായിട്ട് ഭൂമിയിൽ ജീവിക്കുമ്പോൾ. അതിനാ പൗലോസ് ഓർപ്പിക്കുന്നത്, സെറ്റ് യുവർ മൈൻഡ്സ് ഓൺ തിങ്സ് ദാറ്റ് ആർ അബവ്. ഉയരത്തിന്റെ സ്റ്റാൻഡേർഡ്. കാര്യം നമ്മുടെ സമൂഹം നമ്മളോട് പറഞ്ഞു തരുന്നതായ ഒത്തിരി ഒത്തിരി വിഡിതങ്ങളുണ്ട്. അത് വിഡിതമാണെന്ന് അവർക്കറിയത്തില്ല. അവർ ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു പറഞ്ഞതുപോലെ ആണ് ഇന്ന് ലോകത്തിന്റെ അവസ്ഥ. ഏറ്റവും വൃത്തികെട്ടതും മോശമായതും എല്ലാം ഏറ്റവും കുലീനവും ഏറ്റവും മെച്ചവുമാണെന്ന് പഠിപ്പിക്കുന്ന ഒരു ലോകത്തിൽ ആ സ്റ്റാൻഡേർഡിലേക്ക് താണു പോകാതെ എപ്പോഴും ക്രിസ്തു ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളതിനനുസരിച്ച് എന്റെ മൈൻഡ് ഞാൻ സെറ്റ് ചെയ്യണം. എന്റെ സ്റ്റാൻഡേർഡ് ഒരു സ്വർഗീയമായ സ്റ്റാൻഡേർഡ് ആയിരിക്കണം. എന്നാൽ അതുപോലെ മറ്റൊരർത്ഥം കൂടെ ഉണ്ട്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഇപ്പം നമ്മളിപ്പം ഇടയ്ക്ക് മാത്യു വന്നിട്ട് ഇത് ഒരു റിമോട്ട് കൺട്രോൾ വെച്ച് ഇത് സെറ്റ്, അല്ലെങ്കിൽ റിമോട്ട് കൺട്രോൾ വെച്ച് അത് ചേഞ്ച് ചെയ്യുന്നതാണ്. ചേഞ്ച് ചെയ്യാൻ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ റിമോട്ട് കൺട്രോൾ ഓൾറെഡി ഇതുമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ ടിവിക്കും വീഡിയോ പ്ലെയറിനും 2 റിമോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടും കൂടെ മേശപ്പുറത്ത് കിടക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ എടുത്തിട്ട് എനിക്ക് TV ഓൺ ചെയ്യാനായിട്ട് നമ്മൾ വീഡിയോ പ്ലെയറിന്റെ റിമോട്ട് കൺട്രോൾ എടുത്തിട്ട് എത്ര ഞെക്കിയാലും TV ഓൺ ആകത്തില്ല. അടിച്ചാലും നമ്മൾ 2 അടിയൊക്കെ കൊടുത്ത് പിന്നെ വെച്ചാലും എന്ത് ചെയ്യും? ഇത് വർക്ക് ചെയ്യത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതെന്തോ ഈ റിമോട്ട് കൺട്രോൾ വെച്ചിട്ട് TV ഓൺ ആകാത്തത്? കാര്യം എന്നറിയാമോ? ടിവിയുമായിട്ട് ഈ റിമോട്ട് കൺട്രോൾ സെറ്റ് ആയിട്ടില്ല, അല്ലെങ്കിൽ സെറ്റ് ചെയ്തിട്ടില്ല. ടിവിയെ ഉണർത്താൻ ഈ റിമോട്ട് കൺട്രോളിന് ഒരിക്കലും കഴിയത്തില്ല. എന്നാൽ അതേസമയം അതിന്റെ ഒറിജിനൽ റിമോട്ട് കൺട്രോൾ ആണെങ്കിൽ അടിയും വേണ്ട പിടിയും വേണ്ട, ചുമ്മാ തൊട്ടാൽ മതി, TV ഇങ്ങനെ ഓണായി വരും. എന്നതുപോലെ എന്റെ ഹൃദയത്തെ ത്രസിപ്പിക്കുന്നത് ലോകത്തിന്റെ റിമോട്ട് കൺട്രോൾ അല്ല. ലോകം വന്ന് എന്നാവൊക്കെ കാണിച്ചാലും എന്തോ ഇടിച്ചാലും അടിച്ചാലും ഒന്നും എന്റെ ഹൃദയത്തിൽ അതൊരു ചലനം ഉണ്ടാക്കത്തില്ല. കാര്യം എന്റെ മൈൻഡ് ലോകവുമായിട്ട് സെറ്റ് ചെയ്തിട്ടില്ല. എന്നാൽ ഉയരത്തിലെ എന്തെങ്കിലും ഒന്ന് കേട്ടാൽ മതി, അപ്പോഴത്തേക്ക് ഞാൻ ചാടി വീഴും. കാര്യം എന്നാ? എന്റെ മൈൻഡ് ഉയരവുമായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഞാൻ പറയട്ടെ, ഇനി ലോകം വന്ന് നിങ്ങളെ വിളിക്കുമ്പോൾ
you need to see that you are sleeping. Sleeping means, you're not responding. You cannot respond to the worldly system. ലോകം വന്ന് നിങ്ങളോട് അങ്ങനെ പാടാ, അത് ചെയ്യടാ, ഇത് ചെയ്യടാ, എന്തോ രസമാണെന്നറിയാമോ, ഇതില്ലെങ്കിൽ പിന്നെ എന്തിനാ ജീവിക്കുന്നത്? ഈ പരസ്യങ്ങളുടെ എല്ലാം പ്രശ്നം എന്നാണെന്നറിയാമോ? ഈ പരസ്യങ്ങളെല്ലാം നമ്മളെ ഒത്തിരി ഈ സോപ്പിട്ട് കുളിച്ചില്ലെങ്കിൽ എല്ലാവരും നിന്നെ കാണുമ്പോൾ ഓടിപ്പോകും. കാര്യം അല്ലെങ്കിൽ ഇത് കുടിച്ചില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ജീവിക്കുന്നത്? ഇതാണ് പരസ്യങ്ങളുടെ പ്രത്യേകത. ഉള്ള കള്ളത്തരം മുഴുവൻ. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ചാടി വീഴരുത്. അതൊക്കെ ലോകത്തിന്റെ ഒരു ടെക്നിക്കാണ്. നിന്നെ ലോകത്തിലേക്ക് വലിച്ചുകൊണ്ട് പോകാനുള്ള ഒരു ടെക്നിക്കാണ്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മളെ മൈൻഡ് അതുമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് വീണ് പോകും. അങ്ങനെ സെറ്റ് ചെയ്യരുത്. പകരം സ്വർഗീയമായത്, യേശുക്രിസ്തുവിന്റെ സ്വഭാവം നമ്മൾ കാണുമ്പോൾ, കേൾക്കുമ്പോൾ അത് നമ്മൾ അതിനകത്ത് ചാടി വീഴുക. എന്തുകൊണ്ടാണ്? നമ്മുടെ മൈൻഡ് അതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുകയാണ്. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇനിയും കൂട്ടുകാരൊക്കെ അതും ഇതും എല്ലാം കൂടെ പറഞ്ഞാൽ അത് അങ്ങനെയാണെന്നറിയാം, അതിങ്ങനെയാണ്, അതിന്ന രസമാണെന്നറിയാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നും പുറകെ പോകാൻ നമ്മൾ മൈൻഡ് ചെയ്യരുതെന്ന് തന്നെ ചിലപ്പോൾ പറയുന്നത് തന്നെ. അല്ലേ, നമ്മുടെ വാക്ക് തന്നെ, മലയാളം വാക്ക് തന്നെ എങ്ങനെ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയത്തില്ല. മൈൻഡ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് അതിനകത്ത് പോകരുതെന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ സ്വർഗീയമായ എന്ത് കാര്യം കാണുമ്പോഴും ചാടി വീഴണം. ഹല്ലേലൂയ. അങ്ങനെ മൈൻഡ് സെറ്റ് ചെയ്ത് നമുക്ക് ജീവിക്കാനായിട്ട് കഴിയണം. ഓക്കെ, നമ്മുടെ സെഷനിലേക്ക് നമുക്ക് മടങ്ങി വരാനായിട്ട് പരിശ്രമിക്കാം. അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ ഓർക്കേണ്ടതായ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. 1-ാം അധ്യായത്തിൽ തന്നെ കർത്താവ് പറഞ്ഞു നിങ്ങളുടെ എംഫസിസ് മാറണം. പിന്നീട് പറഞ്ഞു പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. അങ്ങനെ അവര് പ്രാർത്ഥനയിൽ ഉറ്റിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിച്ചു. ചുറ്റുമുള്ളവരെ ഒരു ഇടിമുഴക്കം മാത്രമേ കേട്ടുള്ളൂ. പക്ഷെ അവരകത്ത് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരോരുത്തരും ഈ ഗലീലക്കാരായ ആളുകൾ മറ്റുള്ളവരുടെ ഭാഷകൾ സംസാരിക്കുന്നത് കേട്ടു. ഇതെന്താണെന്ന് അവരിങ്ങനെ ചോദിച്ചു. ചിലർ പറഞ്ഞു ഇവർ കള്ളു കുടിച്ചാണെന്ന് പറഞ്ഞു. പത്രോസ് എഴുന്നേറ്റ് നിന്നിട്ട് ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, ഇവർ കള്ളു കുടിച്ചവരൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, പത്രോസിന്റെ ആ പ്രസംഗം ഇന്നും നമ്മൾ ഫോളോ ചെയ്യേണ്ടതായ പ്രസംഗമാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? 1 മിനിറ്റ് കൊണ്ട് ലോജിക്കലായിട്ട് പറഞ്ഞു ഇവർ കള്ളു കുടിച്ചവരല്ല. കാര്യം രാവിലെ 9 മണി മാത്രമേ ആയിട്ടുള്ളൂ. അത് തന്നെയല്ല നിങ്ങൾ പറയുന്നത് പോലെ. പിന്നെ ഉടനെ തന്നെ ആ എക്സ്പീരിയൻസിനെ അവരെന്ത് ചെയ്യുകയാണ്? സ്ക്രിപ്ചറിന്റെ അടിസ്ഥാനത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അതാണ് വാസ്തവത്തിൽ നമുക്ക് ആവശ്യം. നമ്മുടെ അനുഭവങ്ങളെ ലോജിക്കലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും നമുക്ക് ചിലപ്പം പറ്റില്ലെന്ന് തന്നെയല്ല പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാകത്തില്ല. ഇപ്പൊ എനിക്കുണ്ടായ ആത്മീക അനുഭവങ്ങൾ നീ അതൊന്ന് വിശദമായിട്ടൊന്ന് പറഞ്ഞ് ഇത് എങ്ങനെയാ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ആത്മീക അനുഭവമാണ്. അത് സാധാരണക്കാരായ ആളുകൾക്ക് പറഞ്ഞു കൊടുത്താൽ, ആത്മാവിന്റെ കണ്ണുകൾ തുറന്നിട്ടില്ലാത്തവർക്ക് ഇത് പറഞ്ഞു കൊടുത്താലും മനസ്സിലാകത്തില്ല. കാര്യം ഇതൊരു ലോജിക്കൽ എക്സ്പീരിയൻസ്, ലോജിക്കൽ കാര്യമല്ല, ലോജിക്കിനപ്പുറത്താണ്. ആത്മീയത എന്ന് പറയുന്നത് എപ്പോഴും യുക്തിക്ക് വിരുദ്ധമല്ല, പക്ഷെ യുക്തിക്ക് അതീതമാണ്. ഇറ്റ് ട്രാൻസെൻസ് ഓൾ റാഷണാലിറ്റി. ഇറ്റ് ഈസ് നോട്ട് അഗൻസ്റ്റ് റാഷണാലിറ്റി, ബട്ട് ഇറ്റ് ട്രാൻസെൻസ് റാഷണാലിറ്റി. അപ്പൊ അതുകൊണ്ട് നമ്മുടെ അനുഭവങ്ങളെല്ലാം യുക്തിപരമായി വിശദീകരിച്ചു കൊടുക്കാനൊന്നും നമുക്ക് പലപ്പോഴും കഴിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പറഞ്ഞു നോക്കാം. അപ്പം പത്രോസ് ആകെ ഇത്രേ പറഞ്ഞുള്ളൂ. എന്താ ഇവര് കള്ളു കുടിച്ചൊന്നും അല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 9 മണി മാത്രമേ ആയിട്ടുള്ളൂ. പിന്നെ ഒട്ടനെ തന്നെ എങ്ങോട്ട് കയറുകയാണ്? നീ സ്ക്രിപ്ചർ നോക്ക്, യോവേലിന്റെ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്ക്. അപ്പോൾ വാട്ട് ഈസ് ദ പ്രീച്ചിങ് ഓഫ് ദ ചർച്ച്? അത് ഇന്നും അത് തന്നെ ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ പാരമ്പര്യം 4-ാം നൂറ്റാണ്ടിലെ പാരമ്പര്യമോ 9-ാം നൂറ്റാണ്ടിലെ പാരമ്പര്യമോ 16-ാം നൂറ്റാണ്ടിലെ പാരമ്പര്യമോ ഒന്നും അല്ല നമുക്കുള്ളത്. നമുക്കുള്ള പാരമ്പര്യം 1-ാം നൂറ്റാണ്ടിലെ ആദ്യ സഭയുടെ ആദ്യ അനുഭവങ്ങളാണ്. ആദ്യ സഭയുടെ പ്രസംഗം എന്തായിരുന്നു? they were expressing or they were explaining the experience in the light of scripture. നമുക്കും അതേ ഉള്ളൂ, അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഒന്നും നമുക്ക് ചെയ്യാനായിട്ട് കഴിയില്ല. അത് വിശദമാക്കിയിട്ട് all on a sudden he is explaining Jesus, or he is preaching about Jesus in the history. അത് കഴിഞ്ഞിട്ട് ആ യേശു ക്രിസ്തുവിന്റെ ക്രൂശിക്കപ്പെട്ടവനായ യേശു, ഉയർത്തെഴുന്നേറ്റ യേശു, ആ ഉയർത്തെഴുന്നേറ്റവനായ അല്ലെങ്കിൽ അവന്റെ ക്രൂശിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് യുവർ സിൻ ദാറ്റ് ഹി വാസ് ക്രൂസിഫൈഡ്. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് നിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തു. അതില്ലാത്ത ഒരു പ്രസംഗവും സുവിശേഷ പ്രസംഗമല്ല. ആദ്യ സഭയുടെ ആദ്യത്തെ സന്ദേശം തന്നെ യേശു ക്രിസ്തു നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. അത് പറഞ്ഞപ്പോൾ, യഥാർത്ഥ സുവിശേഷം പറഞ്ഞപ്പോൾ അവൾ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അത് കൊള്ളണം. കാര്യം മനുഷ്യൻ പാപിയാണെന്ന് പ്രസംഗിക്കാതെ ആർക്കും കുത്തുകൊള്ളത്തില്ല. അപ്പോൾ അവർ ചോദിച്ചു ഞങ്ങൾ എന്ത് ചെയ്യണം? എന്ത് കിട്ടുമെന്നല്ല ചോദിച്ചത്, എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഉടനെ
പത്രോസ് പറയുന്നത്, നിങ്ങളങ്ങനെ പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അതെല്ലാം ഓൾറെഡി കർത്താവ് ചെയ്തു കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ പോകുമോ, എല്ലാം നടന്നു കഴിഞ്ഞു എന്നൊന്നും അല്ല പറയുന്നത്. ടെറ്റലസ്റ്റായി, അത് സംഭവിച്ചു കഴിഞ്ഞു, ഓൾ ഈസ് ഡൺ എന്നൊന്നുമല്ല. നിങ്ങൾക്ക് ചെയ്യാനും പല കാര്യങ്ങളുണ്ട്. ഞാനിത് ഇടയ്ക്ക് കാര്യങ്ങളൊക്കെ കയറി പറയുന്നത് ദുരുപദേശങ്ങളുടെ ഒരു കൂമ്പാരമാണല്ലോ നമ്മുടെ ചുറ്റുമുള്ളത്. അതുകൊണ്ട് പറയുന്നു, യു നീഡ് ടു ഡു നത്തിങ്. യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ 2000 വർഷം മുമ്പ് മരിച്ചപ്പോൾ എല്ലാവരുടെ പാപങ്ങളും ഓൾറെഡി മോഹിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് എല്ലാവരും സ്വർഗത്തിലാണെന്ന് പഠിപ്പിക്കുന്നവർ വരെ ഇന്ന് ഉണ്ട്. അത് വാസ്തവത്തിൽ ഇതൊക്കെയാണ് ദുരുപദേശം എന്ന് പറയുന്നത്. എന്നാൽ ഉടനെ തന്നെ പത്രോസ് പറഞ്ഞു, യു ഹാവ് സംതിങ് ടു ഡു ഫ്രം യുവർ പാർട്ട്. യു നീഡ് ടു നോ ദാറ്റ് യു ആർ എ സിന്നർ. യു നീഡ് ടു കൺഫസ് യുവർ സിൻ. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി, നിങ്ങൾ മാനസാന്തരപ്പെട്ട പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഒറ്റ വാക്യത്തിൽ തന്നെ മുഴുവൻ സുവിശേഷത്തിന്റെയും സത്ത അവിടെ വിശദമാക്കി കൊടുത്തപ്പോൾ അത് കഴിഞ്ഞ ഉടനെ തന്നെ അവര് ചോദിക്കുകയല്ലേ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ നിങ്ങൾ സ്നാനമേൽക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർത്തോണം. സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ, അതുകൊണ്ട് സ്നാനപ്പെട്ടവർ ഓർക്കണം, എന്ത് ചെയ്യണം, ഈ വക്രതയും കോട്ടമുള്ള തലമുറയിൽ നിന്ന് വേർപെട്ടോണം. വേർപാട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വേർപെടാൻ മനസ്സില്ലാത്തവൻ പോയി മുങ്ങിയിട്ട് കാര്യമൊന്നുമില്ല. വേർപാട് വളരെ, അതായത് വൺ ഓഫ് ദ ബേസിക് ഡോക്ട്രിൻസ് ഓഫ് ദി ഫസ്റ്റ് സെഞ്ചുറി ചർച്ച്. ദാറ്റ് വാസ് ദ ഫസ്റ്റ് മെസ്സേജ് ഫോർ ദ പീപ്പിൾ ഹു കെയിം ഫോർവേഡ് ഹിയറിംഗ് ദ ഗാസ്പൽ. ഓൾ ആദ്യത്തെ വിശ്വാസികൾക്കുള്ള ആദ്യത്തെ ദൂതാണ് എന്ത്? വേർപാട്. ഇന്നിപ്പോൾ ആൾക്കാർ അതിനെക്കുറിച്ച് പറയത്തില്ല, ഇല്ലേ? ഈ വക്രതയും കോട്ടമുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് സേവ് യുവർ സെൽഫ് എന്നാണ് എഴുതിയിരിക്കുന്നത്. നീ തന്നെ ആ വേർപാടിന്റെ കാര്യത്തിൽ നീ ഒരു തീരുമാനം എടുക്കണം. ദൈവം വേർപെടുത്തുമെന്നല്ല, നീ തീരുമാനം എടുക്കണം. അതുകൊണ്ടാണ് യശയ്യാപ്രവചനത്തിൽ പറയുന്നത്, വിട്ടുപോരുക എന്നുള്ളത് ആളുടെ ചുമതലയാ, നമ്മുടെ ചുമതലയാ വിട്ടുപോരുക എന്ന് പറയുന്നത്. അപ്പൊ വേർപാടിന്റെ തീരുമാനം എടുക്കുന്നത് ആരാണ്? വ്യക്തികളാണ്. അല്ലാതെ കർത്താവ് നമ്മളെ വേർതിരിക്കുകയല്ല. വേർതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അവൻ നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായി കാൽവറി ക്രൂശിൽ മരിച്ച് നമ്മുടെ പാപങ്ങളെ മോചിച്ച് അനുതപിക്കുന്ന ആരെയും, സകല ജലത്തിന്മേലും എന്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സകല ജലത്തിന്മേലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിയെ പോകുന്നവർക്കെല്ലാം ഒന്നല്ല, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരൊക്കെയും രക്ഷിക്കപ്പെടും. അവർക്കാണ് ആത്മാവിനെ നൽകുന്നത്. അങ്ങനെ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച് അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റ് കഴിഞ്ഞപ്പോൾ അവര് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ഇതൊക്കെ 1-ാം നൂറ്റാണ്ടിന്റെ പാരമ്പര്യമാണ്. ഇതൊക്കെ ഇന്നുണ്ടാക്കിയതല്ല. ഈ 1-ാം നൂറ്റാണ്ടിലെ ആദ്യ സഭയുടെ ആദ്യ ദിനങ്ങളിൽ തന്നെ അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിനാണ്, പാട്ടിന് പോലും അല്ല. ഇന്ന് മിക്ക സഭകളിലും, ഞാൻ ആഫ്രിക്കയിലെ കാര്യം പറയുമ്പോൾ പറയും, 4 മണിക്കൂർ സഭായം ഉണ്ടെങ്കിൽ 3.25 മണിക്കൂർ പാട്ട്, 15 മിനിറ്റ് സ്വോത്ര കാഴ്ച, അത് കഴിയുമ്പോൾ എല്ലാവരും പിടിഞ്ഞു പോകും. അപ്പോസ്തലന്മാരുടെ പാരമ്പര്യം എന്താണ്? അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും. അതാണ് 1-ാം നൂറ്റാണ്ടിലെ 1-ാം സഭയുടെ പാരമ്പര്യം. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചു. അത്യാവശ്യമാണ്. അല്ലാതെ ഇന്നത്തെ എല്ലാം ഈ ന്യൂ ജനറേഷൻ എന്നൊക്കെ പറയുന്ന സഭകളൊക്കെ ഉണ്ടല്ലോ. ഒരു കൊച്ചിനോട് ചോദിച്ചു, വൈ യു ആർ ഗോയിങ് ടു ദാറ്റ് ചർച്ച്? ബിക്കോസ് ദ സർവീസ് ഈസ് ഷോർട്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ വേറെ ചോദ്യമില്ല, പറച്ചിലില്ല, ഒന്നുമില്ല. നീ വരിക, പാട്ട് പാടുക, പൊക്കോ. കൂട്ടായ്മ, അത് ഞങ്ങൾ അത് കഴിഞ്ഞിട്ടൊരു KFC കഴിക്കും. KFC കഴിക്കുന്നതല്ല കൂട്ടായ്മ എന്ന് പറയുന്നത്. കൂട്ടായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേദപുസ്തക പ്രകാരം കൂട്ടായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരീരത്തിന്റെ അവയവങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. ഞാൻ ആഫ്രിക്കയിലല്ല എവിടെയാണെങ്കിലും പറയാൻ പറ്റുന്ന ഉദാഹരണം, എന്റെ കയ്യിൽ ഒരു കൊതുക് വന്നു കഴിഞ്ഞാൽ ആ കൊതുകിനെ കൊല്ലാൻ ഞാനൊരു ഭിത്തിയെ കൊണ്ട് ഇടിക്കുമെന്നും അല്ലാണോ? എന്റെ കയ്യിലൊരു കൊതുക് വന്ന ഉടനെ തന്നെ ഞാൻ ഓടി ഭിത്തിയിലോട്ട് ഒറ്റ ഇടിയാണോ? അല്ലല്ലോ. എന്റെ മറ്റേ കൈ ഉടനെ തന്നെ ആ കൊതുകിനെ കൊല്ലും. അതാണ് കൂട്ടായ്മ. അത് മറ്റേ കയ്യിലല്ലേ, എന്റെ കയ്യിലല്ലല്ലോ കൊതുകിരിക്കുന്നതെന്ന് ഇപ്പോഴത്തെ കയ്യ് പറയത്തില്ല. കൂട്ടായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അവയവങ്ങളും ഒരുമിച്ച് ഒരേ രീതിയിൽ, ഒരു സ്പിരിറ്റിൽ, ഒരേ ആത്മാവിൽ പോകുന്നതാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. കാര്യം അതിന്റെ എല്ലാം ആത്യന്തികമായി അവർ ആ ദൈവ സാന്നിധ്യവും ദൈവ സംസർഗവും അനുഭവിച്ചുകൊണ്ടിരുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നീട് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ കണ്ടു പത്രോസ് ആദ്യത്തെ 2-ാമത്തെ അധ്യായത്തിൽ പത്രോസ് ഒരു പ്രസംഗിച്ച് 2-ാമത്തെ അധ്യായത്തിൽ ഒരു രോഗസൗഖ്യം ഉണ്ടായി, മുടന്തൻ സൗഖ്യമായി. അത് കഴിഞ്ഞപ്പോഴും പ്രസംഗമാണ്. പ്രസംഗത്തിനകത്ത് യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത പ്രസംഗമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. അതാണ് അപ്പോസ്തോലിക സഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത. എന്താണെന്നറിയാമോ? ഒരു കോംപ്രമൈസും ഇല്ലാത്തതായ പ്രസംഗമായിരിക്കും. ആ
അതായത് സിംക്രട്ടിസം ഒന്നുമില്ല. എന്താ അവിടെ ഉണ്ടാകുന്ന പ്രത്യേകത? അവിടെ പറയുന്ന കാര്യം എന്താണ്? അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിലും നമ്മളതിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പത്രോസിന് പ്രസംഗിക്കാനൊരു അവസരം കിട്ടിയപ്പോഴത്തേക്ക് പത്രോസ് അതെല്ലാം പറഞ്ഞിട്ട് ഒടുവിൽ 19-ാമത്തെ വാക്യത്തിൽ, ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ, എന്നാൽ കർത്താവിന്റെ സമ്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ. പാപത്തെക്കുറിച്ച്, രോഗസൗഖ്യമാണ് കിട്ടിയതെങ്കിലും പറഞ്ഞതെല്ലാം എന്താണ്? പാപത്തെക്കുറിച്ചാണ്. എന്നിട്ട് അടുത്ത അധ്യായം വന്നപ്പോഴത്തേക്ക് നമ്മൾ കാണുന്നത് 4-ാമത്തെ അധ്യായത്തിൽ പേഴ്സിക്യൂഷനാണ്. പേഴ്സിക്യൂഷൻ ഉണ്ടായപ്പോൾ ഒന്ന് മയപ്പെടുത്തുണ്ടായോ സന്ദേശമെന്ന് ചോദിച്ചാൽ അന്നേരം ഇത് മയപ്പെടുത്തുകയല്ല, ഇത് പിന്നെ അങ്ങ് കൂടിയെന്ന്. പേഴ്സിക്യൂഷൻ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് 12-ാം അധ്യായത്തിൽ പുരോഹിതന്മാരുടെ മുഖത്ത് നോക്കി പറയണം, മറ്റൊരുത്തനിലും രക്ഷയില്ല. അതാണ് ആദിമസഭയുടെ സന്ദേശം. എല്ലാം ഒന്നാണെന്ന് പറയുന്നതല്ല ആദിമസഭയുടെ സന്ദേശം. എന്താണ്? എക്സ്ക്ലൂസിവിസമാണ് 1-ാം സഭയുടെ സന്ദേശം. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. എന്നാൽ അടുത്ത അധ്യായത്തിലേക്ക് കയറുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ സഭയിലും പ്രശ്നമുണ്ട്, ഇൻക്ലൂഡിങ് ആത്മനിയന്ത്രിതമായ സഭയിലും അനന്യാസും സഫീറയും ഒക്കെ ഉണ്ടാകും. പക്ഷേ ആ അനന്യാസും സഫീറയും ഉണ്ടായ ആ ഒരു കാല അളവ് നമ്മൾ നോക്കുമ്പോൾ അതിനുശേഷം നമ്മൾ കാണുന്നതെന്നറിയാമോ? അങ്ങനെ സഭയിലൊരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് ചിലപ്പോൾ ആളുകൾ പറയും, ബ്രദറെ നമ്മുടെ സഭയിൽ തന്നെ ചില പ്രശ്നങ്ങളുണ്ട്, ഇനിയിപ്പോൾ നമുക്ക് സുവിശേഷം അറിയിക്കാനൊന്നും കഴിയത്തില്ലെന്ന്. അങ്ങനല്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അത് അവർ കൈകാര്യം ചെയ്തു, പരിശുദ്ധാത്മാവ് അവരുടെ കൂടെ നിന്നു. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതങ്ങോട്ട് കഴിഞ്ഞ ഉടനെ തന്നെ 10-ാം അധ്യായത്തിൽ സഫീറെ അങ്ങോട്ട് മരിച്ച് അടക്കിയ സമയത്ത് തന്നെ സർവ്വസഭയ്ക്ക് ഇത് കേട്ടവർക്കെല്ലാം മഹാഭയം ഉണ്ടായി. അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനത്തിന്റെ ഇടയിൽ വലിയ അടയാളങ്ങളും അത്ഭുതം നടന്നു. അവരെല്ലാവരും ഏക മനസ്സുള്ള ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു. അവിടെ അവരെന്താണ്? അവർ പിന്നെ ശുശ്രൂഷ പിന്നെയും നടത്തുകയാണ്, അല്ലാതെ ശുശ്രൂഷയിൽ നിന്ന് അവര് മാറി നിൽക്കുകയല്ല. പിന്നീട് നമ്മൾ കാണുന്നത് കൂടുതൽ ശുശ്രൂഷ. പക്ഷെ കൂടുതൽ ശുശ്രൂഷ വന്നപ്പോൾ കൂടുതൽ പീഡനം. ശുശ്രൂഷ ഇല്ലെങ്കിൽ ഒരു പീഡനം ഉണ്ടാകത്തില്ല. നമ്മൾ ചിലപ്പോൾ പറയും, ബ്രദറെ നമ്മൾ അങ്ങനെ വലിയ നമുക്ക് കൂടി വന്ന് ആരാധിച്ച്, അല്ലേ? ചിലരുടെ ചിന്ത അതാണ് ക്രിസ്തീയത എന്നുള്ളതാണ്. ക്രിസ്തീയതയിൽ ആരാധന ഒരു കാരണവശാലും വില കുറച്ച് കാണിക്കാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷേ ആരാധിക്കാൻ വേണ്ടി മാത്രമല്ല ദൈവം നമ്മളെ ഭൂമിയിലാക്കിയിരിക്കും. നമ്മൾ ആലോചിക്കണം. ചിലപ്പോൾ ഞാൻ ആളുകളോട് ചോദിക്കും, എന്തിനു വേണ്ടിയാണ്? ആളുകളോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നമുക്ക് ഏറ്റവും പറ്റിയ സ്ഥലം ഏതാ? സ്വർഗമാ? അതിന് വല്ല സംശയമുണ്ടോ? ഭൂമിയൊന്നുമല്ല നമുക്ക് പറ്റിയ സ്ഥലം. നമുക്ക് ഏറ്റവും പറ്റിയ സ്ഥലം ഏതാ? സ്വർഗമാ. എന്നിട്ട് ഈ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് ഞാൻ ചിലപ്പം ആലോചിക്കാറുണ്ട്, ഈ രക്ഷിക്കപ്പെട്ട് അന്ന് തന്നെ വല്ല കാറ് പിടിച്ചങ്ങ് മരിച്ചായിരുന്നെങ്കിൽ ഉറപ്പായിരുന്നില്ല അങ്ങ് സ്വർഗത്തിൽ പോകുമെന്ന്. പിറ്റേ ദിവസമാണെങ്കിൽ നമുക്ക് അത്രയും പറയാൻ പറ്റത്തില്ല. എന്നാലും രക്ഷിക്കപ്പെട്ട അന്ന് തന്നെ അങ്ങ് വല്ല കാറ് പിടിച്ച് സ്വർഗത്തിൽ പോയായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു. എന്നിട്ടും എന്തിനാ ദൈവം നേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാതെ ഇവിടെ തന്നെ ആക്കിയിരിക്കുന്നത്? അപ്പൊ പലർക്കും പല ഉത്തരവുണ്ട്. അത് ബ്രദറെ, നമ്മളെ കർത്താവ് ആരാധിക്കുവാൻ വേണ്ടി ഇവിടെ ആക്കിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ആരാധിക്കാനാണെങ്കിൽ ഇത്രയും നല്ല, ഇതിനേക്കാളും നന്നായിട്ട് എവിടെ ആരാധിക്കാം? സ്വർഗത്തിൽ ആരാധിക്കാം. പിന്നെ എന്തിനാ ഇവിടെ കൊണ്ടാക്കിയിരിക്കുന്നത്? ഇല്ലേ? നമ്മൾ പാട്ടുകളെ പാടി, പാട്ട് അവിടെ മുഴുവൻ പാട്ടല്ലേ? നമ്മളെന്താ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാതെ പിന്നെ ഇവിടെ തന്നെ ആക്കിയിരിക്കുന്നത്? There are something that you cannot do in heaven, but you can do here. സ്വർഗത്തിൽ ചെയ്യാൻ കഴിയാത്തതും ഭൂമിയിൽ ചെയ്യാൻ കഴിയുന്നതുമായ ചില കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയാമോ? സ്വർഗത്തിൽ ചെന്നിട്ട് നിങ്ങൾക്ക് ഒരു ട്രാക്ട് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. സ്വർഗത്തിൽ ആർക്കും ട്രാക്ട് കൊടുക്കാൻ പറ്റിയല്ല. സ്വർഗത്തിൽ പ്രസംഗം പോലും ഇല്ല. സ്വർഗത്തിൽ ആരോട് സുവിശേഷം പറയേണ്ട കാര്യം ഇല്ല. സ്വർഗത്തിൽ രോഗികളെ സന്ദർശിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. സ്വർഗത്തിൽ പോയി രോഗികളെ സന്ദർശിക്കാൻ പറ്റത്തില്ല. സ്വർഗത്തിൽ ചെന്നിട്ട് പാവങ്ങളെ സഹായിക്കാൻ പറ്റുമോ? ഇതൊന്നും സ്വർഗത്തിൽ ചെന്നാൽ പറ്റത്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ നമുക്ക് സ്വർഗത്തിൽ ചെന്നാൽ പിന്നെ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങൾ ഇപ്പൊ ചെയ്യാൻ കർത്താവ് ഉദ്ദേശിക്കുന്നുണ്ട്. ഇവിടെ ട്രാക്ട് കൊടുക്കണം, ഇവിടെ സുവിശേഷം പറയണം, ഇവിടെ ആളുകളെ കർത്താവിലേക്ക് നയിക്കണം, കർത്താവിന്റെ സാക്ഷിയാകണം. ഇവിടെ നമുക്ക് രോഗികളുടെ അടുത്ത് ചെല്ലണം, അവരെ സന്ദർശിക്കണം, തടവിലുള്ളവരുടെ അടുത്ത് നമ്മൾ പോയി അവരെ കാണണം, അവരോട് സുവിശേഷം അറിയിക്കണം. അപ്പോൾ സ്വർഗത്തിൽ ചെന്ന് നമുക്ക് ചെയ്യാൻ കഴിയാത്തതും ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതുമായ ചില കാര്യങ്ങളുണ്ട്. അത് ചെയ്തോണം ഇവിടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വെറുതെ ആരാധിച്ച് മാത്രം ഇരുന്നാൽ പോരാ. സഭയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വത്തിൽ ഒന്നാണ് സുവിശേഷം അറിയിക്കുക എന്ന് പറയുന്നത്. ആദിമസഭയുടെ ആദ്യ ദിനങ്ങളിൽ തന്നെ അവരാദ്യം ഒരുമിച്ച് കൂടിയിരുന്ന് ആരാധിച്ചു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. പക്ഷേ അന്ന് തൊട്ട് അവർ പ്രഘോഷണം ഇല്ലാതെയാക്കിയില്ല. അന്ന് തൊട്ടേ പ്രഘോഷണം തുടങ്ങി. ആദ്യം 3000 പേര് വന്നു. പീഡനം ഉണ്ടായി കഴിഞ്ഞപ്പോൾ നമ്മളവിടെ വായിക്കുന്നതെന്നറിയാമോ? പീഡനം വന്നപ്പോൾ അൺകോംപ്രമൈസിംഗ് ആയിട്ട് അവര് പിന്നെയും പ്രസംഗിക്കാൻ തുടങ്ങിയെന്നാണ് നമ്മൾ കാണുന്നത്.
അവര് പ്രസംഗിച്ച്, ഞാൻ ആ ഭാഗങ്ങളിലേക്ക് എപ്പോഴും കടക്കുന്നില്ല, ഒടുവിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് വിശ്വസിച്ചവരുടെ എണ്ണം 5000-ഓളം ആയിരുന്നു. നേരത്തെ 3000 ആയിരുന്നു, പിന്നെ 5000 ആയി. അപ്പൊ പീഡനം എന്ത് ചെയ്തിട്ടില്ല? സഭയെ തകർത്ത് കളഞ്ഞില്ല. അവര് അൺകോംപ്രമൈസിംഗ് ആയിട്ട് പിന്നെയും പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പൊ അവരെ പിന്നെയും പീഡിപ്പിക്കാൻ തുടങ്ങി. അവരെ കൊന്നുകളയണമെന്നൊക്കെ പറഞ്ഞു കളഞ്ഞു. അവരെ ഒടുക്കിക്കളയാൻ ആഗ്രഹിച്ചു. അന്നേരം അവരുടെ ഇടയിൽ നിന്ന് തന്നെ ഒരാളെ ദൈവം എഴുന്നേൽപ്പിച്ചു. അതാണ് ഗമാലിയേൽ. അങ്ങനെ ഗമാലിയേൽ അവർക്ക് വേണ്ടി നിന്ന്, അതാ ഞാൻ പറഞ്ഞത്, സുവിശേഷ വിരോധികൾ കൊല്ലാൻ വന്നാലും ചിലപ്പം സുവിശേഷ വിരോധികളുടെ ഇടയ്ക്ക് നിന്ന് ഒരാളെ ദൈവം എഴുന്നേൽപ്പിക്കും. നിങ്ങൾ ദൈവം നിശ്ചയിച്ച സമയത്തല്ലാതെ നിങ്ങൾക്കൊന്നും സംഭവിക്കത്തില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ തല്ലാനും കൊല്ലാനും ഒന്നും ദൈവം അറിയാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ലോകം മുഴുവൻ നമുക്കെതിരായിട്ട് ഇളകി മറിഞ്ഞു വന്നാലും ദൈവം സഹായിക്കാതെ, ദൈവം അനുവദിക്കാതെ അവർ നമ്മളെ തൊടത്തില്ല. ഇനി ദൈവം അനുവദിച്ചാൽ വലിയ ലോകമൊന്നും ഇളകി വരണ്ട. ഇപ്പം എന്നോട് നമ്മുടെ ഗ്രഹാം സ്റ്റെയിൻസ് മരിച്ച സമയത്ത് ഞാൻ ഒറീസയ്ക്ക് പോകുന്നുണ്ടായിരുന്നു, മരിച്ചു കഴിഞ്ഞപ്പോൾ. അപ്പം അന്ന് എന്നോട് എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞു, സാജു ഇപ്രാവശ്യം പോകുമ്പം ഒറീസയ്ക്ക് പോകുന്നുണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ട്. അയ്യോ ഇപ്പോൾ പോകണോ? ഞാൻ ചോദിച്ചു അതെന്ത് പറ്റി? അല്ല അവിടെ പ്രശ്നങ്ങളൊക്കെ ആയിട്ടിരിക്കുകയല്ലേ. ഞാൻ പറഞ്ഞു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ ബുദ്ധിയോടെ ഇടപെടണ്ടേ ബ്രദറെ, നമ്മൾ ബുദ്ധിയോടെ ഇടപെടണ്ടേ. ഞാൻ പറഞ്ഞു ബുദ്ധിയോടെ ഇടപെടണം വേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ ഇപ്പോഴത്തെ ആ പോക്കങ്ങ് ഒഴിവാക്കുന്നതല്ലേ, നമ്മൾ ജീവൻ തന്നെ അപകടത്തിലാണ്. ഞാൻ പറഞ്ഞു ഇപ്പൊ ജീവൻ അപകടത്തിലാകാൻ ഒറീസായി പോകണം നിർബന്ധമൊന്നുമില്ല. വീട്ടിൽ ഇരുന്നാലും ഇടി വെട്ടി വേണമെങ്കിലും ചാകും. ഏതാണെങ്കിലും ഇടി വെട്ടി ചാകുന്നതിനേക്കാളും നല്ലതാ അവിടെ പോയി കർത്താവിന് വേണ്ടി മരിക്കുന്നത്, ഇല്ലേ? അപ്പോൾ ഈ ജീവനൊന്നും ഈ സുവിശേഷം പറഞ്ഞു, ചിലപ്പോൾ ആളുകൾ പറയും ബ്രദറെ അവിടെ പോയ അപകടമാണ്, ഇവിടെ പോയ അപകടമാണ്. ഞാൻ പോയ മിക്ക സ്ഥലങ്ങളും അപകടമുള്ള സ്ഥലങ്ങളാണ്, അല്ലേ? ഞാൻ പോകുന്ന പല സ്ഥലങ്ങളും ഇപ്പൊ പോകുന്നതും തിരിച്ചു വരാമെന്നുള്ള വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ പോകുന്ന ഒത്തിരി സ്ഥലങ്ങൾ ഞാൻ ഇപ്പോഴും പോകുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം എന്നെ ഒരു ശുശ്രൂഷ പരമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സുവിശേഷ വിരോധിക്കും എന്നെ തൊടാൻ പറ്റത്തില്ല, ഒരു രോഗത്തിനും എന്നെ കൊല്ലാൻ പറ്റില്ല. ഇനി ഞാൻ മരിക്കുമ്പോൾ മരിച്ചോട്ടെ, എനിക്ക് അതിനകത്ത് പ്രയാസമൊന്നുമില്ല, ദാറ്റ് ഈസ് സംതിങ് ഡിഫറെന്റ്. ഇനി ഞാനങ്ങ് സൂക്ഷിച്ച് ഒന്നൊരു ഇടപെടാതെ ഇങ്ങോട്ട് മാറി നിന്ന് എന്താ ഞാൻ എന്നെ ജീവിക്കാൻ പോകുന്നു? എനിക്ക് ആഫ്രിക്ക വെച്ചൊക്കെ ഒത്തിരി അസുഖങ്ങളും മറ്റുള്ള കാര്യങ്ങളും മരണകരമായ അസുഖങ്ങളിലൂടെ ഞാൻ പെട്ടുപോയിട്ടുണ്ട്. അതിപ്പോൾ അവിടെ ഉണ്ടായാലേ പറ്റുമെന്ന് വല്ലതും ഉണ്ട്. ഇവിടെ ഉള്ള ആരും എന്നെ ചാകാതിരിക്കുകയാണോ, അസുഖം വരാതിരിക്കുകയാണോ? എറണാകുളത്ത് ഇത്രയും ആശുപത്രികളുടെ ഇടയ്ക്ക് കളന്ന് എത്രണ്ണം ചാകുന്നു. അപ്പം ഞാൻ ചെന്ന പല സ്ഥലങ്ങളിലും ആശുപത്രിയില്ല, മരുന്നില്ല, ഫാർമസിയില്ല. എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു പെയിൻ കില്ലറിന് വേണ്ടി ഞാൻ കൊതിച്ചിട്ടുണ്ട്. ബാക്കിയൊന്നും വേണ്ട, മരിക്കുന്നതൊക്കെ പോട്ടെ, ഒരു പെയിൻ കില്ലർ അതുപോലെ ഞാൻ വേദന അനുഭവിച്ചിട്ടുണ്ട്. ഒരു പെയിൻ കില്ലർ, ഇവിടെങ്ങാണ് ഒരു പെയിൻ കില്ലർ കിട്ടുമെന്ന് ചോദിച്ചപ്പം പൗളവേകാസ് പറഞ്ഞത് ഇവിടെ ആകപ്പാടെ കിട്ടുന്ന മരുന്ന് ഈ ഓതി കൊടുക്കുന്ന മന്ത്രവാദിയുടെ മരുന്ന്, അതാ അവിടെ ആകപ്പാടെ കിട്ടുന്നത്. ഞാൻ 150 കിലോമീറ്റർ വനത്തിനകത്താണ്. ഒരു പെയിൻ കില്ലർ അതുപോലും ഇല്ലാത്ത സ്ഥലത്തൂടെ ഞാൻ പോയിട്ടുണ്ട്. അതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് ഇതെല്ലാം ഉള്ള സ്ഥലത്ത് നിന്നാലും മരിക്കണമെങ്കിൽ മരിക്കും, അല്ലേ? അതിനകത്ത് യാതൊരു കാര്യമില്ല. ഒന്നിൽ അവിടെ കിടന്ന് മരിക്കല്ലേ, ഇവിടെ കിടന്ന് മരിക്കും. ഇതൊന്നും വലിയ വിഷയമുള്ള കാര്യമൊന്നും അല്ല. അത് പൗലോസ് പറയുന്ന പോലെ പറയാൻ നമുക്ക് കഴിയണം. എങ്കിലും എന്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. നമ്മൾ പഠിച്ചു അങ്ങോട്ട് പോകാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. അഗബോസ് എന്ന പ്രവാചകൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, പൗലോസിന്റെ അരക്കച്ച എടുത്ത് കെട്ടിട്ട് പറഞ്ഞു, ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യെരുശലേമിൽ ചെല്ലുമ്പോൾ ബന്ധിക്കും. അപ്പൊ എല്ലാവരും പറഞ്ഞു, അയ്യോ പൗലോസേ പോകരുതേ, അവിടെ ചെന്നാ ബന്ധിക്കും. അഗബോസ് ഒരു പ്രവാചകനാണ് എന്ന് തന്നെയല്ല, ഇങ്ങനെ നേരത്തെ ഒരു പ്രവചനം പ്രവചിച്ചു, എന്തുവാ ക്ഷാമം വരുമെന്ന്. അത് നടക്കുകയും ചെയ്തു. അത് ഇപ്പം പ്രവചനം പ്രവചിക്കുകയും ചെയ്ത് നടക്കുകയും ചെയ്തപ്പോൾ അതുകൊണ്ട് പറഞ്ഞു അഗബോസ് പറഞ്ഞാൽ അച്ചട്ട, അതുകൊണ്ട് പൗലോസ് എന്ത് ചെയ്യരുത്, പോകരുത്. പൗലോസ് പറഞ്ഞില്ല അങ്ങനൊന്നും പറ്റത്തൊന്നുമില്ല, എനിക്ക് അവിടെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലെന്നൊന്നും പറഞ്ഞില്ല. പൗലോസ് പറഞ്ഞില്ലെന്നറിയാം, ചിലപ്പോൾ ബന്ധിക്കുമായിരിക്കും. ഞാൻ ബന്ധിക്കാൻ മാത്രമല്ല മരിക്കാനും തയ്യാറായിട്ടാണ് യെരുശലേമിലേക്ക് ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. ഇതാണ് പ്രിയമുള്ളവരെ കർത്താവ് നമുക്ക് തരുന്ന കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അല്ലാതെ ഇപ്പം വന്നങ്ങ് പേടിയാ മനുഷ്യന്, എന്തോ വന്നാലും പേടി. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇപ്പൊ വിശ്വാസികൾ തന്നെ വാട്സാപ്പ് എടുത്തു കഴിഞ്ഞാൽ അയക്കുന്നത് മുഴുവൻ ഹെൽത്ത് ടിപ്സാ. പണ്ടൊക്കെ പ്രൈസ് ദി ലോർഡ് എന്നും നമ്മുടെ കർത്താവ് വരുന്നെന്നൊക്കെ പറഞ്ഞത് മുഴുവൻ ഇപ്പം ഹെൽത്ത് ടിപ്സേ ഉള്ളൂ. എൻ്റെ ദൈവമേ, എവിടുന്നൊക്കെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. വലിയ സുവിശേഷകർ പോലും ഇന്ന് അയച്ചു തരുന്നത് മുഴുവൻ എങ്ങനെ ആരോഗ്യം സൂക്ഷിക്കാം, 90 വയസ്സ് വരെ എങ്ങനെ ജീവിക്കാം. എന്തിനാ ഈ 90 വയസ്സ് വരെ ജീവിക്കുന്നത്? എനിക്കതാ മനസ്സിലാകാത്തത്. കർത്താവ് നമ്മളെ ഫലമേൽപ്പിച്ച
ജീവിതം മാനമര്യാദയ്ക്ക് ജീവിക്കണം എന്ന് അതിനൊന്നും ഞാൻ എതിരൊന്നും പറയുന്നില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ ജീവൻ ആരുടെ കയ്യിലാണ്? കർത്താവിന്റെ കയ്യിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഗമാലിയേൽ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഒടുവിൽ ഇവന്മാരെ എന്ത് ചെയ്യുന്നറിയാം? അടുപ്പിച്ച് പറഞ്ഞു വിട്ടു. ഒരടിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവന്മാരും, ഇതൊക്കെയാണ് ഇവരുടെ ചിന്ത. രണ്ടടി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം പിന്നൊന്നും പറയത്തില്ല എന്നുള്ള ഒരു ചിന്തയാണ്. ഒരു ദൈവദാസനോട് ഒരാളിങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനത് കേട്ടതാ, വിളിച്ചിട്ട് പറഞ്ഞു, ഇനി മേലാൽ ഈ പുസ്തകം കൊണ്ടും ട്രാക്ട് കൊണ്ടൊക്കെ ഇറങ്ങിയാൽ നിന്നെ കൊന്നു കളയുമെന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ചു പറഞ്ഞു, ബ്രദറെ അത് പെട്ടെന്ന് അങ്ങ് ചെയ്യാമോ, ഞാനൊന്ന് നോക്കിയിരിക്കുക, ഒന്ന് കൊന്നു തരാമോ? അപ്പൊ അങ്ങനെ പറയുന്നോ ഇല്ല എന്നുള്ളതല്ല അതിനകത്തെ വിഷയം. പക്ഷെ വേറെ കാര്യമുണ്ട്, പേടിക്കുന്നവന് വേണ്ടി ഉള്ളതല്ല ഇത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇവരുടെ കാര്യം എന്താണ്? നമ്മൾ 5-ാം അധ്യായത്തിന്റെ 41-ാം വാക്യത്തിൽ തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവരെ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി. പിന്നെ അവർ ദിനം പ്രതി ദേവാലയത്തിലും വീടുതോറും വിടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തുവെന്ന് സുവിശേഷിക്കുകയും ചെയ്തു. ഇനി മിണ്ടിപ്പോയേക്കലെന്ന് പറഞ്ഞു വിട്ടതാണ്. പക്ഷേ പിറ്റേ ദിവസം തൊട്ട് നേരത്തെ ആഴ്ചയിലൊരിക്കലായിരുന്നെങ്കിൽ ഡെയിലി ആക്കി. ഇതാണ് ആദിമ സഭയുടെ പാരമ്പര്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അടുത്തത് 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ട കാര്യം നമുക്കറിയാമല്ലോ. അവിടെയും പ്രശ്നങ്ങളുണ്ടായി, പിറുപിറുപ്പുണ്ടായി. പക്ഷേ അപ്പോസ്തലന്മാർ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനത്തെ ചില്ലറ കാര്യങ്ങൾ ഇടപെടാനല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്യും. 2-3 MBA-കാരെയൊക്കെ പിടിക്കാനല്ല പറഞ്ഞത്. MBA കഴിഞ്ഞ പിള്ളേർ, MCOM കഴിഞ്ഞ ആരെങ്കിലും പിള്ളേരുണ്ടെങ്കിൽ അവർ കണക്ക് എഴുതട്ടെ. MBA-കാർ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മാനേജ് ചെയ്തിട്ടൊന്നുമല്ല പറഞ്ഞത്. ആത്മാവും അവിടെ പറയുന്ന കാര്യമാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള ആളുകളെ അത് ഏൽപ്പിക്കുക. അങ്ങനെയാണ് 7 പേരെ അവര് എടുക്കുന്നത്. എന്നാൽ നമ്മൾ അടുത്തതായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ആത്മനിയന്ത്രിത സഭയാണെങ്കിലും അവിടെയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഈ ആത്മനിയന്ത്രിതരായ ആളുകൾ അവരെ ചീട്ടിട്ടല്ല, വോട്ട് എടുത്തൊന്നുമല്ല, അവർ ആ സഹോദരന്മാരെ കണ്ടെത്തി അവരെ കാര്യങ്ങൾ ഫലമേൽപ്പിച്ചു. എന്നിട്ട് അവരെ അപ്പോസ്തലന്മാരുടെ മുമ്പാകെ നിർത്തി പ്രാർത്ഥിച്ചു, കൈവച്ചു. 6-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ഞാൻ പറഞ്ഞു, ദൈവവചനം പരന്നു, ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി, പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. കാരണം മൂപ്പന്മാരായിട്ട് തെരഞ്ഞെടുത്ത, ചർച്ച് എൽഡേഴ്സായിട്ട് തെരഞ്ഞെടുത്ത ആളുകൾ പച്ചക്കറിയുടെ കണക്കെഴുതുക മാത്രമല്ല, സമയം കിട്ടിയപ്പോൾ പുറത്തു പോയി സുവിശേഷം പറഞ്ഞു, പള്ളിയിൽ പോയി സുവിശേഷം പറഞ്ഞു, മഹാപുരോഹിതന്മാരോട് അല്ലെങ്കിൽ പുരോഹിതന്മാരോട് പോലും സുവിശേഷം പറഞ്ഞു. അപ്പോൾ ചിലരുടെ ചിന്ത എന്താണെന്നറിയാമോ? ഭൗതിക കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ദൈവം ചിലരെ ആക്കിയിട്ടുണ്ട്, ആത്മീയ കാര്യങ്ങൾ നോക്കാൻ വേറെ ചിലരെ ദൈവം ആക്കിയിട്ടുണ്ട്. അങ്ങനൊന്നും അല്ല, എല്ലാം ആത്മീയമാണ്. പച്ചക്കറിയുടെ കണക്കെഴുതിയാൽ അതും ആത്മീയ ശുശ്രൂഷയാണ്. അതാദ്യം മനസ്സിലാക്കണം. അല്ലാതെ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്നത് മാത്രമൊന്നുമല്ല ആത്മീയ ശുശ്രൂഷ. അത് ചിലരുടെ ഒരു ചിന്തയാണ്, ഞങ്ങളെ ആത്മീക ശുശ്രൂഷകൾ. അങ്ങനൊന്നുമല്ല. പൗലോസ് പറഞ്ഞത്, ഞങ്ങളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ദൂത് തരാനാണ്, സമ്മതിച്ചു. പക്ഷേ അതിന് ഞങ്ങൾ എന്ത് ചെയ്യും? പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. എന്നാൽ ഇതേപോലെ ആത്മാവും ജ്ഞാനവും ഉള്ള ആളുകളെ നിങ്ങൾ തിരഞ്ഞെടുക്കുക, അവരാ ശുശ്രൂഷ ചെയ്യട്ടെ. അപ്പൊ ആത്മാവും ജ്ഞാനവും ഉള്ളവനായതുകൊണ്ട് അവൻ കണക്കെഴുത്ത് മാത്രമല്ല നടത്തിയത്, അവൻ ആത്മാവ് നിറഞ്ഞവനായതുകൊണ്ട് അവൻ പോയി സുവിശേഷം അറിയിച്ചു. അതിനകത്ത് നമുക്കറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് സ്തെഫാനോസ് ആണ്. സ്തെഫാനോസ് അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ, സ്തെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. ലിബർത്തീനർ എന്ന പേരുള്ള പള്ളിക്കാരിലും കുറേനക്കാരിലും അലക്സാന്ദ്രിയക്കാരും കിലിക്കിയ, ആസിയ എന്നീ ദേശക്കാരിലും ചിലർ എഴുന്നേറ്റ് സ്തെഫാനോസിന് തർക്കിച്ചു. എന്നാൽ അവൻ സംസാരിച്ച ആത്മജ്ഞാനത്തോടും ആത്മാവിനോടും എതിർത്ത് നിൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? പിന്നെയും പീഡനമാണ്. ചില ആളുകളെ വശത്താക്കി ഇവൻ മോശയ്ക്കും ദൈവത്തിനും വിരോധമായി ദൂഷണം പറയുന്നതൊക്കെ പറഞ്ഞ് കള്ളസാക്ഷി പറഞ്ഞ് ന്യായാധിപ സംഘത്തിന്റെ മുമ്പാകെ ആക്കി. എന്നാൽ ന്യായാധിപ സംഘത്തിൽ ഇരുന്നവർ എല്ലാവരും അവനെ ഉറ്റുനോക്കി അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കണ്ടോ? അപ്പോൾ കണക്കെഴുതുന്ന പുള്ളി ചില്ലറ പാർട്ടിയൊന്നുമല്ല. നാട്ടുകാർ നോക്കിയപ്പോഴത്തേക്ക് അവന്റെ മുഖത്തോട് നോക്കിയപ്പം ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു. അപ്പോൾ പെർസിക്യൂഷനുണ്ട്. എന്നാൽ 7-ാമത്തെ അധ്യായത്തിൽ ഇവന്റെ പ്രസംഗം കേൾക്കണം കേട്ടോ. പത്രോസിന്റെ പ്രസംഗം നമ്മൾ പറഞ്ഞത്, പത്രോസ് പ്രസംഗിച്ചത് നമ്മൾ കണ്ടു. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, സഭയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് അപ്പോസ്തലന്മാർ മാത്രം പ്രസംഗിക്കുന്നതല്ല, അടുത്ത തലമുറയിലേക്ക് ഇത് കൈമാറ്റം ചെയ്യുകയാണ്. പത്രോസ് പ്രസംഗിച്ച ആ പ്രസംഗത്തെ വെല്ലുന്ന പ്രസംഗം ആരിപ്പോ പ്രസംഗിക്കാൻ തുടങ്ങി? സ്തെഫാനോസ് പ്രസംഗിക്കാൻ തുടങ്ങി. അവിടെ 7-ാമത്തെ അധ്യായത്തിലെ ആ പ്രസംഗ കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് നോക്കിയാൽ, അത് നമ്മുടെ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ മൊത്തമായിട്ട് നമ്മൾ നോക്കുന്നില്ല.
അവര് അബ്രഹാമിന്റെ കാലം മുതൽ തുടങ്ങുന്നത് തന്നെ സഹോദരന്മാരും അവൻ ഇത് ഉള്ളത് തന്നെയെന്ന് മഹാപുരോഹിതൻ ചോദിച്ചതിന് അവൻ എന്ത് ചെയ്യുന്നു? സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പീൻ, നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ നിന്ന് വന്നു പാർക്കും മുമ്പേ മെസപ്പൊത്തോമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. ഞാൻ ഈ സ്തെഫാനോസിന്റെ പ്രസംഗം വളരെ കാര്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. നമുക്ക് എപ്പോഴെങ്കിലും അത് നന്നായിട്ട് പഠിക്കാൻ ഇന്നിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അത് പഠിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഈ പ്രയാണത്തിന്റെയും മോശയുടെ കാര്യത്തിലും അബ്രഹാമിന്റെ കാര്യത്തിലും മോശയുടെ കാര്യത്തിലും ഒക്കെ ഏറ്റവും ഡീപ്പായിട്ടുള്ള ഇൻസൈറ്റ്സ്, പഴയ നിയമത്തിൽ കിട്ടാത്ത ഇൻസൈറ്റ്സ് പലതും നമുക്ക് കിട്ടുന്നത് ഈ സ്തെഫാനോസിന്റെ പ്രസംഗത്തിൽ നിന്നാണ്. കാര്യം അത്രയ്ക്കും അവൻ ദൈവവചനത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള വ്യക്തിയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ സഭയിൽ പത്രോസ് വേണം. പക്ഷെ പത്രോസ് മാത്രം പോരാ, അടുത്ത ആരോടെ വേണം? സ്തെഫാനോസും വേണം. ആത്മാവും ജ്ഞാനവുമുള്ള യുവാക്കൾ എഴുന്നേറ്റ് വരണം. അത് ദൈവസഭയുടെ പാരമ്പര്യമാണ്. എന്നിട്ട് അവന്റെ ഈ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഓടിച്ച് പോവുകയാണ്. അത് പ്രസംഗത്തിലേക്ക് കയറുന്നില്ല, നമുക്ക് എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് പഠിക്കാം. എന്നാൽ ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്ന കാര്യം എന്താണെന്നറിയാമോ? അവനോട് എന്താ അവർ 54-ാമത്തെ വാക്ക്, ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവന്റെ നേരെ പല്ല് കടിച്ചു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. അപ്പോൾ ഒരു കൂട്ടര് കോപപരവശരായി, അവര് കോപം നിറഞ്ഞവരായി. പക്ഷെ ഇവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. അതിന്റെ കോൺട്രാസ്റ്റ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭയങ്കര രസമുള്ള ഒരു പാസേജ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്തെഫാനോസിന്റെ പ്രസംഗം വിവരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം. അതുകൊണ്ട് അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കണം. അത് നിങ്ങൾ പോയി ഒന്ന് വായിക്കണം. അവർ കോപപരവശരായി, അവരുടെ ഉള്ളിൽ കോപം നിറഞ്ഞു. ഇവന് എന്തോ നിറഞ്ഞു? പരിശുദ്ധാത്മാവ് നിറഞ്ഞു. പ്രിയമുള്ളവരെ, ഇതാണ് ആവശ്യം. സമൂഹം നമുക്കെതിരെ കോപപരവശരായി പല്ല് കടിക്കട്ടെ. നമ്മളെന്ത് ചെയ്യണം? നമ്മളും തിരിച്ച് പല്ല് കടിക്കുകയല്ല, അതിന് മറുപടി പറയുകയല്ല. നിങ്ങൾ എന്തിനാ പല്ല് കടിക്കുന്നതെന്ന് ചോദിക്കുകയല്ല. ഇവൻ അതൊന്നും ചോദിക്കുന്നില്ലല്ലോ. ഒന്നും ചോദിക്കുന്നില്ല. നിങ്ങളെന്താ ഇതൊക്കെ പറയുന്നത്? ഞാൻ എന്തോ കുറ്റം ചെയ്തത് എന്നൊന്നും ചോദിക്കുന്നില്ല. ന്യായീകരിക്കാൻ നോക്കുന്നില്ല, നീതി ഇതൊന്നും പറയാൻ നോക്കുന്നില്ല, ഒന്നും നോക്കുന്നില്ല. കാര്യം അവനെ സംബന്ധിച്ചിടത്തോളം അവന് ദൈവം വെളിപ്പെടുത്തിയതായ സത്യങ്ങൾ, വേദപുസ്തക യാഥാർത്ഥ്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെയും ദൈവസഭയുടെ പാരമ്പര്യം അതാണ്. ദൈവസഭയുടെ പാരമ്പര്യം ദൈവവചനത്തിൽ നിന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്, അല്ലാതെ വേറെ പാരമ്പര്യമൊന്നും നമുക്കില്ല. വ്യക്തിപരമായി അവരെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ അതിനെതിരെ പെറ്റീഷൻ കൊടുക്കാനോ കോടതിയിൽ കൊടുക്കാനോ കേസ് പറയാനോ ഒന്നും നമുക്ക് അവകാശമില്ല. നമ്മൾ അതിന്റെ പുറകെ പോകേണ്ട കാര്യമില്ല. ഒറീസായി വെച്ച് നമ്മളെ പള്ളി തല്ലിപ്പൊളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകൾ പറഞ്ഞു, നമുക്ക് എന്താണെങ്കിലും ഒരു കടലാസ് കൊടുക്കുന്നതാണ് നല്ലത്, പിന്നെ ആണെങ്കിലും പ്രശ്നമൊന്നും ഉണ്ടാകരുതല്ലോ. ഞാൻ പറഞ്ഞു, എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല. കാര്യം അതല്ല കർത്താവ് എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മളുടെ ഋതങ്കിയായിലെ അന്നത്തെ പാസ്റ്റർ നവീൻ പ്രധാൻ, അപ്പൊ അന്ന് ഞാൻ ഈ പ്രശ്നങ്ങളുണ്ടായ സമയത്ത് അവിടെ വീടുകൾ നഷ്ടപ്പെട്ട എല്ലാവർക്കും ഗവൺമെന്റ് അന്ന് വീട് പണിയാനായിട്ട് കുറച്ച് പൈസ, അന്ന് 50,000 രൂപ, ഇന്നിപ്പോൾ ഒരു 5 ലക്ഷം രൂപയ്ക്ക് തുല്യമാണ്, വെച്ച് കൊടുത്തു. അപ്പോൾ ഞാൻ നവീനോട് പറഞ്ഞു, നീ അതങ്ങോട്ട് ബേസ്മെന്റ് ഇടുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ട് ഇവൻ ബേസ്മെന്റ് ഒന്നും ഇട്ടില്ല. ഞാൻ നവീനോട് ചോദിച്ചു, വാട്ട് ഹാപ്പൻഡ്, നിനക്ക് ആ പൈസ കിട്ടിയില്ലേ? അവൻ പറഞ്ഞു കിട്ടിയില്ല. ഞാൻ പറഞ്ഞു എന്ത് പറ്റി? ഉടനെ നവീൻ എന്നോട് പറയാ, ഭയ്യ ഞാൻ വേദോസം വായിച്ചപ്പം അവർ സമ്പത്തുക്കളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചെന്ന് വായിച്ചു. അവരെന്നെ ഉപദ്രവിച്ചത് ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ടല്ലേ, ഞാനെങ്ങനെ കേസ് കൊടുക്കുന്നേ? ഞാൻ ചിന്തിച്ചടാ, ഒറീസയിലെ ആദിവാസിക്കുണ്ടായ ദർശനം എനിക്കുണ്ടായില്ലല്ലോ. ഒറീസയിലെ ആദിവാസിക്കുണ്ടായ ആത്മീക പക്വത ഇത്രയും വലിയ പാരമ്പര്യം പറയുന്ന എനിക്ക് ഉണ്ടായില്ലല്ലോ. ഞാൻ പറഞ്ഞത് എന്താ? നീ ആ പൈസ വാങ്ങിച്ചോണ്ട് വരാനാ പറഞ്ഞത്. അതാണ് പ്രിയമുള്ളവരെ, ആദ്യ സഭയുടെ ആദ്യ ദിനങ്ങളിൽ അവരെങ്ങനെയാണ് ചെയ്തത്. ഇവരാരും സ്തെഫാനോസ് ഉടനെ തന്നെ കേസ് കൊടുക്കുകയോ, അല്ലെങ്കിൽ സ്തെഫാനോസ് കഴിവില്ലാത്ത ആളൊന്നും അല്ല, അവൻ ഉടനെ തന്നെ ഇതിനെതിരായിട്ട് ഒരു പെറ്റീഷൻ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ പണിമുടക്ക് നടത്തുകയോ ജാഥ നടത്തുകയോ ഒന്നും ചെയ്തില്ല. ഇന്നിപ്പോ അങ്ങനല്ലേ പ്രശ്നം? സുവിശേഷ വിരോധികൾ ഭീഷണിപ്പെടുത്തി നമുക്കതിനെതിരായിട്ട് ജാഥ നയിക്കണം എന്നൊക്കെയല്ലേ നമ്മുടെ ചിന്ത, ഇല്ലേ? വേദപുസ്തകത്തിന്റെ തത്വം എന്താണ്? ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ പാരമ്പര്യം ആദിമസഭയുടെ പാരമ്പര്യമാണ്. ആ പാരമ്പര്യം മനസ്സിലാക്കണമെങ്കിൽ ആദിമസഭയുടെ ആദ്യ ദിനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തികളിൽ പോകണം. അവര് കോപപരവശരായി പല്ല് കടിച്ചപ്പോൾ അവൻ എന്ത് ചെയ്തു? അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി
അവരെ അല്ല നോക്കിയത്, സ്വർഗത്തിലേക്ക് ഉറ്റു നോക്കി. നമുക്ക് നോക്കാൻ ഒരു സ്ഥലമേ ഉള്ളൂ, സ്വർഗം. നമുക്കെതിരെ പല്ല് കളിക്കുന്നവരെ അല്ല നമ്മൾ നോക്കേണ്ടത് ആരെയാണ്? സ്വർഗത്തിലേക്ക്. സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കിയത് കൊണ്ട് അവൻ എന്ത് കാണാൻ പറ്റി? ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. പ്രിയമുള്ളവരെ, നമുക്കൊന്നും ഈ കാഴ്ച കാണാൻ പറ്റാത്തതെന്നറിയാമോ? നമ്മൾ അവിടെ ഇവിടെ നോക്കിയിരിക്കുന്നുണ്ടാണ്. നമ്മുടെ നോട്ടം ഒന്ന് മാറ്റ്. ആത്മ നിറവുള്ളവരായി, പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി സ്വർഗത്തേക്ക് നോക്കിയാൽ നമ്മൾ കാണുന്നത് മറ്റൊന്നുമല്ല. എന്താ കാണാൻ പോകുന്നത്? ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും. നമ്മുടെ കാഴ്ച ഭയങ്കര പ്രധാനമാണ്. കണ്ണ്, കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, നിങ്ങളുടെ കണ്ണ് പ്രകാശമുള്ളതാണെങ്കിൽ ശരീരം മുഴുവൻ വെളിച്ചമാണെന്ന് പറയുന്നത് പോലെ നമ്മുടെ കണ്ണൊന്ന് പ്രകാശമായാൽ മതി. ലോകത്തിന്റെ മോഹങ്ങളിലേക്കും നോക്കരുത്, ലോകത്തിന്റെ ഭീഷണിയിലേക്കും നോക്കരുത്. മോഹങ്ങളിലേക്ക് നോക്കരുതെന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പറയും. ലോകത്തിന്റെ ഭീഷണിയിലേക്കും നോക്കണ്ട. ഒരുപക്ഷെ ജീവൻ നഷ്ടപ്പെട്ടു പോയേക്കാം. അടുത്തത് കാണുന്നത് അങ്ങനെ തന്നെയാണ്. അവരെന്ത് ചെയ്യുന്നു? അവൻ ഉടനെ പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നത്, മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. സ്തെഫാനോസ് കാണുന്നത് അതാണ്. നമ്മുടെ കാഴ്ച. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, മരിക്കാൻ നേരം മാത്രം ഇത് കാണുന്നതല്ല. നേരത്തെ തൊട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവനെ അന്നേരം ഇത് കാണാൻ പറ്റുള്ളൂ. സാധു കൊച്ചുകുഞ്ഞുപദേശിയുടെ ശിഷ്യയായിരുന്ന പെണ്ണമ്മ സന്യാസിനി, അവർ മരിച്ചുപോയി അടുത്ത സമയത്താണ്. അവർ ബാംഗ്ലൂരിലുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഒത്തിരി സംസാരിച്ചിട്ടുണ്ട്. അപ്പം അവർ ഞങ്ങളുടെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട് എന്ന്. ഇപ്പം ഞാൻ ചില ഭാര്യകളാണല്ലോ എൻ്റെ വീട്. അപ്പോൾ അവിടെ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരിങ്ങനെ എന്നോട് സംസാരിച്ചു. അപ്പോൾ ഈ കൊച്ചുകുഞ്ഞുപദേശിയുടെ ജീവിതത്തിൻ്റെ അന്ത്യ സമയത്തെക്കുറിച്ച് ഇവർ പറയുകയാണ്. അപ്പോൾ ഇവർ പറഞ്ഞു, ഞാനന്ന് കോഴഞ്ചേരിയിൽ ഒരു മീറ്റിങ്ങിന് പോയിരിക്കുകയായിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ നടന്ന് ഇടയാളമുള ചെന്നപ്പോൾ എല്ലാവരും ചുറ്റും നിൽക്കുക. കാര്യം കൊച്ചുകുഞ്ഞുപദേശി മരിക്കാൻ ഇങ്ങനെ കിടക്കുക. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഒരു തുണിയിൽ ഇച്ചിരി വെള്ളം മുക്കി കൊച്ചുകുഞ്ഞുപദേശിയുടെ ചുണ്ടിലെ വെള്ളം നനച്ചു കൊടുത്തു. അപ്പം വെള്ളം ഇച്ചിരി കുളിച്ചിട്ട് കൊച്ചുകുഞ്ഞുപദേശി കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഞാൻ മുന്നേ നിൽക്കുകയാണ്. പെണ്ണമ്മേ, സമയം എത്രയായി? ഞാൻ പറഞ്ഞു, ഉപദേശി 11 മണി കഴിഞ്ഞു. 10 മണി കഴിഞ്ഞാൽ ഞാൻ വെള്ളം കുടിക്കത്തില്ലെന്നുള്ളത് പെണ്ണമ്മയ്ക്ക് അറിയത്തില്ലേ? മരിക്കാൻ കിടന്നപ്പോഴും പുള്ളിയുടെ ചിട്ട മാറ്റിയിട്ടില്ല പുള്ളി. ഓക്കെ. പെണ്ണമ്മ സന്യാസിനോട് പറഞ്ഞു, മോനെ, അത് കഴിഞ്ഞപ്പോൾ ഉപദേശി പറഞ്ഞു, നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന് കർത്തൃകാഹളം യുഗാന്ത്യ നാളെ മുഴങ്ങുമ്പോൾ എന്നുള്ള പാട്ട് പാടാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിരുന്ന് പാട്ട് പാടി. പാട്ട് നിർത്തിയപ്പോൾ ഉപദേശി കണ്ണുകൾ കാലും കൈയൊക്കെ നേരെ വെച്ചിട്ട് ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ പറഞ്ഞു, ഇതോ മരണം അല്ല, ഇത് നിത്യവിശ്രമം എന്ന് പറഞ്ഞ് കണ്ണുകൾ അടച്ചു. അദ്ദേഹം എന്നും ഈ കാഴ്ച കണ്ടുകൊണ്ടിരുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് മരിക്കാൻ പോകുമ്പോഴും വേറെ കാഴ്ചയൊന്നും വിഷയമല്ല. പ്രിയമുള്ളവരെ, സ്വർഗീയ ദർശനത്തിൽ എപ്പോഴും ജീവിക്കാൻ നമ്മൾ പഠിക്കണം. അങ്ങനെയാണെങ്കിൽ മരിക്കുമ്പോഴും ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മളെ കാഴ്ചപ്പാട് മുഴുവൻ പൈസയാണെങ്കിൽ, എനിക്ക് ഇതേപോലൊരു ദൈവദാസന്റെ കാര്യം ഞാനിങ്ങനെ പറഞ്ഞു കേട്ടു. മരിക്കാറായപ്പോൾ മോൻ വന്നു കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, എടാ ഒരു 2000 രൂപയുടെ നോട്ട് തന്നേടാന്ന്. പണ്ടാ, ഇപ്പോഴത്തെ വെച്ച് ഞാൻ പറയുക, അന്നത്തെ ഏറ്റവും വലിയ നോട്ട് ചോദിച്ചു. മോൻ എന്ത് ചെയ്തു? മോൻ ചിന്തിച്ച ആർക്കെങ്കിലും, അപ്പച്ചൻ മരിക്കാൻ കിടക്കില്ല, ആർക്കെങ്കിലും കൊടുക്കാനൊക്കെ ആയിരിക്കും. അപ്പം മോന് അപ്പച്ചൻ്റെ കയ്യിൽ എന്ത് ചെയ്തു? ഈ 2000 നോട്ട് കൊടുത്തപ്പോൾ അപ്പച്ചൻ അതൊന്ന് നോക്കി കയ്യിൽ ഇങ്ങനെ തിരുമ്മിക്കൊണ്ടിരുന്നു. ജീവനും പോയി. ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ കണ്ണുകൾ എവിടെയാണോ അവിടെ തന്നെ ആയിരിക്കും മരിക്കുമ്പോഴും നമ്മുടെ കണ്ണുകൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, സ്തെഫാനോസിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിൽ സ്വർഗവും സ്വർഗീയ മഹത്വവും മാത്രം ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അവർ ഉറക്കം നിലവിളിച്ച് ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവന്റെ നേരെ പാഞ്ഞു എന്നവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്നു പേരുള്ള ഒരു ബാല്യക്കാരന്റെ കാൽക്കൽ വെച്ചു. ഇറ്റ് സ്പീക്സ് അബൌട്ട് പോൾ. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതുകൊണ്ടാണ് പല ആളുകളും പറയുന്നത് പൗലോസ് അന്നത്തെ സെന്നത്തിരി സംഘത്തിന്റെ ലീഡർഷിപ്പിലുള്ള ആളായിരുന്നു. കാര്യം ഒരു കൗൺസിലില് പ്രത്യേകിച്ച് ഒരാളെ കല്ലെറിഞ്ഞ് കൊല്ലാനോ മറ്റോ ഒരു നിയമം അല്ലെങ്കിൽ ഒരു ഇത് ചെയ്യുകയാണെങ്കിൽ ആ തീരുമാനമെടുക്കുന്ന കൗൺസിലിന്റെ പ്രസിഡന്റ്, ആ തീരുമാനമെടുക്കുന്ന കൗൺസിലില് ചീഫായിട്ടിരിക്കുന്ന ആളാരാണോ ആ ആളിന്റെ മുമ്പിലാണ് കല്ലെറിയാൻ പോകുന്നവർ വസ്ത്രം കൊണ്ട് വെക്കാറുള്ളത് എന്ന് ഇങ്ങനെ. അതുകൊണ്ടാണ് അവര് പൗലോസിന്റെ അല്ലെങ്കിൽ ശൗലിന്റെ അടുക്കൽ കൊണ്ടുപോയി വസ്ത്രം വെച്ചതെന്ന് പറഞ്ഞു കിട്ടുന്നുണ്ട്. അതിന്റെ അർത്ഥം അതുകൊണ്ടാണ് പോൾ പറയുന്നത് അവനെ കൊല്ലാൻ ഞാനും
അനുവാദം കൊടുത്തെന്ന്, ഞാനും കൺസെന്റ് കൊടുത്തു, എന്റെ കൺസെന്റ് കൊടുത്തു. അവസാനത്തെ കൺസെന്റ് വാങ്ങിച്ചത് പൗലോസിൽ നിന്നാണ്. അപ്പോൾ അത്രയ്ക്കും എന്താണ് അവിടെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്ന ആളായിരുന്നു ശൗല് എന്ന് മനസ്സിലാക്കണം. എന്നാൽ അവൻ എല്ലാവരും അവനെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ അവൻ എന്താ പറയുന്നത്? കർത്താവായ യേശുവേ, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തേഫാനോസ് വിളിച്ചപേക്ഷിക്കയിൽ അവർ അവനെ കല്ലെറിഞ്ഞു. അവനോ മുട്ടുകുത്തി, കർത്താവെ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. എന്തൊരു അനുഗ്രഹീതമായ മരണമാണ്! യേശു കർത്താവ് മരിക്കുമ്പോൾ ക്രൂശിൽ കിടന്ന് പറയുന്നു, കർത്താവെ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായിക്കാൽ ഇവരോട് ക്ഷമിക്കണമേ. അതേ മനോഭാവത്തോടുകൂടെ അതേ വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് കല്ലേറുകൊള്ളുന്ന ഒരു മനുഷ്യൻ മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വേദനാജനകമായ മരണം ക്രൂശ് മരണമാണെന്നാണ് ആളുകൾ പറയുന്നത്. കാര്യം ക്രൂശിൽ കിടന്ന് ഒറ്റ മിനിറ്റ് കൊണ്ടൊന്നും മരിക്കുകയല്ല. വെടിവെച്ച് കൊല്ലുകയോ ഇലക്ട്രിക് ചെയറിലിരിക്കുകയൊക്കെ ആണെങ്കിൽ പെട്ടെന്നാണല്ലോ. തൂക്കിക്കൊല്ലുകയാണെങ്കിൽ പോലും പെട്ടെന്നാണ് സംഭവിക്കുന്നത്. പക്ഷേ ഏറ്റവും ടൈം എടുത്ത് വളരെ കഷ്ടപ്പെട്ട് മരിക്കുന്ന, വേദന അനുഭവിച്ച് മരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വേദനാജനകമായ മരണം ക്രൂശ് മരണമാണെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞാൽ ഏറ്റവും വേദനാജനകമായ മരണം എന്ന് പറയുന്നത് കല്ലേറ് കൊണ്ട് മരിക്കുകയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വേദനാജനകമായ മരണത്തിന്റെ സമയത്ത് യേശുവിന്റെ അതേ സ്വഭാവത്തിൽ, അതേ മനോഭാവത്തിൽ, അതേ വാക്കുകൾ ഉച്ചരിക്കുവാൻ കഴിഞ്ഞ സ്തെഫാനോസ് എത്ര അനുഗ്രഹീതനായ വ്യക്തിയാണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. ഇതാണ് ആദിമസഭയുടെ പാരമ്പര്യം. അല്ലാതെ അവരാരും, അല്ലെങ്കിൽ സ്തെഫാനോസ് പറയുന്നത്, കർത്താവേ, അത് ഈ പഴയ നിയമത്തിലൊക്കെ എത്രയോ പേര് അല്ലേ, ഇൻക്ലൂഡിങ് സെഖരിയാവിനെ കൊല്ലുന്ന സമയത്ത് പോലും യഹോവ നോക്കിക്കൊള്ളട്ടെ എന്നൊക്കെ പറഞ്ഞാണ് മരിക്കുന്നത്. കുറ്റമൊന്നും പറയുന്നൊന്നും കാര്യം, അവരൊന്നും യേശുവിന്റെ സ്നേഹം അതുപോലെ കണ്ടിട്ടില്ലല്ലോ. ഈ പഴയ നിയമത്തിലെ വിശുദ്ധന്മാരായ ആളുകൾ ചില സമയങ്ങളിൽ യേശുവിന്റെ അതേ സ്വഭാവം ഒന്നും പ്രകടിപ്പിച്ചില്ല എന്ന് നമ്മൾ പറയുമ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം, അവർ യേശുവിന്റെ ക്രൂശ് കണ്ടിട്ടില്ല. അവർ പ്രതികാരം മനസ്സിൽ വന്നു എന്നൊക്കെ പറയുന്നത് യേശുവിന്റെ ക്രൂശ് കണ്ടിട്ടില്ലാത്തവർക്ക് അത്രയും വെളിപ്പാടേ ലഭിച്ചിട്ടുള്ളൂ. പക്ഷെ നമുക്കത് പറയാൻ പറ്റത്തില്ല. നമ്മൾ പഴയ നിയമ വിശുദ്ധന്മാരെക്കാൾ എത്രയോ ആഴത്തിൽ ദൈവസ്നേഹം പ്രകാശിപ്പിക്കുന്നവരായിരിക്കണം. കാര്യം കാൽവറി ക്രൂശ് കണ്ടിട്ടില്ലാത്ത പഴയ നിയമത്തിലെ വിശുദ്ധന്മാര് പറഞ്ഞിട്ടുള്ളത് പോലും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് അവരെ പോലെ പോലും ആയാൽ പോരാ. ഞാൻ പറഞ്ഞതിന്റെ വ്യത്യാസം മനസ്സിലാക്കണം. സ്തെഫാനോസ് യേശു കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ചപ്പോൾ പറഞ്ഞ അതേ വാക്കുകൾ ഉച്ചരിക്കാൻ അവന് കഴിഞ്ഞത് അവനെ അത്രയധികം യേശു സ്വാധീനിച്ചു കഴിഞ്ഞിരുന്നു. അവന്റെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് മാത്രമായിരുന്നു. പ്രിയമുള്ളവരെ, ആദ്യ നൂറ്റാണ്ടിലെ ആദ്യ ദിനങ്ങളിൽ നമ്മൾ കാണുന്ന ആദ്യത്തെ രക്തസാക്ഷിയാണ് ഇവൻ. ദൈവസഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയാണ്. ആ രക്തസാക്ഷിയായ മനുഷ്യൻ തന്നെ കല്ലെറിഞ്ഞു കൊല്ലുന്നവർക്കെതിരായിട്ട് ഒരു വാക്കുച്ചരിക്കാതെ അവർ പല്ല് കടിച്ചപ്പോൾ ആ പല്ല് കടിക്കുന്നവന്റെ മുഖത്ത് നോക്കാതെ സ്വർഗത്തേക്ക് നോക്കിയവനാണ് സ്തെഫാനോസ്. കർത്താവായ യേശുവിനെ അതുപോലെ പ്രകാശിപ്പിക്കുവാൻ ദൈവം അവനെ സഹായിച്ചു. ഇതൊക്കെ നമുക്ക് കഥകൾ മാത്രമാകരുത് പ്രിയമുള്ളവരെ. മാത്യു പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ദൈവവചനം നമ്മൾ കേൾക്കുമ്പോൾ ഇത് കഥ കേൾക്കുന്ന ഒരു സുഖത്തോടെ നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ല. നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. എനിക്കായിരുന്നു അത് സംഭവിക്കുന്നതെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും ഇതിനോട് പ്രതികരിക്കുക? എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? എന്നെ ഒരാള് കല്ലെറിയൊന്നും വേണ്ടല്ലോ, എന്തെങ്കിലും ഒരു വാക്കെറിഞ്ഞാൽ മതിയല്ലോ, നമ്മളെ എല്ലാ ഇടപാടും തീർന്നില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കല്ലെറിയുന്നത് പോട്ടെ, അതാ ഞാൻ പറഞ്ഞത്. കല്ലെറിയുന്നതിന് പകരം ഒരു വാക്കെറിഞ്ഞാൽ നമ്മൾ വെറുതെ വിടുവോ? ഇല്ലെങ്കിൽ പിന്നെ എന്ത് ആത്മീയതയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? ഈ പ്രസംഗം കേട്ട് കഴിഞ്ഞിട്ട് നാളെയും ഒരു വാക്കിന്റെ കാര്യത്തിൽ പോലും സഹിക്കാൻ കഴിയാത്ത ആളുകളായിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഈ പ്രസംഗം കേട്ടിട്ട് എന്താ ഗുണം? ഈ വചനം വായിച്ചിട്ട് എന്താ ഗുണം? പ്രിയമുള്ളവരെ, നമ്മളെ രൂപാന്തരീകരണത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ വചനം പഠിക്കുന്നത്. ആദ്യ നൂറ്റാണ്ടിലെ, ആദ്യ സഭയിലെ, ആദ്യ ദിനങ്ങളിലെ ആദ്യ പിതാക്കന്മാർ, സ്തെഫാനോസൊക്കെ അന്ന് ചെറുപ്പമാണെങ്കിലും നമുക്ക് അവിടെ ആരാണ്? പിതാക്കന്മാർ. ആ പിതാക്കന്മാരുടെ പാത പിന്തുടരുവാൻ നമുക്ക് കഴിയണം. കാര്യം അവര് യേശുവിനെ അനുകരിച്ചവരാണ്. യേശു എന്ത് ചെയ്തോ അതുപോലെ ചെയ്യുവാൻ അവരെ ഏൽപ്പിച്ചു കൊടുത്തവരാണ്. കല്ലേറുകൊണ്ട് മരിക്കുമ്പോൾ സ്വർഗത്തിന്റെ ദർശനമുണ്ടായവരാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. നമുക്ക് ഈ സഹിഷ്ണുതയുണ്ടോ? നമ്മൾ ഈ രീതിയിൽ കാര്യങ്ങളെ കാണുന്നുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ആദ്യ സഭയുടെ ആദ്യ അനുഭവങ്ങൾ പഠിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് വീണ്ടും ഒരു തിരിഞ്ഞുനോട്ടം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ജീവിതം എത്രത്തോളം ഈ രീതിയിൽ കർത്താവ് നമുക്ക് എത്രത്തോളം നമുക്കതിന് കഴിയുന്നുണ്ട്? അതിന് നമുക്ക് കഴിയണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ. അവിടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉള്ളതാണ്. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി, അല്ലാതൊന്നും ഹ്യൂമൻ വേയിൽ മനുഷ്യൻ കല്ലെറിയുമ്പോൾ ചിരിച്ചോണ്ട് നിൽക്കാനൊന്നും മാനുഷിക നിലയിൽ നമുക്ക് കഴിയില്ല.
സ്തെഫാനോസിന് കഴിഞ്ഞതിന്റെ കാര്യം എന്താണ്? പരിശുദ്ധാത്മാവ് നിറഞ്ഞവനാണ്. ഇന്ന് മാത്യു പറഞ്ഞതുപോലെ നോർമൽ വേയിൽ നമ്മളൊക്കെ നമ്മുടെ ഉള്ളിൽ ആദാമ്യ പ്രകൃതത്തിൽ നമുക്കുള്ളതെല്ലാം എന്ത് തന്നെയാണ്? ദുഷ്ടതയാണ്. ആദാമ്യ പ്രകൃതത്തിൽ നമുക്ക് ആർക്കും ഇത് ചെയ്യാൻ നമുക്ക് കഴിയുകയില്ല. പക്ഷേ അതിനാണ് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. ആ ആത്മനിറവിൽ നമുക്ക് യേശു ജീവിച്ചതുപോലെ ജീവിക്കുവാനും യേശു പ്രതികരിച്ചതുപോലെ പ്രതികരിക്കാനും കഴിയും. അതിന് നമുക്ക് കഴിയണം. അതിനാണ് നാം ഈ വേദഭാഗങ്ങളെല്ലാം വായിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവന് സ്തെഫാനോസിന്റെ പ്രസംഗം കഴിയുമ്പോൾ അവര് എല്ലാവരും അവനെ മുട്ടുകുത്തി, കർത്താവേ അവർക്ക് ഈ പാപം നിർത്തരുത് എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. യേശു പറഞ്ഞ 2 കാര്യങ്ങൾ അവൻ ഇവിടെ പറയുന്നുണ്ട്. യേശു കാൽവറി ക്രൂശിൽ പറഞ്ഞ അവന്റെ തിരുവായ് മൊഴികളിലെ 2 വാക്കുകൾ എന്താണെന്നറിയാമോ? കർത്താവേ ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളിലേക്ക് തരുന്നു എന്ന് യേശു പറഞ്ഞു. ഇവൻ പറയുന്നത്, കർത്താവായ യേശുവേ എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. എന്നിട്ട് പറയാണ്, ഇവർക്ക് ഈ പാപം നിർത്തരുത്. അപ്പോൾ കാൽവറി ക്രൂശിൽ യേശു മരിക്കുമ്പോൾ ആ കാൽവറി ക്രൂശിലെ തിരുമൊഴികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 മൊഴികൾ വീണ്ടും ആവർത്തിച്ച് പറയുവാൻ അവന് കഴിഞ്ഞതിന്റെ, അതാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞത് എത്ര അത്ഭുതകരമാണ്. അതിനവനെ സഹായിച്ചത് പരിശുദ്ധാത്മാവാണ്. മരണത്തിൽ പോലും പതറാതെ അവനറിയാമായിരുന്നു വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അവൻ എന്തുകൊണ്ട് പറയാൻ പറ്റുന്നത്? കർത്താവേ ഐനോ, ഞാൻ മരിച്ചാൽ ഇവരെന്നെ കല്ലെറിഞ്ഞ് കൊന്നാൽ ഞാൻ ശൂന്യതയിലേക്ക് പോവുകയല്ല. ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്ക് അറിയാൻ വയ്യാത്തൊരവസ്ഥയല്ല. ഞാൻ കൺഫ്യൂഷനിലല്ല. എന്തുകൊണ്ടാണ് പലപ്പോഴും ആളുകൾക്ക് ഇത്രയൊക്കെ പേടി? കൺഫ്യൂഷനാ. ഇത് കഴിഞ്ഞ് പോകുമോ, അങ്ങ് ചെല്ലുമോ? കർത്താവേ ഇത് അവന് കൺഫ്യൂഷനൊന്നുമില്ല. അവനറിയാം എന്റെ ആത്മാവിനെ ഞാൻ നിന്റെ കയ്യിലോട്ടാ തരുന്നത്. കർത്താവേ എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. അവന് ബോധ്യമുണ്ട്. ആ ബോധ്യം നമുക്ക് ഇന്നും ആവശ്യമാണ്. നമ്മുടെ കൺവിക്ഷൻസ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, നമ്മുടെ സഭകളിൽ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്നറിയാമോ? കൺവിക്ഷൻസ് ഇല്ല. ഇപ്പൊ പലരും കൺഫ്യൂസ്ഡ് ആണ്. ചോദിച്ചൊക്കെ പറഞ്ഞ എല്ലാം ഒക്കെ പറയുമെന്നുള്ളതല്ലാതെ ഈ കൺവിക്ഷന്റെ ഒരു പ്രത്യേകത ഉണ്ട്. മറ്റേത് കൺക്ലൂഷനാ. നമ്മൾ പിന്നെ പോകാതിരിക്കുവോ? ബ്രദറെ, നമ്മൾ പോകാതിരിക്കും അല്ലേ? നമ്മളങ്ങ് പോകുവാൻ അത് കൺവിക്ഷൻ അല്ല. നമ്മൾ രക്ഷിക്കപ്പെടും, ഞാൻ സ്ഥാനപ്പെടുകയൊക്കെ ചെയ്തതല്ലേ, ഇനിയിപ്പോൾ നമ്മൾ പോകാതിരിക്കത്തൊന്നും ഇല്ലായിരിക്കും. അതല്ല കൺവിക്ഷൻ എന്ന് പറയുന്നത്. അതല്ല. നമുക്കിന്ന് കൺക്ലൂഷൻ ആണ് പലപ്പോഴും ഉള്ളത്, കൺവിക്ഷൻ ഇല്ല. എന്നാൽ സ്തെഫാനോസിനെ സംബന്ധിച്ചിടത്തോളം അവന് ഇറ്റ് വാസ് നോട്ട് എ കൺക്ലൂഷൻ ഓഫ് ഹിസ് ഒരു ലോജിക്കൽ ആയിട്ട് അവൻ ഉണ്ടാക്കിയ ഒരു കൺക്ലൂഷൻ ഒന്നും അല്ല. ഇറ്റ് വാസ് എ കൺവിക്ഷൻ. അത് അവന് കൊടുത്തത് ആരാണ്? ഇറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ്. കാര്യം പരിശുദ്ധാത്മാവിന്റെ ജോലി തന്നെ നമുക്ക് കൺവിക്ഷൻ തരിക എന്നുള്ളതാണ്, ബോധ്യം തരിക എന്നുള്ളതാണ്. ആ ബോധ്യം അവനുണ്ടായിരുന്നു. കർത്താവായ യേശുവേ എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തെഫാനോസ് വിളിച്ചപേക്ഷിക്കൽ അവർ അവനെ കല്ലെറിഞ്ഞ് അവനെ മുട്ടുകുത്തി, കർത്താവെ അവർക്ക് ഈ പാവം നിർത്തരുത് എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. പിന്നെ നമ്മൾ അടുത്തത് 8-ാം അധ്യായത്തിൽ സ്തെഫാനോസിനെ ഭക്തിയുള്ള പുരുഷന്മാരെ അടക്കം ചെയ്തു. അതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ശൗലിന് സമ്മതമായിരുന്നു, അതെല്ലാം നമ്മൾ കാണുന്നു. എന്നാൽ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എനിക്ക് പിന്നെ ഒത്തിരി സന്തോഷിപ്പിച്ചതായ ചില കാര്യങ്ങളുണ്ട്. സ്തെഫാനോസ് മരിക്കുന്നത് നമുക്ക് സന്തോഷമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ വേറെ കാര്യമുണ്ട്. അതിന്റെ ആഫ്റ്റർ എഫക്റ്റിനകത്ത് ഞാൻ പറഞ്ഞു, ചിതറിപ്പോയവർ അല്ലേ, എല്ലാവരും അപ്പോസ്തലന്മാരൊഴികെ ബാക്കി എല്ലാവരും ചിതറിപ്പോയി ഇല്ലേ? അപ്പോസ്തലന്മാരൊഴികെ എല്ലാവരും യഹൂദ്യ ശമരിയ ദേശങ്ങളിലേക്ക് ചിതറിപ്പോയി. യഹൂദ്യ ശമരിയ. അപ്പോൾ ഈ ആദ്യ യെരുശലേമിൽ മാത്രമേ ഇവര് ശുശ്രൂഷ നടത്തിയുള്ളൂ. കർത്താവ് പറഞ്ഞു യെരുശലേമിലും യെഹൂദ്യയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകുക. അപ്പൊ ഇവരെന്ത് ചെയ്തു? യഹൂദ്യയിൽ യെരുശലേമിൽ തന്നെ നിൽക്കുകയാണ്, യെരുശലേമിൽ തന്നെ. അപ്പൊ കർത്താവിന് മനസ്സിലായി ഇവന്മാര് ഞാൻ പറഞ്ഞത് വലിയ കരിയെന്നറിയാമേ, ഈ ആരാധനയും സന്തോഷവും ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടല്ലോ അതിനകത്ത് നമ്മളങ്ങ് മയങ്ങിപ്പോകും. ബ്രദറെ ഇവിടെ എന്തോ സന്തോഷമാണെന്നറിയാമോ, പുറത്തോട്ട് പോകത്തില്ല. പിന്നെ എന്നും ആരാധന വേണം, എപ്പോഴും. വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന, ശനിയാഴ്ച പ്രാർത്ഥന, ഞായറാഴ്ച ആരാധന, തിങ്കളാഴ്ച യാമപ്രാർത്ഥന, അത് പ്രാർത്ഥന, ഇത് പ്രാർത്ഥന. പക്ഷേ കർത്താവ് പറഞ്ഞ പ്രാർത്ഥനയ്ക്കൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, കർത്താവ് പ്രാർത്ഥിക്കാൻ മാത്രമല്ല പറഞ്ഞത്, പോകാനും പറഞ്ഞു. അതും കൂടെ കേൾക്കണം, പ്രാർത്ഥിക്കണം. പക്ഷെ പ്രാർത്ഥിക്കുന്നതിനൊപ്പം നമ്മൾ പറഞ്ഞ കാര്യം മറക്കരുത്. ഇവരങ്ങ് സന്തോഷിക്കുന്ന ഈ സഭയെല്ലാം ഇങ്ങനെ സന്തോഷിച്ചിരുന്നപ്പോൾ ഇവര് യെരുശലേം വിട്ട് എങ്ങോട്ടും പോകാതിരുന്നപ്പോൾ ഒരു പീഡനം ഉണ്ടായപ്പോൾ അപ്പോസ്തലന്മാരൊഴികെ ബാക്കി എല്ലാവരും യഹൂദ്യ ശമരിയ ദേശങ്ങളിലേക്ക് ചിതറിപ്പോയി. ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തത്, ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടെ സഞ്ചരിച്ചു. അപ്പൊ പോയവര്
ഇനി എന്നെ കൂടെ കൊല്ലുവോ കല്ലെറിയോ എന്നുള്ള പേടിയൊന്നും, ചിതറിപ്പോയി, അതൊക്കെ നോർമലാണെന്ന്. ഇപ്പൊ ഒരു പീഡനമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഓടിപ്പോയെന്നൊക്കെ ഇരിക്കും. അതൊക്കെ സ്വാഭാവികമായ കാര്യം. അതിനൊന്നും നമുക്കിപ്പോൾ കുറ്റം പറയാനൊന്നും പറ്റില്ല. നമ്മൾ ഈ പറയുന്നത് പോലെ പറയാൻ എല്ലാവർക്കും ഭയങ്കര എളുപ്പമാണ്. സ്നേഹവും ആഗ്രഹവും ഒക്കെ എല്ലാവർക്കും ഉണ്ടെന്നേ. ആഗ്രഹം ഉണ്ടെങ്കിലും ചിലപ്പം പീഡനം വരുമ്പോൾ നമ്മൾ ഇതൊന്നും അനുഭവിക്കാതെ പലപ്പോഴും വലിയ തീരുമാനമൊക്കെ എടുക്കും. ഞാൻ പണ്ട് ജീസസ് മിഷനിലെ കാര്യം ഇങ്ങനെ പറയാനുണ്ട്. ജീസസ് മിഷനിൽ നമ്മുടെ പിള്ളേരെല്ലാം തുടങ്ങുന്ന 25 വർഷം മുമ്പ് എല്ലാവരും ടീനേജ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 22, 23 വയസ്സൊക്കെ ഉള്ള ആളുകളാണ് വന്നത്. അപ്പോൾ യുവമാരെല്ലാം കുറച്ച് കഴിയുമ്പോൾ കല്യാണത്തിനൊക്കെ പോകാൻ നേരം, കല്യാണം കഴിക്കാനൊക്കെ പോകുന്ന സമയത്ത് ഞാൻ പറയും, മക്കളെ എടാ നീ ചെന്ന് കഴിഞ്ഞാൽ പെണ്ണ് കാണുമ്പോഴത്തേക്ക് അവളോട് സത്യം പറയണം. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പറയണം. ഇവിടെ ഭയങ്കര ചൂടുണ്ട്, ഭയങ്കര തണുപ്പുണ്ട്, പലപ്പോഴും നമുക്ക് യാത്ര ചെയ്യേണ്ടി വരും, അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ പറയാതെ ഇതിനെ കെട്ടരുത്. ചെന്ന് ഈ പ്രതിസന്ധികളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് വേണം കല്യാണം കഴിപ്പിക്കാൻ. കല്യാണത്തിന് പെണ്ണുങ്ങളോട് പറയണം, പറയാതെ വഞ്ചിക്കരുത്. ഇവന്മാർ ചെന്ന് കഴിഞ്ഞിട്ട് പറയുന്നതെന്നറിയാമോ? ഞാൻ പറഞ്ഞതിന്റെ 5 ഇരട്ടിയാ. അവിടെ ഒന്നും ഇല്ലാത്തത് കൂടെ അങ്ങ് പറയും. അവിടെ തണുപ്പും ചൂടുമാണെന്ന് മാത്രമല്ല, അവിടെ പട്ടിണിയാ. അവിടെ വന്ന് പട്ടിണിയൊന്നും അങ്ങനൊന്നും വലിയ പട്ടിണിയൊന്നും അല്ല. അവിടെ പട്ടിണിയാണ്. അനേക ദിവസങ്ങൾ ചിലപ്പം ഭക്ഷണം കഴിക്കാതെ നമ്മൾ കഴിയേണ്ടി വരും. ചിലപ്പം വെള്ളം കിട്ടാത്ത അവസ്ഥയുണ്ട്. അതാണ് രോഗങ്ങൾ അങ്ങ് ഭയങ്കരമാണ്. രോഗങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ എന്നാലും പറയുമ്പം ഇതെല്ലാം അങ്ങ് പറയും. എല്ലാം പറയുമ്പം ഈ സഹോദരിമാരുടെ റെസ്പോൺസ് എന്നറിയാമോ? സഹോദരിമാർ പറയുന്നത്, എനിക്കൊരു പ്രവചനം, ഒരു ദൂതുണ്ടായിരുന്നു, ഞാൻ രക്തസാക്ഷിയായി മരിക്കുമെന്ന്. അപ്പൊ രക്തസാക്ഷിയായി മരിക്കാൻ ഞാൻ ഒരുക്കവാ. അപ്പൊ രക്തസാക്ഷിയായി മരിക്കുന്നതിനിടയ്ക്കാണോ ചൂടും തണുപ്പും ഒക്കെ? എനിക്ക് ചൂടും വിഷയമല്ല, തണുപ്പും വിഷയമല്ല, പട്ടിണി വിഷയമല്ല. കാര്യം ദൂതുണ്ട്, എന്താ? രക്തസാക്ഷിയായിട്ട് മരിക്കുമെന്ന്. എന്ന് പറഞ്ഞ് കല്യാണം കഴിഞ്ഞ് അവിടെ വന്ന് ഡിസംബറിലെ തണുപ്പൊക്കെ അങ്ങോട്ട് ആകുമ്പോൾ, അല്ലെങ്കിൽ ഏപ്രിലിലെ ചൂടൊക്കെ കൂടി, ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ചിലപ്പം മെഴുകുതിരി അതായത് 52 ഡിഗ്രി സെന്റിഗ്രേഡ് വന്നിട്ടുണ്ട്. 52 ഡിഗ്രി സെന്റിഗ്രേഡിൽ മെഴുകുതിരി കത്തിക്കാതെ ഉരുകും. വെറുതെ വെച്ച് കഴിഞ്ഞാൽ ഉരുകും. അങ്ങനത്തെ ചൂടൊക്കെയാ. ചൂട് ഇച്ചിരി കൂടി വരുമ്പം സഹോദരനോട് പറയും, അച്ചാച്ചാ മമ്മി വിളിച്ചായിരുന്നു, നാട്ടിലോട്ട് ചെല്ലുന്നോ എന്ന് ചോദിച്ചു, ടിക്കറ്റ് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആരും ചിന്തിക്കരുത് ഈ പെങ്കൊച്ചിന് കമ്മിറ്റ്മെന്റ് ഇല്ലാഞ്ഞിട്ടാണെന്ന്. ഇതിന് നല്ല കമ്മിറ്റ്മെന്റ് ഉണ്ട്. പക്ഷേ ഇതുവരെ അനുഭവിച്ചിട്ടില്ലല്ലോ. ഇത് അനുഭവിക്കുമ്പോഴല്ല ഈ പ്രശ്നങ്ങളൊക്കെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ പറയുന്നത് പോലെ ഇവരാരും കളിപ്പിച്ചൊന്നുമല്ല. ഇവർക്ക് ശരിക്കും രക്തസാക്ഷിയാകാനുള്ള ആഗ്രഹം പോലും ഉണ്ട്. അതുപോലെ കമ്മിറ്റ്മെന്റ് ഉള്ളതാ. പക്ഷെ അനുഭവിച്ചിട്ടില്ലല്ലോ. അപ്പൊ അനുഭവിക്കുമ്പോൾ ചിലപ്പോൾ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്? നമുക്കത് പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായേക്കാം. എന്നാൽ ക്രമേണ ഈ പിള്ളേരെല്ലാം ഇപ്പോൾ ഭയങ്കര കമ്മിറ്റ്മെന്റ് ഉള്ള പിള്ളേരാണ്. അത് ആദ്യത്തെ 1-2 ചൂടൊക്കെ കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ ശരിയായിക്കോളും, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും നിലയിൽ ഇപ്പം ഒരു സ്ഥലത്ത് പ്രശ്നം ഉണ്ടായപ്പോൾ അവിടെ നിന്ന് ഓടിപ്പോയി എന്നൊക്കെയാണ് നമ്മൾ വേദപുസ്തകത്തിനെ വായിക്കുന്നത്. ഓടിപ്പോയതല്ല, ഇവർ പേടിത്തൊണ്ടന്മാരായിട്ടൊന്നും അല്ല. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലപ്പം ഹ്യൂമൻ വേയിൽ നമ്മൾ ചിലപ്പോൾ ഓടിയെന്നൊക്കെ. അതിനൊന്നും നമ്മളിപ്പോൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാര്യം ഈ അനുഭവങ്ങളൊക്കെ പലപ്പോഴും എന്താണ്, നമ്മൾ അതിന് മനസ്സുണ്ട്, പക്ഷേ ചിലപ്പം അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങളിൽ അതുപോലെ കഴിയാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാനൊരിക്കലും അവരെ കുറ്റം പറയത്തില്ല. ഞാനവിടെ പറയും, നിനക്ക് ഒരു ചൂടൊക്കെ ഒന്ന് വേണമെങ്കിൽ പോയി നിന്നോ എന്നേ പറയത്തുള്ളൂ. ഞാൻ പറഞ്ഞതിന്റെ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. ഇതേപോലെ തന്നെ ഇവരെന്ത് ചെയ്തു? പീഡനം ഉണ്ടായപ്പോൾ എന്തുണ്ടായി? അവര് ചിതറിപ്പോയി. പക്ഷേ ആ ചിതറിപ്പോയതിനകത്ത് പോലും ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞതിന്റെ വ്യത്യാസം മനസ്സിലായല്ലോ. അവർ ചിതറിപ്പോയി എന്ന് പറയുന്നത് ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാത്ത ആളുകൾ എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. അതിനകത്ത് ദൈവത്തിന്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, നമ്മുടെ അബദ്ധങ്ങളെ പോലും ദൈവം ചിലപ്പം സുബദ്ധങ്ങളാക്കും. അല്ലാതെ നമ്മളെല്ലാം ഭയങ്കര ഇതായതുകൊണ്ടോ വലിയ സ്പിരിച്വൽ ജയൻസ് ആയതുകൊണ്ടൊന്നും അല്ല നമ്മുടെ കാര്യങ്ങളൊക്കെ. പലപ്പോഴും ദൈവം നമ്മളെ അബദ്ധങ്ങളെ പോലും, നമ്മൾ കാണിക്കുന്ന ചില അബദ്ധങ്ങൾ പോലും കർത്താവ് സഹിച്ച്, അതുകൊണ്ടാണല്ലോ ഇത്രത്തോളം യഹോവ സഹായിച്ചെന്ന് പറയുന്നതിനേക്കാൾ ഞാൻ പറഞ്ഞല്ലോ ഇത്രത്തോളം യഹോവ സഹിച്ചല്ലോ എന്ന് പറയുന്നതാണ് കുറെ കൂടെ ശരി. കർത്താവ് നമ്മളോട് ഭയങ്കര കരുണയുള്ളവനാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ബലഹീനതകളിൽ പോലും അവൻ നമുക്ക് തുണ നിൽക്കുന്നവനായ ഒരു ദൈവമാണെന്നുള്ളത് മനസ്സിലാക്കണം. എന്നാൽ ദൈവത്തിന്റെ പദ്ധതിയാണ് ഞാൻ പറഞ്ഞത്. അവിടെ ദൈവം എന്ത് ചെയ്യുന്നു? ഈ ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യാണ്? അവർ വഴിയിലൊക്കെ പോയി പ്രസംഗിക്കാൻ പോവാ. പള്ളികളിൽ സുവിശേഷം അറിയിച്ചു, പക്ഷെ ഇപ്പം തെരുവുകളിൽ സുവിശേഷം അറിയിക്കുന്നതായ ഒരു സ്റ്റേജ്.
ഞാൻ പറഞ്ഞല്ലോ, ചിലർ പറയും ബൈബിൾ അൾത്താരയിൽ ഇരിക്കേണ്ട ബൈബിൾ എന്തുവാ, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം, അൾത്താരയിൽ ഇരിക്കേണ്ട ബൈബിള് തെരുവിലിറക്കും. തെരുവിലാ ബൈബിൾ പ്രസംഗിക്കേണ്ടത്, അല്ലാതെ അൾത്താരെ വെച്ചേക്കാനുള്ളതല്ല ഈ സാധനം. ഇത് ആർക്ക് വേണ്ടിയുള്ളതാണ്? സർവ്വജനത്തിന് ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ് യേശു കർത്താവ്. അത് സർവ്വജനത്തിന്റെയും മധ്യത്തിൽ ചെല്ലണം. യെരുശലേമിൽ മാത്രം ഇരുന്നാൽ പോരാ. അവരുടെ പ്രശ്നം, അവർ ചിന്തിച്ചത് ഇത് യഹൂദന്മാർക്കുള്ള മഹാസന്തോഷം എന്നാണ് യേശുവിനെ കുറിച്ച് അവർ ചിന്തിച്ചത്. അല്ല, ഇത് ശമരിയയിലേക്ക് പോകണം. ഗലീലയിൽ അല്ലെങ്കിൽ യെരുശലേമിൽ മാത്രം പോരാ, മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇത് യഹൂദിയയിൽ എല്ലായിടവും ശമരിയയിലും പിന്നെ അങ്ങോട്ടും പോകണം. പക്ഷെ അടുത്തത് ശമരിയയിലേക്ക് വരികയാണ്. അടുത്തത് നമ്മൾ കാണുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5-ാമത്തെ വാക്യത്തിൽ, അതാ ഞാൻ പറഞ്ഞത്, ഈ അധ്യായത്തിനകത്ത് എന്നെ ഒത്തിരി സ്വാധീനിച്ച ഒരു കാര്യമുണ്ട്. സ്തേഫാനോസ് മരിച്ചല്ലോ. സ്തേഫാനോസ് മരിച്ചപ്പോൾ എല്ലാം തീർന്നെന്ന് ചിന്തിച്ചപ്പോൾ വേറൊരുത്തിന് എണീറ്റ് വന്നിരിക്കുന്നു. ആരാന്നറിയാമോ? ഫിലിപ്പോസ്. പൗലോസൊന്നും അല്ല, അതിന് മുമ്പേ തന്നെ ഒരുത്തം വന്നു. പൗലോസ് വന്നു, അത് വേറെ കാര്യം. പൗലോസ് പിന്നല്ലേ. ഈ അധ്യായത്തിൽ തന്നെ, നമ്മൾ 8-ാമത്തെ അധ്യായത്തിൽ, ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് അവിടെ ക്രിസ്തുവിനെ പ്രസംഗിച്ചു. കണ്ടോ? സ്തേഫാനോസ് യെരുശലേമിലാണ് പ്രസംഗിച്ചത്, പക്ഷേ ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, സ്തേഫാനോസിനെ കൊന്നാൽ എല്ലാം തീർന്നെന്ന് ചിന്തിക്കൊന്നും വേണ്ട. സ്തേഫാനോസ് പോയാൽ ഫിലിപ്പോസ് വരും. ദൈവസഭയെ തകർക്കാൻ ഒരാളെ രക്തസാക്ഷിയാക്കിയിട്ട് മാത്രമൊന്നും കാര്യമില്ല. രക്തസാക്ഷികളുടെ രക്തം സഭയുടെ വിത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്തേഫാനോസിനെ കൊന്നാൽ എല്ലാം തീരുമെന്ന് യഹൂദ മതനേതാക്കന്മാർ ചിന്തിച്ചു. ഇനി സ്തേഫാനോസിനെ അല്ല, പൗലോസിനെ കൊന്നാൽ പോലും, അങ്ങനെയാണല്ലോ അവർ ചിന്തിച്ചത്. റോമൻ സീസർ ചിന്തിച്ചത് പൗലോസിനെ കൊന്നാൽ എല്ലാം തീരുമെന്നാണ്. പക്ഷേ പൗലോസ് പറഞ്ഞ എന്നറിയാം, എന്നെ നിങ്ങൾക്ക് ചങ്ങലക്കിടാം, പക്ഷെ സുവിശേഷത്തിന് ബന്ധനമില്ല. പ്രിയമുള്ളവരെ, ഒരു സുവിശേഷകനെയോ ഒരു മിഷനറിയെയോ ഒരു പ്രസംഗകനെയോ നശിപ്പിച്ചു എന്ന് പറഞ്ഞ് സുവിശേഷം തീർന്നു പോകത്തില്ല. പൗലോസിനെ ജയിലിലിട്ടാൽ സുവിശേഷം മുഴുവൻ തീരുമെന്ന് ആരും ചിന്തിക്കണ്ട. സുവിശേഷം, പൗലോസിനെ ജയിലിലിട്ടത് കൊണ്ട് സുവിശേഷം കൂടുതൽ വ്യാപിച്ചതേ ഉള്ളൂ. അവനെ ജയിലിൽ ഇട്ടപ്പോൾ ചില ആളുകളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടാൻ തുടങ്ങി. എടാ, പൗലോസ് ആരുന്നല്ല സുവിശേഷം പ്രസംഗിച്ച നമ്മളോടൊക്കെ, ഇപ്പൊ പൗലോസ് ജയിലില്ല, ആ ശുശ്രൂഷ നമുക്ക് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു പോയെന്നാ പൗലോസ് തന്നെ പറയുന്നത്. അതുകൊണ്ട് ഒരാളെയോ അല്ലെങ്കിൽ ആരെയെങ്കിലും ഒരാളെ കൊന്നതുകൊണ്ട് അതൊക്കെ ഒരു തെറ്റിദ്ധാരണയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഡിട്രീച്ച് ബോണോഫറിനെ കൊന്നാൽ ഇനി ജർമ്മനിയിൽ സുവിശേഷം ഉണ്ടാകത്തില്ലെന്ന് ഹിറ്റ്ലർ ചിന്തിച്ചു. ഡിട്രീച്ച് ബോണോഫറിനെ കൊന്നു. ഡിട്രീച്ച് ബോണോഫറിനെ കൊന്നെന്നുള്ളത് ശരിയാണ്. ഹിറ്റ്ലർ ചിന്തിച്ചത് ഇനി സുവിശേഷം അവിടെ ഉണ്ടാകത്തില്ലെന്നാ. ഹിറ്റ്ലർ പോയി, പക്ഷെ സുവിശേഷമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ ജിമ്മലിയട്ടിന്റെ സ്റ്റോറി നിങ്ങൾക്ക് അറിയാമല്ലോ. ജിമ്മലിയട്ടിനെ അവര് കൊന്നുകളഞ്ഞു. ജിമ്മലിയട്ടിനെ കൊന്നുകളയുന്ന സമയത്ത് ഒരാൾ പോലും ഔക്കാ ജാതിക്ക്, ഒഡോണി എന്ന് പറയുന്ന ആ ഗ്രൂപ്പിനകത്ത് ഒരാൾ പോലും ക്രിസ്ത്യാനിയില്ല. ആദ്യമായിട്ട് സുവിശേഷം വിളിക്കാൻ പോയത് 29-ാമത്തെ വയസ്സിൽ ജിമ്മലിയട്ടിനെ അവരെ കുന്തമെറിഞ്ഞ് കൊന്നു. എന്താ സംഭവിക്കുന്നത്? എലിസബത്ത് എലിയട്ട് ആ സ്ഥലത്തേക്ക് തന്നെ പോയി അവളുടെ കുഞ്ഞുമായിട്ട് പോയപ്പോൾ മിഷൻ ലീഡേഴ്സ് അവളോട് പറഞ്ഞൊരു വാചകമുണ്ട്. അവരെ മിഷൻ ലീഡേഴ്സിനെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല, ഞാനാണെങ്കിലും അങ്ങനെ പറയത്തുള്ളൂ. അവർ പറഞ്ഞു, ലിസ്, ദേ കിൽ യുവർ ഹസ്ബൻഡ്, ദേ വിൽ കിൽ യു ഓൾസോ. എലിസബത്ത്, നിന്റെ ഭർത്താവിനെ അവർ കൊന്നു, അവർ നിന്നെയും കൊല്ലും, നീ പോകരുത്. എലിസബത്ത് എലിയിട്ട് പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? എ ഫിലോസഫി ദാറ്റ് ഈസ് നോട്ട് വർത്ത് ഡൈയിങ് ഈസ് നോട്ട് വർത്ത് ലിവിങ്. ചാകാൻ കൊള്ളാത്ത സന്ദേശം ജീവിക്കാനും കൊള്ളത്തില്ല. അതാണ് സുവിശേഷം. സുവിശേഷം ചാകാൻ കൊള്ളാവുന്നതാണ്, മരിക്കാൻ കൊള്ളാവുന്നതാണ്. അതുകൊണ്ട് അതിന്റെ ഒരു പ്രചാരകന്റെ നഷ്ടം, അവന്റെ മരണം സുവിശേഷത്തെ ബന്ധിക്കുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. സ്തേഫാനോസ് യെരുശലേമിൽ പ്രസംഗിച്ചെങ്കിൽ ഫിലിപ്പോസ് അടുത്ത ഫേസിലേക്ക് കയറുകയാണ്. യഹൂദ്യയും വിട്ട് ശമരിയയിലേക്ക് പോവുകയാണ്. യുസി, അപ്പോൾ നമ്മൾ 8-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു ചെതറിപ്പോയ വചനം. അവിടെ അതിനു മുമ്പ് നമ്മൾ 6-ാമത്തെ അധ്യായത്തിൽ തെരഞ്ഞെടുക്കുമ്പോൾ ആദ്യത്തെ ആള് സ്തേഫാനോസ് ആയിരുന്നു. 2-ാമത്തെ ആളാല ഫിലിപ്പോസാ. ആ ഫിലിപ്പോസ് ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ശമരിയയിലേക്ക് പോവുകയാണ്. ആ ശമരിയയിലെ സ്റ്റോറീസ് ഭയങ്കര രസം. 6-ാം അധ്യായം 6 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അതായത് 8-ാം അധ്യായത്തിന്റെ 6 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആഭിചാര പ്രയോഗം നടത്തിക്കൊണ്ടിരുന്ന ശിമോന്റെ ചരിത്രം നമ്മളവിടെ കാണുന്നുണ്ട്. അവിടെ 13-ാമത്തെ വാക്യത്തിൽ ശിമോൻ താനും വിശ്വസിച്ച് സ്നാനമേറ്റു. അവനും വിശ്വസിച്ച് സ്നാനമേറ്റു. ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു. വലിയ വീര്യപ്രവൃത്തികളും അടയാളങ്ങൾ നടക്കുന്നത് കണ്ട് പരിഭ്രമിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കാണുന്നത് 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ
ഈ ശമരിയയിൽ ആളുകൾ കർത്താവിനെ അംഗീകരിച്ചു എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, ശരിക്കും ഈ ശമരിയയിലും യഹൂദ പശ്ചാത്തലത്തിലുള്ള ആളുകളാണ് കർത്താവിനെ കൂടുതലായിട്ട് സ്വീകരിച്ചു വന്നത്. അവര് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പത്രോസിനും യോഹന്നാനും സന്തോഷമായി. അവർ വന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവരുടെ തലമേൽ കൈവച്ചു, അവരൊക്കെ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചു, അവർ അന്യഭാഷകളിൽ സംസാരിച്ചു. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ശിമോൻ നേരെ കുറച്ച് പണം കൊണ്ടുവന്നിട്ട് പത്രോസിന്റെ അടുക്കൽ വന്നിട്ട് അവിടെ നമ്മൾ കാണുന്നത്, അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശിമോൻ കണ്ടാറെ അവർക്ക് ദ്രവ്യം കൊണ്ടുവന്നു. ഞാൻ ഒരുത്തന്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മാവ് ലഭിക്കാൻ തക്കവണ്ണം ഈ അധികാരം എനിക്കും തരണമെന്ന് പറഞ്ഞു. ഈ പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം ഇതാണ്. അതായത് ഇവന് വിശ്വസിച്ചു എന്നുള്ളതൊക്കെ ശരിയാണ്, പക്ഷെ അതിന് പകരം ഒരു കാര്യത്തിലേക്ക് വിശ്വസിക്കുന്നത് പോലെയാണ്. ഈ പലപ്പോഴും നമ്മുടെ ഈ പശ്ചാത്തലങ്ങളുണ്ടല്ലോ, ഈ പേഗൻ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് ആഫ്രിക്കയിലൊക്കെ വളരെ പ്രശ്നങ്ങളുണ്ട്. അവരുടെ മനസ്സിലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രവാദത്തിന്റെ ഒരു കോട്ടിട്ട വേർഷനാണ് അവർ ഈ സഭയിൽ പ്രതീക്ഷിക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ആദിവാസി ഡ്രസ്സിലൊക്കെ ഇരിക്കുന്ന മന്ത്രവാദി ഇവിടെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ കോട്ടും ഒക്കെ ഇട്ട ഒരു മന്ത്രവാദി. പലരും മന്ത്രവാദത്താൽ ലഭിക്കുന്ന കാര്യങ്ങൾ ചുളുവിൽ കിട്ടുമല്ലോ പറഞ്ഞോണ്ട് മറ്റിടത്ത് പോയി കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇതാകുമ്പോൾ ജസ്റ്റ് അങ്ങോട്ട് ചെന്ന് നിന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ കൈ അങ്ങോട്ട് വെച്ച് ഇല്ലേ, ഇതൊക്കെയാണ് ഇവരുടെ മനസ്സിൽ. ഇതേ ശിമോൻ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ വന്നുകൊണ്ട് ഇവനും എന്ത് ചെയ്തിട്ടില്ല, ഇവനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ക്രിസ്ത്യാനിത്വം എന്നുള്ളതൊന്നും മനസ്സിലാക്കിയിട്ടില്ല. അവൻ ചിന്തിച്ചെന്നറിയാമോ, മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇത് ഭയങ്കരമാണല്ലോ, കൈ അങ്ങോട്ട് വെച്ച ഉടനെ തന്നെ പരിശുദ്ധാത്മാവൊക്കെ കിട്ടുന്നത്. ഇതൊക്കെ നമ്മൾ ഈ വലിയ ഗിമ്മിക്സ് പോലെ ഇവരെല്ലാം ഇവർ ചിന്തിക്കുന്നു. അങ്ങനെ അപ്പോഴത്തേക്ക് നമുക്ക് ആളുകളെല്ലാം എൻ്റെ മീറ്റിങ്ങിനൊക്കെ വരും, അത് ഒത്തിരി പണം ഉണ്ടാക്കാനും നല്ല മാർഗമാണ്. അപ്പം ഇതേ കാര്യം തന്നെ ഇപ്പൊ ഇതിനകത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നും ഇതിന്റെ വേർഷൻസ് ആണ് നമ്മൾ പലയിടത്തും ഓടുന്നത്. അതാ ഒരു പ്രശ്നം. ഞാൻ ആഫ്രിക്കയിൽ പലപ്പോഴും കണ്ടിട്ടുള്ളതായ കാര്യമുണ്ട്, ഇന്ത്യയിലും ഉണ്ട് ആഫ്രിക്കയിലും ഉണ്ട്. നമ്മൾ ഈ പണം ഉണ്ടാക്കാനായിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് കാര്യങ്ങൾ, അത് ഈ മന്ത്രവാദത്തിന്റെ മറ്റൊരു പതിപ്പായിട്ട്. ഞാൻ ഒരിക്കൽ ആഫ്രിക്കയിൽ ഒരു ലോഡ്ജിൽ താമസിച്ചപ്പം അവിടെ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട്. മന്ത്രവാദി എന്ന് പറയുന്ന ഒന്നുള്ള ശരി പ്രവാചകൻ വന്നിട്ടുണ്ട്. ഞാൻ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ട്, ഇവിടുത്തെ മിക്കവാറും ഉള്ള ഈ പ്രവാചകന്മാരെന്ന് പറയുന്ന പാർട്ടികളെല്ലാം ഈ ആഫ്രിക്കയിൽ നിന്ന് കടമെടുത്തതാണല്ലോ എന്ന്. സാധാരണ രീതിയിലെല്ലാം അമേരിക്കയിൽ നിന്നാണ് പലരും കടമെടുക്കുന്നത്. പക്ഷേ ഇവിടുത്തെ മിക്കവാറും ഈ പ്രവചനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന പാർട്ടികളുണ്ടല്ലോ, അവർ മിക്കതും കടമെടുത്തത് ആഫ്രിക്കയിൽ നിന്നാണ്. കാര്യം ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഈ ഒരു മന്ത്രവാദി, പിന്നെ ഞാൻ മന്ത്രവാദി എന്നുള്ള അതാ കറക്റ്റ്, ഒരു പ്രവാചകൻ അവിടെ ഉണ്ട്. അപ്പം ഈ പ്രവാചകൻ അവിടെ ഒരു ചെറിയ ഒരു ഓഡിറ്റോറിയം പോലെ 10-50 പേർക്ക് ഇരിക്കാവുന്ന ഒരു ചെറിയ ഓഡിറ്റോറിയം ആ ലോഡ്ജിലുണ്ട്. അപ്പൊ ഇയാൾ അവിടെ വന്നിരിക്കുകയാണ്. അപ്പൊ ആൾക്കാരൊക്കെ ഇയാളെ കാണാൻ വരികയാണ്. കാണാൻ വന്നു കഴിഞ്ഞാൽ പറയാൻ തന്നെ നാണം കേടാ. ഇയാൾ വരുന്നവർക്കെല്ലാം നമ്മളെ ഈ ചായയുടെ പ്ലാസ്റ്റിക് കപ്പുണ്ടല്ലോ, ആ കപ്പ് കൊടുത്തിട്ട് പറയും കൊണ്ടുപോയി മൂത്രം ഒഴിച്ചുകൊണ്ട് വരാൻ. എന്നിട്ട് അത് നമ്മൾ പറയാൻ തന്നെ കൊള്ളത്തില്ല. മൂത്രം ഒഴിച്ചുകൊണ്ട് വന്നു കഴിയുമ്പോൾ മൂത്രത്തിൽ ഇങ്ങനെ നോക്കിയിട്ട് പിന്നെ പ്രവചനമാണ്, ഫോറൻസിക് പ്രോഫസി. മൂത്രത്തിൽ ഇങ്ങനെ പറയും, നിന്റെ വീട്ടിൽ 4 മുറികളുണ്ട്, അതിൽ 2ാമത്തെ മുറിയിലൂടെ കടന്നു പോകുമ്പോൾ അതിന്റെ ഇടതുവശത്ത് ഒരു കസേര കിടപ്പുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയും. ഇതൊക്കെയല്ലേ ഇവിടെ നടക്കുന്നത് ഇല്ലേ? അവിടെ ഒരു പ്രത്യേക പ്രശ്നം, അതിന്റെ മോളിൽ ഒരു കുരുത്തോല അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ട്, അത് വലിയ പ്രശ്നമാണ്, അത് വെറുതെ അഴിച്ചു കളയാൻ പറ്റത്തില്ല, ഞാനത് പ്രാർത്ഥിച്ച് അതിന്റെ ബന്ധനം അഴിച്ചു കളയാം, അതിന് 30,000 ഷില്ലിങ്. 30,000 ഷില്ലിങ് പറഞ്ഞാൽ 1000 രൂപ. വലിയ പൈസ ഒന്നും പറയത്തില്ല, കാര്യം ഈ പാവങ്ങളുടെ പൈസ ഇല്ല. 30,000 ഷില്ലിങ്. ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഒരു സ്ത്രീ അവളുടെ കൂട്ടുകാരിക്ക് ഫോൺ ചെയ്യും. അവിടെ ഈ ഫോൺ മണി ഒത്തിരി ഉണ്ട്, എയർടെൽ മണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, എംപേസ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നെ ഒരു പെങ്കൊച്ച് അവളുടെ കൂട്ടുകാരെ വിളിക്കുക, ഈ പ്രവാചകനെ കണ്ടു, പ്രവാചകൻ ഏതാണെങ്കിലും എൻ്റെ പ്രശ്നം പറഞ്ഞു, പരിഹാരം ഉണ്ടെന്ന് പറഞ്ഞു, എല്ലാം അച്ചട്ടാ പറഞ്ഞത്. പക്ഷെ 30,000 ഷില്ലിങ് ആ പ്രവാചകൻ ചോദിച്ചത്. എൻ്റെ 20,000 ഉള്ളൂ, ഒരു 10,000 പെട്ടെന്ന് നിനക്ക് ഫോണിൽ കൊണ്ടുവന്നിട്ട് തരാമോ? ഈ പാവങ്ങള് പൈസ കൊടുത്ത് എന്തൊരു വഞ്ചനയാ. പ്രവാചകൻ എന്ന പേര്. ഇത് മന്ത്രവാദി കാണിച്ചാൽ നമുക്ക് അത്ഭുതമൊന്നുമില്ല. പക്ഷെ അത് തന്നെ നമ്മളും കാണിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ നമ്മളെ യേശുവിന്റെ പേര് പറഞ്ഞ് കാണിക്കാൻ തുടങ്ങിയാൽ എന്താ അർത്ഥം? ശിമോൻ ചിന്തിച്ചത് ഇതുപോലെ കുറച്ച് കാശുണ്ടാക്കാമെന്നുള്ള ചിന്തയാണ്. ഇവിടെ ഇത് തന്നെയാണല്ലോ നടക്കുന്നതും. ഇതുപോലുള്ള കാശുണ്ടാക്കുന്ന പരിപാടിയാണല്ലോ. അതിനുവേണ്ടി എന്ത് ഗിമ്മിക്സ് കാണിക്കാനും ഒരു മടിയുമില്ല. മരിച്ചവരെ ഉയിർപ്പിക്കും. അവരുടെ ചർച്ചിൽ തന്നെ ആൽഫിലുക്കാവിന്റെ ചർച്ചിൽ ഡ്രം വായിച്ചുകൊണ്ടിരുന്ന ചെറുക്കനെ പിടിച്ച് കിടത്തിയിട്ട് നീ എണീര്, റൈസ് അപ്പ് റൈസ് അപ്പ് റൈസ് അപ്പ് എന്ന് പറഞ്ഞു. അവനിങ്ങനെ എണീറ്റ് വന്നു. എന്നിട്ട് ലോകം മുഴുവൻ വൈറലായി. എന്തുവാ? മരിച്ചവനെ ഉയർപ്പിച്ചു. ഇപ്പൊ പോലീസ് വിളിച്ചിരിക്കുക. ഞാൻ പറഞ്ഞ ആഫ്രിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതിന്റെ കാര്യം എന്നറിയാമോ? ഷെപ്പേർഡ് ബുഷീലി എന്ന് പറഞ്ഞ ഒരുത്തൻ ഞങ്ങളുടെ നാട്ടിലുണ്ട്. അവിടെ
അയാൾ ഇതുപോലെ ഈ ആളുകൾ വന്ന് നിൽക്കുമ്പം അയാളുടെ പേരൊക്കെ പറയുന്നത്. ഞാൻ ഈയിടെ അങ്ങനെ ഒരു വീഡിയോ കണ്ടതാ. ഒരുത്തൻ വന്ന് നിന്നപ്പോഴത്തേക്ക് ഇവന്റെ പേര് പറയുകയാണ്, ബുഷീരി, യു ആർ ഡൊമിനിക്. ഞാൻ പറഞ്ഞു യെസ് ഐ എം ഡൊമിനിക്. ഇങ്ങനെയാണല്ലോ ഇവിടെ പറയുന്നത്. യു ആർ കമ്മിങ് ഫ്രം ഇറിംഗ. ഐ എം കമ്മിങ് ഫ്രം ഇറിംഗ. എന്നിട്ട് അടുത്തത് ചോദിച്ചു, നീ എന്നെ നേരത്തെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? അതാണ് അടുത്ത ചോദ്യം. ഈ ബോട്ടം പറഞ്ഞു, നമ്മൾ രാവിലെ വർത്തമാനം പറഞ്ഞതായിരുന്നല്ലോ. കാര്യമെന്നറിയാമോ? ഇങ്ങനെ പറയെടുത്തെന്ന് ഇവനോട് പറഞ്ഞു. ഇവനൊരു പാവമാ. ഇവനെ കണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവനൊരു പാവം ചെറുക്കന്. അവന് അത് ലൈവായിട്ട് പോയി. അതാ പറ്റിയ പ്രശ്നം. ഉടനെ പുള്ളി പറഞ്ഞു, there is some problem, he doesn't understand what I say, I need a translator. ഇവർ രണ്ടുപേരും ഒന്നാം തരമായിട്ട് ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ടിരിക്കുക. സൗത്ത് ആഫ്രിക്കയിലാ. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇങ്ങനത്തെ ടെക്നിക്കുകൾ 1-ാം നൂറ്റാണ്ടിലേ ഉണ്ടായിരുന്നു, പണ്ടേ ഉണ്ടായിരുന്നതാ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, പത്രോസ് പറഞ്ഞില്ല എന്നാ പിന്നെ ഇതിനൊരു പേറ്റന്റ് ഞാൻ അങ്ങ് എടുത്തേക്കാം, ഒരു കവറിങ് എന്തോ എന്റെ ഒരു കവറിങ്ങിൽ വേണം നീ ഇതെല്ലാം ചെയ്യാൻ എന്നൊന്നും പറഞ്ഞില്ല. പത്രോസ് പറഞ്ഞു. പത്രോസ് താഴോട്ട് പറയുന്ന കാര്യം എന്നറിയാമോ? ഇത് 21-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, പത്രോസ് അവനോട് ദൈവത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ പത്രോസ് അവനോട് ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാം എന്ന് നീ നിരൂപിക്കൊണ്ട് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായ കൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയും ഇല്ല. കൃത്യമായിട്ട്. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട്. അപ്പോൾ ശുശ്രൂഷയ്ക്ക് പണം വാങ്ങിക്കുന്നെന്ന് പറയുന്നത് വഷളത്വമാണ്. അതിപ്പം ഇന്ത്യയെ വാങ്ങിച്ചാലും ആഫ്രിക്ക വാങ്ങിച്ചാലും ശുശ്രൂഷയ്ക്ക് പണം വാങ്ങിക്കുക എന്ന് പറയുന്നത് വഷളത്വമാണ്. അങ്ങനെ എഴുതിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ശുശ്രൂഷ നമ്മൾ നിർവഹിക്കുന്നതിനകത്ത് ഇതൊന്നും ഇങ്ങനത്തെ ശുശ്രൂഷയൊന്നും ദൈവം തരുന്നതൊന്നും അല്ല, അങ്ങനെയൊന്നും അല്ല. പക്ഷെ ഞാൻ പറഞ്ഞത്, ഇനി നിങ്ങൾ പ്രാർത്ഥിച്ചൊരു രോഗി സൗഖ്യമാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യണമെന്നൊക്കെ പറയുന്നതൊന്നും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. നിങ്ങൾക്ക് ആരെങ്കിലും മനസ്സോടുകൂടെ കർത്താവ് പറഞ്ഞിട്ട് തരുന്നെങ്കിൽ നിങ്ങൾ വാങ്ങിയില്ലേ? അതൊന്നും അല്ലല്ലോ. ഇതെന്തിനാ നിങ്ങൾ ഈ ഇൻഡ്യൂസ് ചെയ്ത്? അതാണല്ലോ ശുശ്രൂഷയ്ക്ക് പണം വാങ്ങിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചോദിച്ച് പണം വാങ്ങിക്കുന്ന ഈ കാര്യത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നീ ഈ വഷളത്വം വിട്ട് മാനസാന്തരപ്പെടുത്തു, കർത്താവിനോട് പ്രാർത്ഥിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ വീണ്ടും വായിക്കുമ്പോൾ 25-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, അവർ കർത്താവിന്റെ വചനം സാക്ഷീകരിച്ച് പ്രസംഗിച്ച ശേഷം ശമരിയക്കാരുടെ അനേക ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിച്ചുകൊണ്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. ആര്? പത്രോസും യോഹന്നാനും. അപ്പോൾ സുവിശേഷം ഈ വലിയ അപ്പോസ്തലന്മാരായി കഴിഞ്ഞപ്പോഴും ഇവര് അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് എന്താണെന്നറിയാമോ? 25-ാമത്തെ വാക്യം നമ്മൾ കണ്ടത്, ശമരിയക്കാരുടെ അനേക ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിച്ചുകൊണ്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. നമ്മുടെയൊക്കെ പ്രശ്നം എന്നറിയാമോ? ഇച്ചിരി ഒന്ന് പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഗ്രാമങ്ങളിലൊന്നും പോകത്തില്ല. പിന്നെ വലിയ ക്രൂസൈഡ് വേണം. എത്ര പേര് വരും മീറ്റിങ്ങിന്? അതൊക്കെ അറിഞ്ഞിട്ടേ പ്രസംഗിക്കത്തുള്ളൂ, ഇല്ലേ? പത്രോസും യോഹന്നാനും വലിയ അപ്പോസ്തലന്മാരൊക്കെ അവരെ ഫിലിപ്പോസിനെ കണ്ട് എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോയപ്പോഴത്തേക്ക് പോകുന്ന വഴിക്ക് ഉള്ള ഗ്രാമങ്ങളിലെല്ലാം പരസ്യം നടത്തിപ്പോയി. അതാണ് അപ്പോസ്തോലിക പാരമ്പര്യം. അല്ലാതെ വലിയ ആള് കളിക്കുന്നതോ മഹത്വം കാണിക്കുന്നതോ ഒന്നുമല്ല അപ്പോസ്തോലിക പാരമ്പര്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. 26-ാമത്തെ വാക്യം മുതൽ അറിയാമല്ലോ, എത്യോപ്യയിലെ കന്നക്ക എന്ന എത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ണനും മഹാനും അവളുടെ സകല മണ്ഡലത്തിൽ മേൽവിചാരങ്ങളുമായ ഒരു എത്യോപ്യനെ കണ്ടു. നമുക്കറിയാമല്ലോ, ദൂതൻ ഫിലിപ്പോസിനോട് നീ എഴുന്നേറ്റ് തെക്കോട്ട് 26-ാമത്തെ വാക്യത്തിൽ യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. അപ്പോൾ ആത്മനിയന്ത്രിതനായ ഫിലിപ്പോസ്, ആത്മാവ് പറയുന്ന വാക്കുകൾ അവൻ കേട്ടു. അവനോട് അവിടെ പോകാൻ പറഞ്ഞാൽ അവൻ അങ്ങോട്ട് പോകും. എവിടെ ആ കർത്താവെന്നൊന്നും ഇവൻ ചോദിക്കുന്ന പോലും ഇല്ല. നിർജ്ജന ദേശത്തേക്ക്, അവിടെ ആളുകളൊന്നും ഇല്ലല്ലോ കർത്താവെ, അതൊന്നും ഇല്ല. കർത്താവ് നിന്നോട് പറയുന്ന കാര്യം അങ്ങ് ചെയ്താൽ മതി. ഒരു മനുഷ്യനും ഇല്ലാത്തടത്ത് പോകാൻ പറഞ്ഞാലും പോക്കോണം. ദൈവം അവിടെ ഒരാളെ നീ അവിടെ ചെന്ന ഒരാളെ എങ്കിലും നേടാൻ ഉണ്ടായിരിക്കും. ഇതൊന്നും കണ്ടിട്ടല്ല. പലപ്പോഴും അതാണ് വിശ്വാസത്തിന്റെ യാത്ര എന്നൊക്കെ പറയുന്നത്. ദാറ്റ് ഈസ് ഫെയ്ത്ത്. അബ്രഹാമിനെ വിളിച്ചപ്പോഴും അവൻ എവിടേക്ക് പോകുന്നു അറിയാതെ പുറപ്പെട്ടു. അതാണ് അപ്പോസ്തോലിക പാരമ്പര്യം. അല്ലെങ്കിൽ പുറകോട്ട് പോയ അബ്രഹാമിന്റെ പാരമ്പര്യം പോലും കർത്താവിന്റെ വാക്ക് കേട്ട് ഇറങ്ങി പുറപ്പെടുകയാണ്. അവിടെ ചെന്നപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഷണ്ണനെ കണ്ടു. സംഭവം നമുക്കറിയാമല്ലോ. മതി, ഒറ്റ ഒരാളെ ഉള്ളൂ. പക്ഷെ സുവിശേഷം അന്നേരം തൊട്ട് എത്യോപ്യയിലേക്ക് വ്യാപിച്ചു. ഞാൻ പറഞ്ഞതിന്റെ വ്യത്യാസം മനസ്സിലാക്കണം. നമ്മൾ വലിയ ആൾക്കൂട്ടത്തെ മുഴുവൻ മാനസാന്തരപ്പെടുത്തണമെന്നും നിർബന്ധമൊന്നുമില്ല. ഒരാൾ മാനസാന്തരപ്പെട്ടാൽ മതി. ചിലപ്പോൾ കർത്താവ് അവനിലൂടെ ആയിരിക്കും എത്യോപ്യയിലേക്ക് സുവിശേഷം അറിയിക്കാനായിട്ട്
ഇന്നും എത്യോപ്യ ഒരു ക്രിസ്ത്യൻ രാജ്യമാണ്, ഓർത്തഡോക്സ് ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞെന്നറിയാമോ? അപ്പോൾ അവനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം നമുക്കറിയാം, വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഭാഗം വായിച്ചപ്പോൾ ആത്മാവ് പറഞ്ഞു, നീ ഒരു കാര്യം, അവൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ തേരിനോട് ചേർന്ന് നിൽക്കുക. ഫിലിപ്പോസ് ഓടി ചെല്ലുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കണ്ടു. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവെന്ന് ചോദിച്ചു. ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ ഞാൻ എങ്ങനെ ഗ്രഹിക്കും എന്നവൻ പറഞ്ഞു. ഫിലിപ്പോസ് കയറി തന്നോടുകൂടെ ഇരിക്കണമെന്ന് അപേക്ഷിച്ചു. തിരുവെഴുത്തുകൾ അറുക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി. രോമം കത്തിരിക്കുന്ന മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാളിനെ പോലെ അവൻ വായി തുറക്കാതിരുന്നു. അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവന്റെ തലമുറയെ ആർ വിവരിക്കും, ഭൂമിയിൽ നിന്ന് അവന്റെ ജീവനെ എടുത്തു കളയുന്നുവല്ലോ. ഷണ്ണൻ ഫിലിപ്പോസിനോട്, ഇത് പ്രവാചകൻ ആരെക്കുറിച്ച് പറയുന്നു, തന്നെക്കുറിച്ചോ മറ്റൊരുത്തിനെ കുറിച്ചോ? അപ്പോൾ ഇവിടെയും സംഭവിക്കുന്ന എന്താണ്? ഇവൻ വായിക്കുന്ന പഴയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഫിലിപ്പോസ് എന്ത് ചെയ്തു? ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. അപ്പൊ പഴയ നിയമത്തിലെ വേദഭാഗത്തിൽ നിന്ന് ചിലർ പറയുന്ന പഴയ നിയമമേ വേണ്ടെന്ന. പഴയ നിയമം വേണ്ടായിരുന്നെങ്കിൽ എത്യോപ്യയിലെ ഷണ്ണൻ ഇന്നും അവന്റെ അങ്ങനെ തന്നെ ജീവിച്ചേനെ, ഇല്ലേ? ആ പഴയ നിയമത്തിലൂടെ കർത്താവ് അവനോട് സംസാരിച്ചു. അപ്പൊ പഴയ നിയമം നമ്മൾ വായിക്കുന്നത് എന്തിനാണ്? ആ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. അങ്ങനെ പോകുമ്പോൾ വെള്ളമുള്ള ഒരു സ്ഥലം കണ്ടു. ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് പറഞ്ഞു. എനിക്ക് സന്തോഷം തോന്നിയൊരു കാര്യമുണ്ട്. സ്നാനത്തെക്കുറിച്ച് പറഞ്ഞെന്നൊന്നും ഇവിടെ എഴുതിയിട്ടില്ല, സുവിശേഷം അറിയിച്ചെന്ന് എഴുതിയിട്ടുള്ളൂ. അപ്പൊ സുവിശേഷം അറിയിച്ചാൽ അതിനകത്ത് എന്തോടുണ്ട്? സ്നാനവും ഉണ്ട്, ഇല്ലേ? ചിലർ പറയും, ബ്രദറെ സുവിശേഷം പ്രസംഗിച്ചാൽ മതി, സ്നാനത്തെക്കുറിച്ച് പറയേണ്ടതാണ്, അല്ലേ? സുവിശേഷം അറിയിച്ചാൽ മതി, സ്നാനത്തെക്കുറിച്ച് പറയേണ്ടത്. ഇവിടെ ഷണ്ണനോട് സുവിശേഷം അറിയിച്ചപ്പോൾ അവൻ എന്തു പറഞ്ഞു? എനിക്ക് സ്നാനമേൽക്കണം. അവൻ സ്നാനമേറ്റ, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം? അവൻ പറയുന്നതാണ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം എന്ന് പറഞ്ഞ് യേശു ക്രിസ്തു ദൈവപുത്രനെന്ന് ഞാൻ വിശ്വസിക്കുന്നെന്ന് അവൻ ഉത്തരം പറഞ്ഞു. അല്ലാതെ കാണുന്നവനെയും പോകുന്നവനെയും എല്ലാം പിടിച്ചു മുക്കാനല്ല, ഇല്ലേ? എങ്ങനെയുള്ളവർ മതി? പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നവൻ. അല്ലാതെ എനിക്കും അത് തോന്നുന്നു, കൺവിക്ഷൻ ഇല്ലാത്ത ഒരുത്തനെ മുക്കരുത്. ആളെ കൂട്ടാനോ എന്താണെന്നറിയാതെ സ്നാനപ്പെടുത്താനോ. ചിലപ്പോഴും ഞാൻ തന്നെ ആളുകളോട് ചോദിച്ചിട്ടുണ്ട്, പല ആളുകൾക്കും സ്നാനം എന്താണെന്നുള്ളത് അറിയില്ല, അറിയാതെ സ്നാനപ്പെടുന്ന ആളുകളുണ്ട്. ഞാനതുകൊണ്ട് സ്നാനപ്പെടാൻ ആഗ്രഹിക്കുന്ന പിള്ളേരെ പോലും എപ്പോഴും സംസാരിക്കും അവരോട്, നിങ്ങളിത് മനസ്സിലാക്കിയിട്ടാണോ സ്നാനം ഏൽക്കുന്നത് എന്നുള്ളത് ചോദിക്കാറുണ്ട്. പിന്നെ പിള്ളേർ മാത്രമല്ല, വലിയവർക്കും പലർക്കും അറിയത്തില്ല, സ്നാനപ്പെട്ടവർക്കും അറിയത്തില്ല എന്തിനാണ് സ്നാനപ്പെട്ടെന്ന്. സ്നാനത്തെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ടീച്ചിങ് നമുക്ക് അനിവാര്യമാണ്. അല്ലാതെ പോയി സ്നാനപ്പെട്ടിട്ട് വലിയ അർത്ഥമൊന്നുമില്ല. വെള്ളത്തിൽ മുങ്ങിയത് കൊണ്ട് മാത്രം എല്ലാം ആയിന്ന് നിങ്ങൾ ചിന്തിക്കരുത്. എന്താണത് അതിന്റെ അർത്ഥമെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഗ്രഹിച്ച് മനസ്സിലാക്കി. നോർത്ത് ഇന്ത്യയിൽ ചില ആളുകളെങ്കിലും സ്നാനപ്പെടുന്നത് പാപമോചനത്തിനാണെന്ന് അവർ പഠിച്ചു വെച്ചിരിക്കുന്നത്. പാപമോചനത്തിന് ഗംഗാനദിയിൽ മുങ്ങുന്നതിന് പകരം മുങ്ങുന്ന ഒത്തിരി പേരുണ്ട് അവിടെ. ഐ എം നോട്ട് ജോക്കിംഗ്. ഞാൻ പലരോട് സംസാരിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ഡിഫറൻസ് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് എക്സ്ക്ലൂസീവായിട്ട് യേശുക്രിസ്തു, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലെ സുവിശേഷ വേലയിൽ ഏറ്റവും ആധികാരികമായി പഠിപ്പിക്കേണ്ട കാര്യം, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. കാര്യം ഇവിടുത്തെ ഇഷ്ടം പോലെ ദൈവങ്ങളുള്ള നമ്മുടെ സമൂഹത്തിൽ എല്ലാവർക്കും വളരെ ഈസിയാണ് യേശുവിനെ കൂടെ ഒരു ദൈവമാക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് സുവിശേഷം പറയുമ്പോൾ എക്സ്ക്ലൂസീവായിട്ട് യേശുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ള കാര്യം വിശദമായി അവരെ പഠിപ്പിച്ചിട്ട് ബാപ്റ്റിസം കൊടുക്കാവൂ. അല്ലെങ്കിൽ ഞാൻ ഇന്നലത്തെ സ്റ്റോറിയിൽ പറഞ്ഞതുപോലെ കാല് വളഞ്ഞിരുന്നത് നേരെയായി, അവൻ പക്ഷെ ഇപ്പോഴും പോകുന്നത് ഗുരുദ്വാരയിലാ. അതൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞത് നടന്ന സംഭവമാണ്. അതുകൊണ്ട് ഈ എക്സ്ക്ലൂസിവിസം അവരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാ ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയി. ഷണ്ണൻ അവനെ പിന്നെ കണ്ടില്ല. അവൻ അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ സന്തോഷിച്ചുകൊണ്ട് തന്റെ വഴിക്ക് പോയി. അപ്പോൾ സ്നാനമേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവന് സന്തോഷമായി. ആ സന്തോഷം എന്താ? പൈസ കിട്ടിയതല്ല, അവന് പൈസ വേണ്ട, അവൻ രാജ്ഞിയുടെ മിനിസ്റ്ററാണ്. സന്തോഷത്തോടുകൂടെ. പ്രിയമുള്ളവരെ, ഒരാൾ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ലഭിക്കുന്ന സന്തോഷം എന്ന് പറയുന്നത് ഭൗതിക നന്മകളിൽ അവർക്ക് ലഭിക്കുന്ന സന്തോഷം അല്ല. പ്രത്യുത അവർക്ക് കർത്താവിനെ കിട്ടി, കർത്താവ് അവരുടെ കൂടെ ജീവിക്കും. 9-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ശൗലിന്റെ മാനസാന്തരമാണ് നമ്മൾ അവിടെ കാണുന്നത്.
അവിടെ അവന് എല്ലാവരെയും ഉപദ്രവിക്കാനായിട്ട് പോവുകയാണ്. പിടിച്ചു കെട്ടി തിരിച്ച് യെരുശലേമിൽ കൊണ്ടുപോയി ശിക്ഷിക്കാനായിട്ടൊക്കെ പോകുന്ന കൂട്ടത്തിൽ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനോട് ഇടപെടുകയാണ്. അവന് ഒരു ദർശനമുണ്ടാകുന്നു. അവിടെ നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിക്കുമ്പോൾ ശൗലേ ശൗലേ, അതിനു മുമ്പേ തന്നെ ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്, നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ശൗലിന്റെ ജീവിതകാലത്ത് അവൻ യേശുവിനെ കണ്ടതായിട്ട് ചരിത്രമില്ല. അതുകൊണ്ടാണ് കൊരിന്ത്യ സഭയിലെ ആളുകൾ പൗലോസിനെ അപ്പോസ്തലനായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് ഒരു ചില പ്രയാസം ഉണ്ടായിരുന്നു. അവർ പറഞ്ഞ കാര്യം എന്നറിയാമോ? പൗലോസ് യേശുവിനെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് പൗലോസ് ചോദിക്കും, ഞാൻ അപ്പോസ്തലനല്ലയോ, ഞാൻ നമ്മുടെ കർത്താവായ യേശുവിനെ കണ്ടിട്ടില്ലയോ? മറ്റുള്ളവരൊക്കെ ശരീരത്തിലിരിക്കുന്ന യേശുവിനെ കണ്ടെങ്കിൽ ഞാൻ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ ആത്മാവാകുന്ന ക്രിസ്തുവിനെ കണ്ടവനാണ് എന്ന് പറയുന്ന ഒരു അനുഭവം. ആത്മാവാകുന്ന ക്രിസ്തുവിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ക്രിസ്തുവിനെ എന്നർത്ഥത്തിലാണ്. അല്ലാതെ ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞതുപോലെ അതൊന്നും സിൻക്രറ്റിസം ഒന്നും അല്ല പറയുന്നത്. ഐ ഹാവ് സീൻ ജീസസ്. പത്രോസിനോട് അവൻ ഇടപെട്ട് പറയാണ്, പൗലോസിനോട് വന്നിട്ട് പറയാണ്, ശൗലേ ശൗലേ നീ എന്നെ. അപ്പോൾ യേശുവിനെ അവൻ ഒരിക്കലും ഉപദ്രവിച്ചിട്ടില്ല. പക്ഷേ സ്തേഫാനോസിനെയോ ശിഷ്യന്മാരെയോ മറ്റുള്ളവരെ ഉപദ്രവിക്കുമ്പോൾ കർത്താവ് പറയുന്നത്, നീ ഉപദ്രവിക്കുന്നത് ആരെയാണ്? നീ എന്നെയാണ് ഉപദ്രവിക്കുന്നത്. നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. എന്നിട്ട് അവനോട് ഇടപെടുമ്പോൾ നമ്മൾ താഴോട്ട് പെട്ടെന്ന് പറയുമ്പോഴത്തേക്ക് അനന്യാസിനോട് പറഞ്ഞു, നീ ചെല്ലണം. എന്നിട്ട് 16-ാമത്തെ വാക്യത്തിൽ അല്ലെങ്കിൽ 15-ാമത്തെ കർത്താവ് അവനോട്, നീ പോക, അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രം ആകുന്നു. പൗലോസിന്റെ കോളിംഗ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താണ്? ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ, എന്റെ നാമം വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. ഒരു വലിയ കോളിംഗ് ആണ്, ഭയങ്കര കോളിംഗാണ്. പക്ഷെ അടുത്ത വാക്യം എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത്, എന്റെ നാമത്തിന് വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും. സാധാരണ രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? പൗലോസിനെ ഞാൻ വിളിച്ചു, അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ ഇത്രയും വലിയ ആളൊക്കെ ആയിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ നിന്നെ ഒരു സ്ഥാനത്ത് നിന്നെ ഞാൻ മാനിക്കും, നിനക്ക് ഞാൻ വലിയ അവസ്ഥകളെ തരും, നീ അനേക രാജ്യങ്ങളിൽ ചെന്ന് അവിടുത്തെ എല്ലാ, അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്. ചെല്ലുന്നിടത്തൊക്കെ എന്തോ കഷ്ടം അനുഭവിക്കുമെന്നാ. ഇറങ്ങിയപ്പോഴേ പറഞ്ഞത് എന്താണെന്നറിയാമോ? എന്തോ കഷ്ടം അനുഭവിക്കുമെന്നാ. ഇവിടെ ഇപ്പം നമ്മൾ ഒരിക്കൽ പോലും നമുക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല ഈ ഒരു കാര്യം. കർത്താവിന്റെ ഈ ഒരു സ്വഭാവം നമുക്ക് അങ്ങോട്ട് പിടികിട്ടുന്നില്ല. കാര്യം ഇവിടെ എല്ലാവരും പറയുന്നത് യേശുവിനെ പിൻപറ്റിയാൽ നിനക്ക് എന്തൊക്കെ കിട്ടുമെന്നാണ്. പക്ഷേ കർത്താവ് പറഞ്ഞു, എന്റെ പിന്നാലെ വന്നാൽ നിനക്ക് എന്തൊക്കെ നഷ്ടപ്പെടും, എന്തൊക്കെ കഷ്ടങ്ങൾ ഉണ്ടാകും. അങ്ങനെ പൗലോസ് മാനസാന്തരപ്പെട്ടു. എന്തിനു വേണ്ടിയാണ് അവനെ വിളിച്ചതെന്നുള്ളതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അതിനുശേഷം 19-ാമത്തെ വാക്യത്തിൽ അവൻ ദമസ്കോസിലുള്ള ശിഷ്യന്മാരോടുകൂടെ കുറെ നാൾ പാർത്തു. യേശു തന്നെ ദൈവപുത്രൻ എന്ന് പള്ളികളിൽ പ്രസംഗിച്ചു. അപ്പൊ ഇത് പറയുന്നവരെ പിടിച്ചു കെട്ടിക്കൊണ്ട് പോകാൻ വന്നവനാണ് ഇപ്പൊ പ്രസംഗിക്കുന്നത്. യേശു തന്നെ ദൈവപുത്രൻ. കേട്ടവരെല്ലാം വിസ്മയിച്ചു. യെരുശലേമിൽ ഈ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നാശം ചെയ്തവൻ ഇവനല്ലയോ? ഇനിയും അവരെ പിടിച്ചു കെട്ടി മഹാപുരോഹിതന്മാരുടെ അടുക്കൽ കൊണ്ടുപോകാനല്ലേ ഇവൻ വന്നത്? ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതാക്കി. ഇതാണ് കർത്താവിന്റെ പദ്ധതി. യേശുക്രിസ്തുവിന്റെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന, അവന്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുന്ന ഏറ്റവും പ്രബലനായ ശത്രുവായിരുന്ന ശൗലിനെ ഇപ്പോൾ യേശുവിന്റെ ദൈവത്വത്തിന്റെ സാക്ഷിയാക്കുവാൻ ദൈവം ഇടപെട്ടപ്പോൾ, അതാണ് സുവിശേഷ വിരോധികളെ സുവിശേഷ സ്നേഹികളാക്കുന്ന, അതാണ് കർത്താവിന്റെ സുവിശേഷത്തിന്റെ പ്രത്യേകത. വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്ന, തല്ലുകയും അടിക്കുകയും ഉപദേശിമാരെ തല്ലിക്കൊണ്ടിരുന്നവൻ ഇപ്പോൾ ഉപദേശിയായി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതാണ് അതിനകത്തെ പ്രത്യേകത. അങ്ങനെയുള്ള കുറെ നാൾ കഴിഞ്ഞപ്പോൾ യഹൂദന്മാർ അവനെ കൊല്ലാൻ, അപ്പം കണ്ടോ, കുറെ നാൾ കഴിഞ്ഞപ്പോൾ യഹൂദന്മാർ അവനെ കൊല്ലുവാൻ ആലോചിച്ചെന്ന്. ഇത് പ്രതീക്ഷിച്ചാൽ മതി. സത്യസുവിശേഷം പ്രസംഗിച്ചാൽ പൗലോസ് ആണെങ്കിലും അവർ കൊല്ലാൻ നോക്കും. എത്ര വലിയ ആളാന്ന് പറഞ്ഞാലും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സഹിക്കാൻ പറ്റില്ല. അത് പിശാചിന്റെ ഒരു വലിയൊരു തന്ത്രമാണ്. അവിടെ വെച്ച് ശൗൽ അവരുടെ കൂട്ടുകെട്ട് അറിഞ്ഞു. അവനെ കൊല്ലുവാൻ അവർ രാവും പകലും നഗരഗോപുരങ്ങളിൽ കാവൽ വെച്ചു. എന്നാൽ അവന്റെ ശിഷ്യന്മാർ രാത്രിയിൽ അവനെ ഒരു കൊട്ടയിലാക്കി മതിൽ വഴിയായി
ഇറക്കി വിട്ടു. അതിനിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അവൻ ഓടിപ്പോയെന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പറയുമായിരിക്കും. ചിലപ്പോൾ ഇതുപോലുള്ള പ്രതിസന്ധികളും മറ്റും ഒക്കെ ഉണ്ടാകുമ്പോൾ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരു പട്ടണത്തിൽ ഉപദ്രവം ഉണ്ടാകുകയാണെങ്കിൽ ആ പട്ടണം വിട്ട് മറ്റൊരു പട്ടണത്തിലേക്ക് ഓടിപ്പോവുക. അത് പേടി കൊണ്ടൊന്നുമല്ല. കർത്താവിന് ഇവനെക്കുറിച്ച് വലിയൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നിർവഹിക്കാനായിട്ട് കർത്താവ് അത് അനുവദിച്ചെന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. എന്നാൽ അവൻ യെരുശലേമിൽ ചെന്നപ്പോഴത്തേക്ക് അവൻ യെരുശലേമിലെത്തി അത് ശിഷ്യന്മാരോട് ചേരുവാൻ ശ്രമിച്ചു. എന്നാൽ ഒരു ശിഷ്യൻ എന്ന് വിശ്വസിക്കാതെ എല്ലാവരും അവനെ പേടിച്ചു. നോക്ക്, ദമസ്കോസിലുള്ളവർ പിന്നെ സഹിച്ചു, യെരുശലേമിലുള്ളവർ സഹിച്ചിട്ടും തന്നെയല്ല, ശിഷ്യന്മാരോടുകൂടെ ചേരാൻ തുടങ്ങിയിട്ട് അവർക്ക് പേടിയായിപ്പോയി, ഇല്ലേ? അപ്പോൾ ബർന്നബാസ് അവനെ കൂട്ടിക്കൊണ്ടുവന്നു. ഒരു പുതിയ ആളെ നമ്മൾ പരിചയപ്പെടുകയാണ്, ബർന്നബാസ്. ദൈവസഭയിലും ഇന്നും അത്യാവശ്യമുള്ള ശുശ്രൂഷയാണ് ബർന്നബാസിന്റെ ശുശ്രൂഷ. പൗലോസിനെ അംഗീകരിക്കാൻ ശിഷ്യന്മാർ തയ്യാറാകാതെ വന്നപ്പോൾ ബർന്നബാസ് വന്നിട്ട് പറഞ്ഞു, അങ്ങനല്ല. അപ്പോൾ ബർന്നബാസിന്റെ മിനിസ്ട്രി വളരെ അത്യാവശ്യമാണ്. ആ ബർന്നബാസ് ഇവരുടെ അടുത്ത് ചെന്ന് ശൗലിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞ് ശൗലിനെ അവരുമായിട്ട് യോജിപ്പിച്ചില്ലായിരുന്നെങ്കിൽ പൗലോസ് ഉണ്ടാകത്തില്ലായിരുന്നു. അപ്പൊ ശരിക്കും യേശു കർത്താവ് അവനെ വീണ്ടെടുത്തു, വിടുവിച്ചു, എല്ലാം ശരിയാണെങ്കിലും അവന്റെ ശുശ്രൂഷയുടെ ഏറ്റവും പിന്നിൽ അവന് താങ്ങായി തണലായി നിന്ന് അവനെ കൊണ്ടുവന്ന ആൾ ആരാണ്? ബർന്നബാസാണ്. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ബർന്നബാസിന്റെ മുകളിലായി പൗലോസ്. ബർന്നബാസിനൊരു പ്രയാസവും ഇല്ല. ചിലപ്പോൾ നമ്മൾ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നവൻ നമ്മളെയൊക്കെ ഒത്തിരി അങ്ങ് കയറിപ്പോകുന്നത് കാണുമ്പം വളരെ സന്തോഷിക്കണം. കർത്താവേ, ഞാൻ മുഖേന വന്ന ആളാണല്ലോ. നമ്മൾ സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെട്ട ആളായിരിക്കും, പക്ഷേ അവൻ ഇന്റർനാഷണൽ ഫിഗറായി വളരുമ്പോഴും നമ്മൾ പ്രയാസപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അതൊരു വലിയ ശുശ്രൂഷയാണ്. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ച് ഉയർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത്. ഒടുവിൽ ആ ബർന്നബാസ് മിനിസ്ട്രി ഇന്ന് വാസ്തവത്തിൽ ഇല്ലാതെ പോയിരിക്കുകയാണ്. പിന്നീട് ഞാൻ പെട്ടെന്ന് പോവുകയാണ്. 10-ാമത്തെ അധ്യായത്തിൽ വരുമ്പോഴത്തേക്ക് കൊർന്നല്യോസിന്റെ ഭവനത്തിൽ പത്രോസ്, അതിനിടയ്ക്ക് 9-ാമത്തെ അധ്യായത്തിൽ തബീതായെ ഉയർപ്പിക്കുന്നൊക്കെ ഉണ്ട്. അതുപോലെ അത് ശുശ്രൂഷയുടെ ഭാഗമായിട്ട് നമ്മൾ വരുന്നുണ്ട്. എന്നാൽ 10-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ മറ്റൊരു കാര്യം കൂടെ, അതായത് അതിന്റെ ആ കീ പോയിന്റ്സ് മാത്രമേ പറയുന്നത്. കൊർന്നല്യോസിന്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്കറിയാം, കൊർന്നല്യോസ് ഹി വാസ് നോട്ട് എ ജ്യൂ. അവൻ ഒരു യഹൂദൻ അല്ലായിരുന്നു. ഇതുവരെയും ഇവരുടെ ശുശ്രൂഷകളൊക്കെ നടന്നത് ആരുടെ ഇടയിലാണെന്നറിയാമോ? യഹൂദന്മാരുടെ ഇടയിൽ. അവര് ശമരിയായി പോയാലും എവിടെ പോയാലും, യെരുശലേമിൽ വിട്ട് എവിടെ പോയാലും, യെരുശലേമിൽ പോയാലും, ശമരിയായി പോയാലും, യഹൂദിയായി പോയാലും, എവിടെ പോയാലും എല്ലാം യഹൂദന്മാരുടെ ഇടയിലാണ് ഇവരുടെ ശുശ്രൂഷയെല്ലാം നടന്നത്. പക്ഷേ ഇവിടെ കൈസരിയയിൽ ഇത്താലിയ എന്ന പട്ടണത്തിൽ കൊർന്നല്യോസ് എന്നു പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനും തന്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവൻ പകൽ നേരം 9-ാം മണി നേരത്തെ ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്തു വന്ന് സ്പഷ്ടമായി കണ്ട് കൊർന്നല്യോസെ എന്ന് പറയുന്നത് കേട്ടു. അവർ അവനെ ഉറ്റുനോക്കി ഭയപരവശരായി. അവൻ അവരെ എന്താകുന്നു കർത്താവ് എന്ന് ചോദിച്ചാൽ അവനോട്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന് മുമ്പിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്നു പേരുള്ള ശിമോനെ വരുത്തുക. എന്നിട്ട് നമുക്കറിയാം, അവൻ അവിടെ എഴുതിയിരിക്കുന്നത് അവന്റെ വീട് കടൽപ്പുറത്താകുന്നു എന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ അവനോട് സംസാരിച്ച ദൂതൻ പോയ ശേഷം അവൻ തന്റെ വേലക്കാരിൽ 2 പേരെയും അവന്റെ അടുക്കൽ അകമ്പടി നിൽക്കുന്നവരെയും ദൈവഭക്തനായ ഒരു പടയാളിയെയും വിളിച്ച് സകലം വിവരിച്ച് യോപ്പയിലേക്ക് അയച്ചു. അപ്പോൾ കൊർന്നല്യോസിനോട് കർത്താവ് ഇടപെട്ടു, പത്രോസിനെ വിളിക്കാൻ പറഞ്ഞു. അതേസമയം ഇവൻ ചെന്ന് വിളിച്ചാൽ ഉടനെ ഒന്നും പത്രോസ് വരുന്ന പാർട്ടിയല്ല, മറ്റൊന്നുമല്ല, യഹൂദന്മാരല്ലാതെ വേറെ ആർക്കും രക്ഷയില്ലെന്നാണ് ഇപ്പോഴും ഇവരുടെ മനസ്സിൽ കിടക്കുന്നത്. അതുകൊണ്ട് പത്രോസിനൊരു ദർശനം കൊടുത്തു. അപ്പൊ കൊർന്നല്യോസിന് ദർശനം കൊടുത്തു, പത്രോസിനും ഒരു ദർശനം കൊടുത്തു. അപ്പോൾ ദൈവസഭയുടെ തലപ്പത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ പോലും അവർക്കും ചില പാഠങ്ങൾ പഠിക്കാൻ ദൈവത്തിന് പ്രത്യേകമായി ഇടപെടേണ്ടി വരും. അങ്ങനെ ഇടപെട്ട് അവന് കൊടുത്ത ദർശനം നമുക്കറിയാമല്ലോ, തുപ്പട്ടി പോലെ അല്ലെങ്കിൽ ഒരു വലിയ ഷീറ്റിനകത്ത് എല്ലാ മൃഗങ്ങളും വന്നപ്പോൾ അറുത്ത് തിന്നാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെയൊന്നും തിന്നിട്ടില്ലെന്ന് നിനക്കറിയത്തില്ല കർത്താവ്, നീ എന്തോ പണിയായി പറയുന്നത്? എന്റെ പാരമ്പര്യം അതല്ല, ഞാൻ അങ്ങനെ അശുദ്ധമായതൊന്നും പഠിച്ചിട്ടില്ല. ഇവൻ ദൈവത്തെ പഠിപ്പിക്കാൻ നോക്കുക. എന്നെ കർത്താവ് പറഞ്ഞില്ല, ദൈവം വിശുദ്ധമെന്ന് പറഞ്ഞത് നീ അശുദ്ധമെന്ന് മലിനമെന്ന് എണ്ണരുത്. കർത്താവ് വലിയൊരു കാര്യം അവനോട് പറയുകയാണ്. യു സി, ഞാൻ മരിച്ചത് യഹൂദന്മാർക്ക് വേണ്ടി മാത്രമല്ല, ഞാൻ മരിച്ചത് സകല ജനതയ്ക്കും വേണ്ടിയാണ്. ദൈവം വിശുദ്ധമാക്കിയത്, ദൈവം വിശുദ്ധമെന്ന് പറഞ്ഞതിനെ നീ ഒരിക്കലും അശുദ്ധമെന്ന് പറഞ്ഞ് മലിനമെന്ന് പറഞ്ഞ്
കളയരുത്. ഇനി നിന്നെ ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന അടുത്ത കാര്യം എന്ന് പറയുന്നത് യഹൂദന്മാരുടെ ഇടയിൽ മാത്രമുള്ള സുവിശേഷ വേലയല്ല, വിജാതിയരുടെ ഇടയിലേക്കുള്ള സുവിശേഷ വേല. അപ്പോൾ ആദ്യ പുസ്തകത്തിലെ ആദ്യ സഭയുടെ ആദ്യ അധ്യായങ്ങളിൽ തന്നെ നമ്മൾ കാണുന്ന അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ കാണുന്നത് ഒരു പുതിയ ഫേസിലേക്ക് പ്രവേശിക്കുകയാണ് 10-ാമത്തെ അധ്യായത്തിൽ. എന്താണെന്നറിയാമോ? വിജാതിയരുടെ ഇടയിലേക്ക് സുവിശേഷം പ്രചരിക്കുന്നതാണ്. അങ്ങനെ പത്രോസ് വന്നു. കൊർന്നല്യോസ് 25-ാമത്തെ വാക്യത്തിൽ പത്രോസ് അകത്ത് കയറിയപ്പോൾ കൊർന്നല്യോസ് എതിരേറ്റ് അവന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. പത്രോസോ എഴുന്നേൽക്ക, ഞാനും ഒരു മനുഷ്യനത്ര എന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ചു. അവനോട് സംഭാഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ അവൻ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. അന്യജാതിക്കാരന്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നത് യഹൂദന് നിഷിദ്ധമെന്ന് നിങ്ങൾ അറിയുന്നല്ലോ. എങ്കിലും ഒരു മനുഷ്യനെയും മലിനനോ അശുദ്ധനോ എന്ന് പറയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നു. അതുകൊണ്ടാ ഞാന് വന്നത്, അതുകൊണ്ടാകുന്നു നിങ്ങൾ ആളയച്ചപ്പോൾ ഞാൻ എതിർ പറയാതെ വന്നത്. ഇനി എന്തിനാ എന്നെ വിളിച്ചെന്ന് നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞ് കൊർന്നല്യോസ് അവന്റെ ദർശനം വിവരിക്കുകയാണ്. അവന്റെ ദർശനം വിവരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ അപ്പോൾ 34-ാമത്തെ വാക്യത്തിൽ അപ്പോൾ പത്രോസ് വായി തുറന്ന് പറഞ്ഞു തുടങ്ങിയത് ദൈവത്തിന് മുഖം വിഷയമില്ലെന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നുവെന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. അപ്പൊ എന്റെ ഒരു സംശയം, കൊർന്നല്യോസിനെ പഠിപ്പിക്കാൻ ആ പത്രോസ് പോയത്, പക്ഷേ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പത്രോസ് പഠിക്കുക. നമ്മൾ ചിലപ്പം മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ അവരിൽ നിന്ന് പലതും നമ്മളും പഠിക്കേണ്ടി വരും, ഇല്ലേ? അത് നല്ല കാര്യമാണ്. അപ്പൊ പത്രോസ് പറയാണ്, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് യഹൂദന് മാത്രമൊന്നുമല്ല രക്ഷ, എല്ലാവർക്കും ഒരുപോലെ രക്ഷ ദൈവം നൽകിയിരിക്കുന്നു, എല്ലാവരെയും അംഗീകരിക്കുന്നു. അവൻ എല്ലാവരുടെയും കർത്താവായ യേശുക്രിസ്തു മൂലം സമാധാനം സുവിശേഷിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് അയച്ച വചനം. പിന്നീട് അവൻ കൃത്യമായിട്ട് യേശു കർത്താവിനെ കുറിച്ച് പറയുകയാണ്. 39-ാമത്തെ വാക്യത്തിൽ യഹൂദ്യ ദേശത്തിനും യെരൂശലേമിലും അവൻ ചെയ്ത സകലത്തിനും ഞങ്ങൾ സാക്ഷികളാകുന്നു. അവനെ അവർ മരത്തിന്മേൽ തൂക്കിക്കൊന്നു. ദൈവം അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. സകല ജനത്തിനുമല്ല ദൈവം മുൻകൂട്ടി നിയമിച്ച സാക്ഷികളായി അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോടുകൂടെ തിന്നുകുടിച്ചവരായ ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനാക്കി തന്നു. അപ്പോൾ യഹൂദന്മാർ വന്നപ്പോഴും പ്രസംഗിച്ചത് എന്താണ്? യേശു കാൽവറി ക്രൂശിൽ മരിച്ചു, ചരിത്രത്തിൽ ജീവിച്ച യേശു, മരിച്ച യേശു, ഉയർത്തെഴുന്നേറ്റ യേശു. വിജാതികളോട് പ്രസംഗിക്കുമ്പോഴും പ്രസംഗത്തിന് വ്യത്യാസമൊന്നുമില്ല. പ്രസംഗിക്കുന്നത് എന്ത് തന്നെയാണ്? ആ യേശുവിനെ കുറിച്ച് തന്നെയാണ് പ്രസംഗിക്കുന്നു. 42-ാമത്തെ വാക്യത്തിൽ ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കും എന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. നോക്കുക, രക്ഷയുടെ സന്ദേശം വിശ്വാസികളുടെ ഇടയിൽ അല്ലെങ്കിൽ ദൈവത്തെ അറിയാവുന്ന ആളുകളുടെ ഇടയിലും ദൈവത്തെ അറിയാൻ വയ്യാത്ത ആളുകളുടെ ഇടയിലും സന്ദേശത്തിന് വ്യത്യാസമൊന്നുമില്ല. ലോകത്തിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും സുവിശേഷം ഒന്നേ ഉള്ളൂ. ഇതിനകത്ത് ഏറ്റവും വലിയ തമാശ, ഇവർ പെട്ടെന്ന് സാക്ഷി പറയാൻ പോലും അവസരം കിട്ടുന്നതിന് മുമ്പ് വിശ്വസിച്ചു കളഞ്ഞു. യഹൂദന്മാരെ എത്ര കഷ്ടപ്പെട്ട ഇവരെല്ലാവരും, യഹൂദന്മാരുടെ കാര്യത്തിൽ എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയാമോ ഇവരിതൊക്കെ അക്സെപ്റ്റ് ചെയ്തത്. പക്ഷേ ഈ യവനന്മാർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പത്രോസിനൊന്ന് സാക്ഷി പറയാൻ അവസരം കൊടുക്കാൻ പോലും, എന്നാൽ കർത്താവിനെ സ്വീകരിക്കുന്നവരെല്ലാം കരങ്ങളെ ഒന്ന് ഉയർത്തിയാട്ടെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഇതൊന്നും പറയാൻ പറ്റില്ല. അതിന് മുമ്പേ തന്നെ പരിശുദ്ധാത്മാവ് വന്നു. ഭയങ്കര ഫാസ്റ്റായിട്ട്. കാര്യം ഈ പലപ്പോഴും ഉണ്ടല്ലോ, ഈ ഒത്തിരി അറിവുള്ളവരുടെ അടുത്ത് സുവിശേഷം പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാരൊന്ന് അക്സെപ്റ്റ് ചെയ്ത് വരാൻ ഒത്തിരി സമയം എടുക്കും. എന്നാൽ പാവങ്ങളുടെ അടുത്തോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് സ്വീകരിക്കും. അവർ കർത്താവിനെ സ്വീകരിച്ചതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ ലഭിച്ചത്, അല്ലാതൊന്നുമല്ല. അപ്പോൾ പത്രോസിന്റെ പ്രസംഗത്തിനകത്ത് അവർ ചോദ്യം ചെയ്യാതെ, യഹൂദന്മാരാണെങ്കിൽ 1000 ചോദ്യം ചോദിച്ചിട്ടേ സ്വീകരിക്കത്തുള്ളൂ. പക്ഷേ ഇവരെ ഒരു ചോദ്യം പോലും ചോദിക്കാതെ കർത്താവിനെ സ്വീകരിച്ചു. അങ്ങനെ ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. കാര്യം വചന കേൾവിയിൽ തന്നെ അവരെന്ത് ചെയ്തു? അത് സ്വീകരിച്ചു, സമർപ്പിച്ചു. അവർക്കറിയത്തില്ലല്ലോ ഇത് കഴിയുമ്പോൾ കൈ പൊക്കണം, അത് കഴിഞ്ഞിട്ട് എണീറ്റ് നിൽക്കണം, അങ്ങനെ ചില ചടങ്ങുകളൊക്കെ ഉണ്ടെന്നൊന്നും. നമ്മളാണെങ്കിൽ ഇങ്ങനെ അതിന് ചടങ്ങുകളുണ്ടല്ലോ. നമ്മുടെ കൂട്ടത്തിൽ ഈ ക്ലൈമാക്സ് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ഈ പ്രസംഗം കേൾക്കുമ്പോൾ ആരും ഒരു തീരുമാനം എടുക്കത്തില്ല. ഏറ്റവും ഒടുവിൽ ആണ് പാട്ട് പാടുമ്പോൾ പോലും ഒരു പാട്ടിന് 5 സ്റ്റാൻസ ഉണ്ടെങ്കിൽ 4 സ്റ്റാൻസ പാടുമ്പോഴും നമ്മൾ അനങ്ങത്തില്ല. 5ാമത്തെ സ്റ്റാൻസ വരുമ്പോഴാണ് നമുക്ക് ആത്മാവ് വരുന്നത്, ഇല്ലേ? ഇതൊക്കെ വലിയ പ്രശ്നമാണ്. പ്രസംഗമാണെങ്കിലും കേൾക്കുന്ന എപ്പോഴും കർത്താവിന്റെ ഹൃദയം, കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ തന്നെ നമ്മൾ തീരുമാനം എടുക്കണം. അല്ലാതെ അവസാനത്തെ 5 മിനിറ്റിൽ ഓൾട്ടർ കോളിന്റെ സമയത്തിന് വേണ്ടി ഒന്നും കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓൾട്ടർ കോൾ ഇല്ലാതെ രക്ഷിക്കപ്പെട്ടവരാണ് കൊർന്നല്യോസിന്റെ ഭവനത്തിലെ ആൾക്കാർ. കാര്യം അവർക്കറിയത്തില്ല ഇത് കഴിയുമ്പോൾ ഓൾട്ടർ കോൾ ഉണ്ടെന്നൊന്നും അവർക്കറിയത്തില്ല. അതിനു മുമ്പേ തന്നെ അവര് രക്ഷിക്കപ്പെട്ടവരുടെ മേൽ എന്തായി? പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ
പത്രോസിനോടുകൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു. കാര്യം ഇപ്പോഴും ഇവർക്ക് ഈ വിജാതിയർ രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ച് ആലോചിക്കാനേ പറ്റുന്നില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവർ തന്നെ ചിന്തിച്ചു, പത്രോസ് നമ്മെ പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചുകൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു. പത്രോസ് അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ കൽപ്പിച്ചു. അവൻ ചില ദിവസം അവിടെ താമസിക്കണമെന്ന് അവര് അപേക്ഷിച്ചു. അപ്പൊ ഇവിടെ ഞാൻ പറയാനുള്ള ഒരു കാര്യം കൂടെ ഞാൻ അതിനോട് ചേർന്ന് പറയാം. കർത്താവ് പത്രോസിനോട് പറഞ്ഞു, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നമ്മുടെയൊക്കെ ചിന്ത എന്നറിയാം, അല്ലെങ്കിൽ നമ്മളെ ചില ടീച്ചിങ് സ്വർഗത്തിൽ ഇങ്ങനെ പത്രോസ് താക്കോലും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, പുള്ളിക്കാരൻ നിശ്ചയിക്കുന്നവരെ മാത്രമാണ് അകത്തേക്ക് കയറ്റുന്നത്, അല്ലാത്തവരെ ഒന്നും കയറ്റത്തില്ല. അതല്ല കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം. കർത്താവ് പറഞ്ഞത്, പത്രോസെ, ദൈവരാജ്യത്തിന്റെ തുടക്കം, ഞാൻ സ്വർഗാരോഹണം ചെയ്തു കഴിഞ്ഞാൽ സഭയുടെ തുടക്കം ഈ ഭൂമിയിലാണ്, അത് തുടങ്ങാൻ ഞാൻ നിന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. പെന്തക്കോസ്ത് നാളിൽ യഹൂദന്മാരായ ആളുകൾക്ക് ഈ ദൈവരാജ്യത്തിന്റെ പ്രവേശനത്തിന് വേണ്ടി പത്രോസ് വാതിൽ തുറന്നു കൊടുത്തു. അറ്റ് ദ ഡേ ഓഫ് പെന്റിക്കോസ്റ്റ് എന്താ സംഭവിക്കുന്നത്? യഹൂദന്മാർക്ക് ദൈവരാജ്യത്തിന്റെ വാതിൽ പത്രോസ് തുറന്നു കൊടുത്തു. 10-ാം അധ്യായത്തിൽ വിജാതിയർക്ക് വേണ്ടി ദൈവരാജ്യത്തിന്റെ വാതിൽ അവൻ തുറന്നു കൊടുത്തു. ഇത്രയേ ഉള്ളതിന്റെ അർത്ഥം. അല്ലാതെ സ്വർഗത്തിൽ ഇങ്ങനെ പത്രോസ്, നമുക്ക് അങ്ങനെയാണല്ലോ നമ്മളൊരു സങ്കല്പം, പത്രോസ് ഇങ്ങനെ ഒരു സിംഹാസനം ഇരിക്കുകയാണ്, വരുന്നവരെല്ലാം ഇവൻ വായിച്ചു നോക്കി കഴിഞ്ഞിട്ട് പത്രോസാണ് നിശ്ചയിക്കുന്നത് ആരെ കയറ്റണം ആരെ കയറ്റണ്ട. അതൊക്കെ വെറും ഭാവനാ സങ്കല്പങ്ങളാണ്. അവിടെങ്ങും പത്രോസ് കസേരയിട്ടിരിക്കുകയൊന്നുമല്ല. അതൊന്നും നമ്മൾ കേൾക്കേണ്ട കാര്യമില്ല. ഇതാണ് ഇതിനകത്തെ അർത്ഥം. എന്നിട്ട് 11-ാം അധ്യായത്തിൽ ജാതികളും ദൈവവചനം കൈക്കൊണ്ടു എന്ന് അപ്പോസ്തലന്മാരും യഹൂദന്മാരുള്ള സഹോദരന്മാരും കേട്ടിട്ട് പത്രോസ് യെരുശലേമിൽ എത്തിയപ്പോൾ പരിച്ഛേദനക്കാർ അവനോട് വാദിച്ചു. ഈ പരിച്ഛേദനക്കാര് പത്രോസിനോടും വാദിക്കുകയാണ്. അതൊന്നും പറ്റത്തില്ല, എന്തു വേണം? പരിച്ഛേദന വേണമെന്ന നിർബന്ധം പറയുന്ന ആളുകൾ. 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, എന്നാൽ അവർ പറയുന്ന കാര്യം ഇതാണ്, എടാ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു, അന്നേരം അവൻ പരിച്ഛേദന ഉണ്ടോന്നൊന്നും പരിശുദ്ധാത്മാവ് നോക്കിയില്ലല്ലോ. ചിലർ പരിശുദ്ധാത്മാവ് അക്സെപ്റ്റ് ചെയ്താൽ പോലും നമ്മളെ ചില വിശ്വാസികൾ ചിലരെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. വലിയ പ്രശ്നമാണ്. കാര്യം നമ്മളുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് കാര്യങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ നമ്മൾ ചിലപ്പം അക്സെപ്റ്റ് ചെയ്യത്തില്ല. അങ്ങനല്ല, നമ്മുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചല്ല ദൈവം പ്രവർത്തിക്കുന്ന നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, പരിച്ഛേദന അതിനെക്കുറിച്ച് സമയമില്ലാത്തതുകൊണ്ടാണ്. പരിച്ഛേദന എന്ന് പറയുന്നത് പഴയ ഉടമ്പടിയുടെ ചിഹ്നമാണ്. സ്നാനം എന്ന് പറയുന്നത് പുതിയ ഉടമ്പടിയുടെ ചിഹ്നമാണ്. പുതിയ ഉടമ്പടിയിൽ പ്രവേശിച്ചവൻ ഇനി പഴയ ഉടമ്പടിയുടെ ചിഹ്നങ്ങൾ ആചരിക്കേണ്ടതായ കാര്യം ഇല്ല. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, നമുക്ക് ശബത്ത് ആചരിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ശബത്ത് എന്ന് പറയുന്നത് ഒരു മോറൽ ലോ അല്ല, അതൊരു ആചരണമാണ്. ആ ആചരണം ആർക്കുള്ളതാണ്? പഴയ ഉടമ്പടിയുടെ ആളുകൾക്കാണ്. പഴയ ഉടമ്പടിയുടെ ചിഹ്നമാണ് പരിച്ഛേദന. പഴയ ഉടമ്പടിയുടെ ഒരു ചിഹ്നമാണ് ശരിക്കും പറഞ്ഞാൽ ശബത്ത്. ഇതൊക്കെ അപ്പൊ ശബത്ത് ആചരിക്കണമെന്ന് പറയുന്നവർ പരിച്ഛേദനയും ഏറ്റാലേ പറ്റുള്ളൂ. വിശ്വാസികൾ ശബത്ത് ആചരിക്കണമെന്ന് പഠിപ്പിച്ചാൽ പരിച്ഛേദനയും ഏൽക്കേണ്ടി വരും, ഇല്ലേ? ഇതല്ല ഇവിടെ പറയുന്നത്. നമുക്ക് പുതിയ 18-ാമത്തെ വാക്യം തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ പിന്നെയും വരികയാണ്, അവർ ഇത് കേട്ടപ്പോൾ മിണ്ടാതിരുന്നു. അങ്ങനെയായാൽ ദൈവം ജാതികൾക്കും ജീവപ്രാപ്തിക്കായി മാനസാന്തരം നൽകിയല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. അത് കഴിഞ്ഞിട്ട് അന്ത്യോക്യയിലെ അത് സ്തെഫാനോസ് നിമിത്തം ഉപദ്രവം ഉണ്ടായ ഹേതുവാൽ ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ, അതാണ് അടുത്ത ഒരു പ്രശ്നമെന്ന് പറയുന്നത്. അവിടെ യഹൂദന്മാരോടല്ലാതെ വേറെ ആരോടും സംസാരിക്കാതാണ് ഇതുവരെ അവര് സഞ്ചരിച്ചത് എന്ന് നമ്മൾ കാണുന്നു. സ്തെഫാനോസ് നിമിത്തം ഉണ്ടായ ഉപദ്രവം ഹേതുവാൽ ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ ഫെനീക്കിയ, കുപ്രോസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളിലൊക്കെ സഞ്ചരിച്ചു. അവിടെ ചെന്നപ്പോൾ യഹൂദരല്ലാത്ത ആരോടും ഇവരോട് സുവിശേഷം പറയാതിരിക്കുകയായിരുന്നു. പക്ഷെ പത്രോസിന്റെ ഈ കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവര് മറ്റുള്ളവരുടെയും ഇടയിലേക്ക് സുവിശേഷം പ്രസംഗിക്കുന്നത് നമ്മൾ കാണുകയാണ്. പ്രത്യേകിച്ചും അന്ത്യോക്യയിലേക്ക് അവർ പോവുകയാണ്. അവരിൽ ചിലർ കുപ്രോസ്കാരും കുറേനക്കാരുമായിരുന്നു. അവർ അന്ത്യോക്യയിലെത്തിയ ശേഷം യവനന്മാരോടും കർത്താവായ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. അപ്പോൾ പത്രോസ് വാതിൽ തുറന്നു കൊടുത്തതോടുകൂടെ സുവിശേഷം അങ്ങ് വ്യാപിക്കുകയാണ്. എവിടേക്ക്? വിജാതീയരായ ആളുകളുടെ ഇടയിലേക്ക് വരികയാണ്. കർത്താവിന്റെ കൈ അവരോടുകൂടെ ഉണ്ടായിരുന്നു. വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു. ഇനി അത് കേട്ടപ്പോഴത്തെ അവരെക്കുറിച്ചുള്ള ഈ വർത്തമാനം യെരുശലേമിലെ സഭയുടെ ചെവിയിലെത്തിയപ്പോൾ അവർ ബർന്നബാസിനെ അന്ത്യോക്യയോളം പറഞ്ഞയച്ചു. അവൻ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. എല്ലാവരും ഹൃദയനിർണയത്തോടുകൂടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ പ്രബോധിച്ചു. ഇനി നമ്മൾ കാണുന്നതെന്നറിയാമോ? ഈ യെരുശലേമിലെ സഭയുടെ ആ ഒരു സുപ്രീമസി അങ്ങോട്ട് മാറിയിട്ട് അന്ത്യോക്യയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അവിടെ ഒരു സംവത്സരം മുഴുവൻ അവര്
അവർ ശൗലിനെ തിരവാൻ തർസോസിലേക്ക് പോയി അവനെ കണ്ടെത്തിയ ആളെ അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു ബർന്നബാസ്. അപ്പോൾ ഇപ്പൊ പൗലോസും ബർന്നബാസും എവിടെ ഉണ്ട്? അന്ത്യോക്യയിലുണ്ട്. അവർ ഒരു സംവത്സരം മുഴുവൻ സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികളെന്ന് പേരായി. ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ശൗലും ബർന്നബാസും അന്ത്യോക്യയിൽ എത്തുന്നതാണ് നമ്മൾ കാണുന്നത്. ഇനി 12-ാം അധ്യായത്തിൽ നമ്മൾ ആദ്യത്തെ കുറെ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാമല്ലോ പത്രോസിനെ കാരാഗ്രഹത്തിലാക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അന്ത്യോക്യ സഭയിലേക്ക് പിന്നെയും വരിക. 13ഉം 14ഉം അധ്യായങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ത്യോക്യ സഭയുമായി ബന്ധപ്പെട്ടാണ്. അവിടെ കാണുന്നത് അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസൻ, നീഗർ എന്നു പേരുള്ള ശിമോൻ, കുറേനക്കാരൻ ലൂക്കിയോസ്, ഇടപ്രഭുവായ ഹെരോദാവിനോടുകൂടെ വളർന്ന മനായേൽ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. അവർ കർത്താവിനെ ആരാധിച്ച് ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു അവരെ പറഞ്ഞയച്ചു. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്കിയയിലേക്ക് ചെന്നു. അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. ഓക്കെ, ഇവിടെ ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുക. ഉപവാസ പ്രാർത്ഥന നടന്നപ്പോൾ എവിടെ? അന്ത്യോക്യ സഭയിൽ. എനിക്ക് ഉപവാസ പ്രാർത്ഥന ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ രണ്ടുപേര് സുവിശേഷ വേലയ്ക്ക് പോകണം. അന്ത്യോക്യയിൽ ഒരു ഉപവാസ പ്രാർത്ഥന നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ ഉണ്ടായി? രണ്ടുപേര് മിഷണറിമാരായിട്ട് പോയി. ഇവിടെ നമ്മൾ കാണുന്നതെന്നറിയാമോ? മിഷൻ ഇതുവരെ അന്ത്യോക്യയിൽ വരെയൊക്കെ വന്നിട്ടുള്ളൂ. മിഷൻ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നത് നമ്മൾ കാണുന്നത്. അപ്പൊ ആദ്യ സഭയുടെ ആദ്യ ദിനങ്ങൾ വായിക്കുമ്പോൾ തന്നെ അധികം വർഷങ്ങൾ കഴിയുന്നതിന് മുമ്പ് ആദ്യം യെരുശലേമിൽ അവർ കുടിയിരുന്നു. അവിടെ നിന്ന് ദൈവം അവരെ ചിതറിച്ചു. അവർ യഹൂദിയയിൽ എല്ലായിടത്തും ശമരിയയിലും വരെയൊക്കെ പോയി. അവിടുന്ന് കൊർന്നല്യോസിന്റെ ഭവനത്തിലെ ശുശ്രൂഷയ്ക്ക് ശേഷമാണ് വിജാതികളുടെ ഇടയിൽ സുവിശേഷ പ്രവർത്തനം ആവശ്യമുണ്ട് എന്നവർ മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞ് അവര് പല സ്ഥലങ്ങളിലേക്ക് പോയി ഒടുവിൽ അന്ത്യോക്യയിൽ വരെ വന്നു. അന്ത്യോക്യയിൽ പൗലോസും ബർന്നബാസും ഒരുമിച്ച് 1 വർഷം താമസിച്ച് അവരെ എക്വിപ്പ് ചെയ്തു. അവിടെ പ്രവാചകൻ എന്നാണ് അവനെ വിളിക്കുന്നത് തന്നെ, അല്ലേ? അവളെ ഈ സഭയെ എക്വിപ്പ് ചെയ്തതുകൊണ്ട് ഈ സഭ യെരുശലേം സഭയിൽ നിന്നും അതിനേക്കാൾ ആത്മീകമായി വളർച്ചയുള്ള വിശാലതയുള്ള ഒരു സഭയായിട്ട് വളർന്നു. അപ്പൊ അങ്ങനത്തെ സഭകൾ നമുക്ക് വേണം. യെരുശലേമിലെ സഭ നല്ല സഭയാണ്, കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ എങ്ങോട്ടും പോകാതെ അവിടെ തന്നെ കുടിയിരുന്നപ്പോൾ അവിടെ പിറുപിറുപ്പായി മറ്റു കാര്യങ്ങളായി ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? നമുക്ക് ആവശ്യമായിരിക്കുന്നത് നമ്മുടെ സഭകളൊക്കെ യെരുശലേമിലെ സഭ വളരെ അത്യാവശ്യമാണ്. എന്നാൽ അതേപോലെ തന്നെ അന്ത്യോക്യ സഭകൾ ഉണ്ടാകണം. അന്ത്യോക്യയിലെ സഭയുടെ പ്രത്യേകത എന്താണ്? അവര് ഉപവസിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമായിരുന്നു, ദൈവശബ്ദം കേൾക്കുന്നവരുമായിരുന്നു എന്ന് തന്നെയല്ല, ദൈവത്തിന്റെ വചനത്തിന്റെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെയും ഇടപെടൽ കൊണ്ട് അവരവിടെ നിന്ന് അവരെ എന്ത് ചെയ്തു? മിഷണറിമാരായിട്ട് പറഞ്ഞയച്ചു. ഏഷ്യ മൈനറിലേക്ക് അവരെ മിഷണറിമാരായിട്ട് പറഞ്ഞയച്ചു. അവരവിടെ പല സ്ഥലങ്ങളിൽ പോയി സുവിശേഷം അറിയിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. 13ഉം 14ഉം അധ്യായങ്ങൾ നമ്മൾ സുവിശേഷ പ്രചരണത്തിന് വേണ്ടി ഏഷ്യ മൈനറിലെ അനേക പട്ടണങ്ങളിൽ പോയി. അവിടെ എല്ലാ സഭകളായി. ഈ സഭകളായപ്പോൾ പിന്നെ യെരുശലേം സഭയെന്ന് കുറെ എണ്ണം വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ 15-ാം അധ്യായത്തിൽ കാണുന്നത്. 15-ാമത്തെ അധ്യായത്തിൽ യഹൂദിയയിൽ നിന്ന് ചിലർ വന്നു, നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു. അന്ത്യോക്യ സഭ കഷ്ടപ്പെട്ട് ഈ അന്ത്യോക്യ സഭയുടെ സഹകരണത്തോടുകൂടെ പൈസായും കൊടുത്ത് എല്ലാ സപ്പോർട്ടും കൊടുത്ത്, സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പണം മാത്രമല്ല, തിരിച്ചിവർ വന്ന് എന്ത് ചെയ്യുന്നുണ്ട്? അന്ത്യോക്യയിൽ വന്ന് ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട്. അങ്ങനെ നല്ലൊരു പാർട്ട്ണർഷിപ്പ്, മിഷൻ പാർട്ട്ണർഷിപ്പ് ഉള്ള ഒരു സഭയായിരുന്നു ഏത് സഭ? അന്ത്യോക്യയിലെ സഭ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യെരുശലേമിലെ സഭ ദൈവവചനം കേട്ടു, കാര്യങ്ങളെല്ലാം അവര് ആരാധിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും എല്ലാമായിരുന്നു. ഒരു പീഡനം വന്നിട്ടാണ് അവർ അല്പമെങ്കിലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയത്. പക്ഷെ അന്ത്യോക്യ സഭ അങ്ങനല്ല. അന്ത്യോക്യ സഭ പീഡനം ഉണ്ടായപ്പോഴല്ല പറഞ്ഞു വിട്ടത്, അല്ലാതെ തന്നെ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഒരു മിഷൻ സെന്റിങ് ചർച്ചായിരുന്നു ഏത്? അന്ത്യോക്യ സഭ. അപ്പൊ നമ്മുടെ സഭകൾ, അങ്ങനെയുള്ള സഭകൾ വേണം. യെരുശലേം സഭ നമുക്ക് വേണം. പക്ഷേ പല സ്ഥലങ്ങളിലേക്ക് സുവിശേഷവുമായി ആളുകളെ പറഞ്ഞുവിടുന്ന അന്ത്യോക്യ സഭയും നമുക്ക് വേണം. അങ്ങനെയുള്ള സഭകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അനേക ഇടങ്ങളിലേക്ക് സുവിശേഷത്തിന്റെ സാക്ഷികളായി വ്യക്തികളെ പറഞ്ഞുവിടുന്ന സഭകൾ നമുക്കുണ്ടാകണം. അപ്പൊ പിന്നെ പഴയ യെരുശലേം സഭയിൽ നിന്ന് അവിടെ വന്നിട്ട് പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഏത്? പരിച്ഛേദന ഏറ്റില്ലെങ്കിൽ നീ രക്ഷിക്കപ്പെടണം. ആദ്യം രക്ഷിക്കപ്പെടണമെങ്കിൽ ആദ്യം യഹൂദനാകണം, പിന്നെ നീ യേശുവിനെ സ്വീകരിക്കണമെന്നൊക്കെ പറയുന്ന
ഇപ്പോഴും ഉണ്ട് ചില ആളുകൾ ആ ജൂയിഷ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമ്മളെ വലിച്ചുകൊണ്ട് പോകാൻ പരിശ്രമിക്കുന്ന ഒരാളുകൾ. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടെ കാണുന്നതെന്നറിയാമോ, പൗലോസിനും ബർന്നബാസിനും അവരോട് അല്പമല്ലാത്ത തർക്കവും വാദവും എല്ലാം ഉണ്ടായി. എന്നാൽ പിന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞ് അതിന്റെ 2 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവർ യെരുശലേമിൽ ഒരുമിച്ച് കൂടി. ഇതാണ് ആദ്യത്തെ സുന്നഹദോസ്. എന്തിനാണെന്നറിയാമോ ആദ്യത്തെ യെരുശലേം സുന്നഹദോസ് കൂടിയത്? ദുരുപദേശം വേർതിരിച്ച് കാണാൻ വേണ്ടിയാണ്. അപ്പോൾ അതും ആവശ്യമുണ്ട്. ഏതെങ്കിലും ഒരു റോങ് ടീച്ചിങ് വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ആരെങ്കിലും ഒരാളെടുത്ത് ഒരു തീരുമാനം എടുക്കുകയല്ല, സഭ ഒരുമിച്ച് കൂടി നമ്മൾ തീരുമാനം എടുക്കണം. യെരുശലേമിൽ അവർ വന്ന് ഒരു വലിയൊരു ഡിസ്കഷനാണ്. ആ ഡിസ്കഷൻ എന്താണ്? പുതുതായിട്ട് വിശ്വാസത്തിൽ വരുന്നവരെ പരിച്ഛേദന ഏൽപ്പിക്കണോ? ഇതാണ് ചോദ്യം. ഒടുവിൽ യെരുശലേം സുന്നഹദോസിൽ തീരുമാനമെടുത്തു, അങ്ങനെ വേണ്ട. യാക്കോബ് എഴുന്നേറ്റ് നിന്ന് കൃത്യമായിട്ട് പറഞ്ഞു, നമ്മുടെ പത്രോസ് ഇവിടെ ഉണ്ടല്ലോ, പത്രോസിനോട് ചോദിര്. ഈ വന്ന യഹൂദന്മാർ എന്നിട്ട് അതിന്റെ എനിക്ക് തമാശയ്ക്കായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. അവിടെ സഹോദരന്മാരെ കുറെ നാൾ മുമ്പേ ദൈവം നിങ്ങളിൽ വെച്ച്, പത്രോസ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ സംഗതികളെക്കുറിച്ച് വിവരിപ്പാൻ. 6-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വന്നുകൂടി വളരെ തർക്കമുണ്ടായ ശേഷം പത്രോസ് എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, സഹോദരന്മാരെ കുറെ നാൾ മുമ്പേ ദൈവം നിങ്ങളിൽ വെച്ച് ഞാൻ മുഖാന്തരം ജാതികൾ സുവിശേഷത്തിന്റെ വചനം കേട്ട് വിശ്വസിക്കണമെന്ന് നിശ്ചയിച്ച് ഞാൻ നിങ്ങൾ അറിയുന്നുവല്ലോ. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്ത് സാക്ഷി നിന്ന് വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ നമുക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസവും വെച്ചിട്ടില്ല. അതാ യെരുശലേം സുന്നഹദോസിന്റെ തീരുമാനം. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയാൽ രക്ഷ പ്രാപിക്കുമെന്ന് നാം വിശ്വസിക്കുന്ന പോലെ അവരും വിശ്വസിക്കുന്നു. ജനസമൂഹമെല്ലാം മിണ്ടാതെ ബർന്നബാസും പൗലോസും ദൈവം തങ്ങളെ കൊണ്ട് ജാതികളുടെ ചെയ്യിച്ച അടയാളങ്ങളും കാര്യങ്ങളും എല്ലാം കേട്ടു. അതിനുശേഷം യാക്കോബ് അതിന്റെ അധ്യക്ഷനായിരുന്നു എന്നാണ് പറയുന്നത് സുന്നഹദോസിന്റെ. സഹോദരന്മാരെ, എന്റെ വാക്ക് കേട്ടുകൊള്ളുവീൻ. ദൈവം തന്റെ നാമത്തിനായി ജാതികളിൽ നിന്ന് ഒരു ജനത്തെ എടുത്തുകൊള്ളുവാൻ ആദ്യമായിട്ട് കടാക്ഷിച്ച് ശിമോൻ വിവരിച്ചല്ലോ, അതിനോട് പ്രവാചകന്മാരുടെ വാക്യങ്ങളും ഒക്കുന്നു. അപ്പം ചുമ്മാതെ നമ്മളിപ്പം പലരും പറയുന്നത് അന്ന് സുന്നഹദോസ് തീരുമാനിച്ചത്. സുന്നഹദോസ് എങ്ങനെയാ തീരുമാനിച്ചതെന്നുള്ള അവിടെ എഴുതിയിട്ടുണ്ട്. എങ്ങനെയാ സുന്നഹദോസ് എന്ത് ചെയ്തു? യാക്കോബ് എഴുന്നേറ്റ് നിന്ന് എന്താ പറയുന്നത്? ഇതിനോട് പ്രവാചകന്മാരുടെ വാക്യങ്ങളും ഒക്കുന്നു. അപ്പം ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്കൊരു സംശയമോ മറ്റോ ഉണ്ടായാൽ ഉടനെ തന്നെ ഇപ്പൊ സഭയുടെ നേതൃത്വത്തിലിരിക്കുന്ന പ്രസിഡന്റും സെക്രട്ടറിയും കമ്മിറ്റി അംഗങ്ങളും പ്രസ്ബിറ്ററിയും കൂടെ ചേർന്ന് അതിനെക്കുറിച്ച് തീരുമാനിക്കുമെന്ന് പറയാനൊന്നും പറ്റത്തില്ല. അതെന്ത് വേണം? പ്രവാചകന്മാരുടെ വാക്കിനോട് ഒക്കണം. അല്ലാതെ ഇപ്പൊ വന്നിരിക്കുന്ന കുറച്ച് നേതാക്കന്മാരുടെ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ തോന്നുന്നതെല്ലാം കൂടെ വെച്ച് ഞങ്ങൾക്ക് തോന്നുന്നത് ഇങ്ങനെയൊക്കെ പോകുന്നതാ കുറച്ചുകൂടെ ശരി, ഇനിയിപ്പം അവിടെ ഇവിടെയുള്ള എല്ലാ ദുരുപദേശക്കാരനെയും വിളിച്ച് പ്രസംഗിപ്പിച്ചാലും കുഴപ്പമില്ലെന്നൊക്കെ ആരെങ്കിലും ചിന്തിച്ച് അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് തോന്നുന്നു അത് കുഴപ്പമില്ലെന്ന്. നിങ്ങൾക്ക് തോന്നുന്നോ ഇല്ലയോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. ഒരു തീരുമാനം ദൈവസഭയിൽ എടുക്കണമെങ്കിൽ തിരുവെഴുത്തിന്റെ പശ്ചാത്തലത്തിലേ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് പലപ്പോഴും ഈ ട്രഡീഷണൽ വേർപെട്ട സഭകളിൽ തന്നെയുള്ള പ്രശ്നം എന്നറിയാമോ? വേർപെട്ട സഭകളിൽ പോലും ഇപ്പൊ ആളുകൾ പൊതുവെ പറയുന്നത് നേതാക്കന്മാരെല്ലാം അത് സമ്മതിച്ചു. ബ്രദറെ, നേതാക്കന്മാർ സമ്മതിച്ചോ? എന്തുകൊണ്ടാണ് നേതാക്കന്മാർ സമ്മതിച്ചത്? അവർക്ക് അവരുടേതായിട്ടുള്ള സ്ഥാപിത താല്പര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ അവർ ഇതിനോട് പ്രവാചകന്മാരുടെ വാക്കുകളും ഒക്കുന്നു. അല്ലാതെ വോട്ടിട്ട് തെരഞ്ഞെടുത്ത കുറച്ചു പേര് കൂടിയിരുന്ന് തീരുമാനിച്ച് ഉപദേശം മാറ്റാൻ പറ്റില്ല. ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് ഉപദേശപരമായ ചിന്തകളിൽ വ്യത്യാസമുണ്ടെങ്കിൽ ഒരുമിച്ചുകൂടി ദൈവവചനപ്രകാരം അതിനെ വിലയിരുത്തി വേണം തീരുമാനമെടുക്കാൻ. അല്ലാതെ തീരുമാനമെടുക്കാൻ കഴിയില്ല. എന്നിട്ട് നമ്മൾ കാണുന്നത് ജാതികളിൽ നിന്ന് അവിടെ വെച്ചൊരു തീരുമാനമെടുത്തു. ജാതികളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. എന്നിട്ട് 24-ാമത്തെ വാക്യം വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്ന കാര്യം എന്താണ്? കത്ത് അയച്ചു കൊടുക്കുകയാണ്. അതിനകത്ത് എഴുതിയിരിക്കുന്നത്, ഞങ്ങൾ കൽപ്പന കൊടുക്കാതെ ചിലർ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങളുടെ വാക്കുകളാൽ ഭ്രമിപ്പിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളെ കലക്കിക്കളഞ്ഞു എന്ന് കേൾക്കുന്നുണ്ട്. യാക്കോബ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, സഹോദരന്മാരെ, കുറച്ചാൾ മുമ്പേ കുറച്ചുപേര് വന്നിട്ട് ഞങ്ങൾ ഇടയ്ക്കുമെന്ന് വന്നിട്ട് പറഞ്ഞല്ലോ നിങ്ങൾ പരിച്ഛേദന ഏൽക്കണമെന്ന്. അത് ഞങ്ങൾ കൽപ്പനയൊന്നും കൊടുത്തതല്ല, ചിലർ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങളെ വാക്കുകളാൽ ഭ്രമിപ്പിച്ചു. അത്രയേ ഉള്ളൂ. അപ്പോൾ പലരുടെയും പ്രശ്നം ഇതാണ്. തോന്നുന്നതൊക്കെ വിളിച്ചു പറയും, ആളുകളെ ഭ്രമിപ്പിക്കും. അതിന് പലപ്പോഴും ആത്മീകരായ പിതാക്കന്മാരുടെ പശ്ചാത്തലമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് കാണാം. 16-ാമത്തെ വാക്യത്തിൽ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ തീർക്കുകയാണ്. നമ്മൾ ഒത്തിരി പറയാനുണ്ട്. 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നതെന്നറിയാമോ? വീണ്ടും ഇവരെ പോയി കാണാനായിട്ട്, അതായത് ഏഷ്യ മൈനറിലെ ക്രിസ്ത്യാനികളെ ഒന്നുകൂടെ പോയി
അവരെ എൻകറേജ് ചെയ്യാനായിട്ട് ബർന്നബാസും പൗലോസും കൂടെ പോകാൻ പ്ലാൻ ചെയ്തു. ബർന്നബാസ് പറഞ്ഞു മർക്കോസിനെ കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ പൗലോസ് പറഞ്ഞു അവൻ ഇടയ്ക്ക് ഇട്ടിട്ട് പോയതല്ലേ, അവനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ പിന്നെ പൗലോസും ശീലാസും കൂടെ പോയി ഏഷ്യ മൈനറിലെ സഭകൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നതായ സമയത്ത് പെട്ടെന്ന് രാത്രിയിൽ, അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ, അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മക്കതോന്യക്കാരനായ ഒരു പുരുഷൻ അരികെ വന്ന് നീ മക്കതോന്യയ്ക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് ഞങ്ങളോട് അപേക്ഷിക്കുന്നതായ ഒരു ദർശനം കണ്ടു. അതാണ് മാസിഡോണിയൻ കോൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. എന്താണെന്നറിയാമോ? കർത്താവ് പറഞ്ഞു ഏഷ്യയിൽ വചനം പ്രസംഗിച്ചത് മതി. കാര്യം ഏഷ്യയിൽ അവർ മൂപ്പന്മാരെയൊക്കെ ആക്കിയിട്ടുണ്ട്, ഇനിയിപ്പോൾ അവർ കാര്യങ്ങളൊക്കെ നോക്കട്ടെ എന്നിട്ട് പറയാണ് ഇനി നിന്റെ ശുശ്രൂഷ യൂറോപ്പിലാണ്. അപ്പോൾ യെരുശലേമിൽ തുടങ്ങി യഹൂദിയയിലേക്ക് പടർന്നു. ഫിലിപ്പോസ് അത് ശമരിയയിലേക്ക് കൊണ്ടുപോയി. ശമരിയയിൽ നിന്ന് അവര് അന്ത്യോക്യയോളം വന്നു. അന്ത്യോക്യയിൽ നിന്ന് ഏഷ്യ മൈനറിലേക്ക് കയറി. ഏഷ്യ മൈനറിൽ സുവിശേഷം അറിയിച്ച് സഭകൾ സ്ഥാപിതമായി കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു ഇനി എന്തു വേണം? യൂറോപ്പിലേക്ക്. അപ്പം ഉൽപ്പത്തി അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞ വാക്കിന്റെ പൂർത്തീകരണം ഇവിടെ 16-ാം അധ്യായത്തിൽ നടക്കുകയാണ്. എന്താണ്? നിങ്ങൾ when the Holy Spirit will come upon you, you shall receive power and you shall be my witnesses in Jerusalem, all Judea, Samaria and to the ends of the earth. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികൾ ആകും. എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. 16-ാം അധ്യായം വന്നപ്പോൾ കർത്താവ് 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറഞ്ഞ പ്രോമിസ് അവിടെ നിറവേറുകയാണ്. യെരുശലേമിൽ, യഹൂദിയിൽ എല്ലായിടത്തും, ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും. പ്രിയമുള്ളവരെ, കർത്താവ് ഒരു കാര്യം പ്ലാൻ ചെയ്താൽ കർത്താവ് അത് നിർവഹിക്കും. എത്ര ആളുകൾ ഇതിനിടയ്ക്ക് ഈ സഭയെ ഒടുക്കിക്കളയാനായിട്ട് നോക്കി. സ്തെഫാനോസിനെ കൊന്നുകളഞ്ഞു, പത്രോസിനെ പീഡിപ്പിച്ചു, വലിയ ഉപദ്രവങ്ങളുണ്ടായി. ഇതിനിടയ്ക്ക് പത്രോസിനെ കല്ലെറിയുന്നുണ്ട്, അവൻ ചത്തുപോയെന്ന് വെച്ച് എടുത്ത് കളഞ്ഞേച്ചു പോകുന്നുണ്ട്. ഇതെല്ലാം നടന്നു. പക്ഷെ സുവിശേഷത്തിന് ബന്ധനമില്ല. കാര്യം കർത്താവിന്റെ പ്രോമിസാണ് യെരുശലേമിലും യഹൂദിയയിലും ശമരിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകുവിൻ. ഹല്ലേലൂയ. കർത്താവിന്റെ വാക്കുകൾക്കൊരിക്കലും അതിനെതിരെ നിൽക്കാനും അതിനെ തകർത്ത് കളയുവാനും പിശാചിന്റെ ശക്തികൾക്ക് കഴിയുകയില്ല. കർത്താവ് നമ്മളോട് കൽപ്പിച്ചതായ ആ സുവിശേഷത്തിന്റെ വ്യാപനം മാനുഷികമായ ഒരു ശക്തിക്കും, ഒരു പൈശാചിക ശക്തിക്കും കർത്താവ് വാഗ്ദത്തം ചെയ്തതിനെ മറുത്തു കളയുവാൻ, തടുത്തു കളയുവാൻ കഴിയുകയില്ല. കണ്ണുകൾ അടയ്ക്കാം ഒരു നിമിഷം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കർത്താവേ, ആദ്യ പുസ്തകത്തിലെ ആദ്യ ദിനങ്ങളിൽ തന്നെ നിന്റെ പ്രോമിസ് എന്താണെന്നും അതെങ്ങനെ നീ നിർവഹിച്ചുവെന്നും ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവേ, ഇത് ഞങ്ങളുടെ സഭയുടെ പാരമ്പര്യം ഇതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആദ്യ സഭയുടെ പ്രസംഗങ്ങൾ തന്നെ ഇന്നും പ്രസംഗിക്കുവാനും, ആദ്യ സഭയുടെ വിശ്വാസം തന്നെ ഇന്നും വെച്ച് പുലർത്താനും, ആദ്യ സഭയുടെ രീതികൾ തന്നെ ഇന്നും തുടരുവാനും, ആദ്യ സഭയുടെ ആ ഉറപ്പ് തന്നെ ഞങ്ങൾക്ക് നൽകിയിരിക്കാൻ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നീ ഒന്ന് പ്രോമിസ് ചെയ്താൽ, ഒരു വാഗ്ദത്തം നീ നിർവഹിച്ചാൽ, നീ പറഞ്ഞാൽ അത് നീ നിർവഹിക്കുന്ന ദൈവമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവേ, ഞങ്ങൾ അതിനുവേണ്ടി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ആദ്യ സഭയുടെ പാരമ്പര്യം പിന്തുടരുവാൻ കർത്താവെ, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഒരു സഭാ പാരമ്പര്യമല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുകയും നയിക്കപ്പെടുകയും ചെയ്ത ആദ്യ സഭയുടെ ആദ്യ ദിനങ്ങളിലെ അതേ പാരമ്പര്യം പിന്തുടരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്നും ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപകൾക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ.